വെൽക്കം ടു ബ്രെയിൻ. ഹലോ മക്കളെ, ഷെബിൻ സാറാണ്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിനിലെ ഓണം എക്സാംസ് ഒക്കെ കഴിഞ്ഞു. അതിൽ ഫിസിക്സിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടഫായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ത്രൂ ഔട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് പ്രൂഫ് വെച്ചുകൊണ്ട് സാറ് കാണിച്ചാൽ എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നത്, ഇങ്ങനെ വന്നാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെറ്റ് ആക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എക്സാംസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും സ്കൂളിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടൈമിനനുസരിച്ച് ഇതെല്ലാവരും എന്ത് ചെയ്യുക, കണ്ടു തീർക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമുക്ക് ചാപ്റ്റർ 1 നിന്ന് സൗണ്ട് വേവ്സ് അഥവാ ശബ്ദ തരംഗങ്ങൾ എന്നുള്ള ചാപ്റ്റർ നിന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. നമുക്കറിയാം, അതിൽ നമുക്കറിയാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുന്നതിന് മുന്നേ ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് ടോപ്പിക് ആണെന്നുള്ളത് എന്ത് ചെയ്യണം, ആ ചിത്രങ്ങൾ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് ഏതാണെന്നുള്ളത് നിങ്ങൾ ആദ്യം മൈൻഡിൽ വെക്കണം. എന്നിട്ട് വേണം ആ ക്വസ്റ്റ്യൻസ് വായിക്കാൻ. കാരണം നമുക്കറിയാം ഒന്നാമത്തെ പാഠത്ത് നിന്ന് ഏറ്റവും നല്ല രീതിയിൽ ബുദ്ധിമുട്ടി ആക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഏത്, റെസൊണൻസ് അഥവാ അനുനാദം. ആ ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഈ ഹാക്സോ ബ്ലേഡുകൾ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഈ ആ ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും വായിച്ചു നോക്കിയിടാം. ഇൻ ദി അറേഞ്ച്മെന്റ് ഷോൺ ഹിയർ ദി ആക്സോ ബ്ലേഡ് ബി ഈസ് സെറ്റ് ഇൻ ടു വൈബ്രേഷൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇനി മലയാളം കൂടി വായിക്കട്ടോ. ഇവിടെ നൽകിയിരിക്കുന്ന ക്രമീകരണങ്ങളിൽ ബി എന്ന ഹാക്സോ ബ്ലേഡ് ഉത്തേജിപ്പിക്കുന്നു. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം. അവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആൻസർ ഷീറ്റ് ഞാൻ വാല്യൂ ചെയ്തപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ബി ആൻസർ ചെയ്യാണ്. ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും നിങ്ങൾ വായിച്ചു നോക്കണില്ല. ഇവിടെ നോക്കി നോക്കടാ, ആ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് എന്നല്ല, സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അതേപോലെ നോക്കാം, പ്രസ്താവനകളാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, കറക്റ്റ് പ്രസ്താവനകളാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്, സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ നോക്കി നോക്കാം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ, ഈ ആക്സോ ബ്ലേഡിന്റെ കൺസെപ്റ്റ് നമുക്കറിയണത് എന്താ, ഒരേ നീളവും ഒരേ വീതിയും ഒരേ സ്വഭാവവും ഒരേ ഇലാസ്തികതയും ഉള്ളതാണ് എന്ത്, ഒരേ സ്വഭാവം ഉണ്ടാവുക, ഒരേ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവുക, ഒരേ സ്വാഭാവിക ആവൃത്തി ഉണ്ടാവുക. അവരല്ലേ അനുനാദത്തിലാവുക, അവരല്ലേ റെസൊണൻസിലാവുക. അത് വെച്ചെങ്ങാണ്ട് വേണം നമുക്ക് ആൻസർ അറിയാൻ. കുറേ പേര് എഴുതിക്കണേ, പക്ഷെ എന്തായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ഒന്ന് നോക്കിയടാ, ഇവിടെ തന്നിരിക്കുന്നത് ബി എന്ന് പറഞ്ഞ ആക്സോ ബ്ലേഡ് അനക്കി എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, ബി എന്ന് പറഞ്ഞ ആക്സോ ബ്ലേഡ് അനക്കി എന്നല്ലേ പറഞ്ഞത്. നമുക്കറിയാം, എടാ ഈ ബി എന്ന് പറഞ്ഞ ആക്സോ ബ്ലേഡ് അനക്കുമ്പോൾ ബാക്കിയുള്ള ആക്സോ ബ്ലേഡുകൾ അനങ്ങുകയില്ലേ? അനങ്ങും. നമ്മൾ പഠിച്ചതാണ്. എന്തുകൊണ്ടാണ് അനങ്ങണത്? ഡ്യൂ ടു എന്ത് കാരണം? പ്രണോദിത കമ്പനം അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാരണം എന്ത് ചെയ്യും മക്കളെ, ബി എന്ന് പറഞ്ഞ ആക്സോ ബ്ലേഡ് അനക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള എയും സിയും ഡിയും എന്ത് ചെയ്യും, അനങ്ങും. ഡ്യൂ ടു ഫോഴ്സ്ഡ് വൈബ്രേഷൻ, പ്രണോദിത കമ്പനം. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. എ സി ഡി അണ്ടർഗോ ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ, എ സി ഡി അണ്ടർഗോ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അത് ശരിയാണ്. ഈ മലയാളത്തിൽ നോക്കുക, എയും സിയും ഡിയും പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്നു. ശരിയാണ്, കഴിഞ്ഞിട്ടില്ല. ഇനി ശരിയായിട്ടുള്ള വേറെ പ്രസ്താവനകൾ ഉണ്ടോ എന്ന് സെലക്ട് ചെയ്യണം. നോക്കി നോക്ക്. എ സി ഡി ആർ റെസണൻസ് അല്ല, എയും സിയും ഡിയും റെസണൻസിലായതുകൊണ്ടല്ല, റെസണൻസിലാവണമെന്നുണ്ടെങ്കിൽ എന്താവണം, ഒരേ നീളം ഒരേ വലുപ്പമൊക്കെ ആവണം. ഇവിടെ നോക്കി നോക്കാം, ഒരേ നീളത്തിലും ഒരേ വലുപ്പത്തിൽ ആരാ, എയും സിയും മാത്രം. അത് മാത്രമല്ല, പിന്നെ ആരൊക്കെ ബീനെ അനക്കുമ്പോൾ ബിയും ഡിയും ഉണ്ട്. ഇനി അത് വെച്ചുകൊണ്ട് വേണം, അല്ലാതെ എന്തല്ല, അത് ഒരേ റെസണൻസ് പറയണമെന്നുണ്ടെങ്കിൽ എന്താവണം, ഒരേ വലുപ്പം ഒരേ നീളമാവണം. എയും സിയും ഡിയും എന്തല്ല, റെസണൻസിലല്ല. അപ്പോൾ ബി ഓപ്ഷൻ തെറ്റാണ്. ബി ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. ഈ സി ഓപ്ഷൻ നോക്കി എ സി ആർ റെസണൻസ്, എയും സിയും റെസണൻസിലാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതടാ, ബി എന്ന് പറഞ്ഞ സാധനമല്ലേ നമ്മൾ കമ്പനം ചെയ്യിപ്പിച്ചേ, അഥവാ ഫോഴ്സ് കൊടുത്തത്, വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചേ. അപ്പോൾ നോക്കുക, അതിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യണത് ആരേക്കരം, അതേ നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള അഥവാ അതേ വലുപ്പവും അതേ സ്വഭാവമുള്ള ആരേക്കരം, ഡി ഏക്കരം തീക്കുക, അതേ വൈബ്രേഷൻ നടത്തിക്കുക. അല്ലാണ്ട് എയും സിയും അല്ല. എയും സിയും റെസണൻസിലാവണമെന്നുണ്ടെങ്കിൽ എക്കോ സിക്കോ ആണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഫോഴ്സ് കൊടുക്കേണ്ടത്, വൈബ്രേഷൻ നടത്തേണ്ടത്. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ. ബിയും ഡിയും റെസണൻസ്, ബിയും ഡിയും അതാണെന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കി നോക്കാം. യെസ്, ഡി ഓപ്ഷൻ അതാണ് സാർ. ബി ആൻഡ് ഡി ആർ റെസണൻസ്. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ച് വെച്ചോ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളതാ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പേജ് നമ്പർ 11 പേജിൽ ഇത് ആക്സോ ബ്ലേഡുകൾ വെച്ചാണ്ട് ഒരു ചാപ്റ്റർ നമ്മൾ കൺസെപ്റ്റ് പറയുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ നോക്കുക, ക്വസ്റ്റ്യൻ വായിച്ചു കൊടുത്തില്ല മിസ്റ്റേക്കാണ്. എല്ലാവരും ഒന്നെങ്കിൽ എന്ത് ചെയ്തിക്കണേ, എ എന്നുള്ള ഓപ്ഷൻ എഴുതിക്കണേ, അല്ലെങ്കിൽ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ എഴുതിക്കണേ. എയും ഡിയും ഓപ്ഷൻ എഴുതിയാലാണ് എന്താവുക, ഇവിടെ ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടാവുക. എ ആൻഡ് ഡി ആണ് ഇവിടെ എന്ത് മക്കളെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. മക്കളെല്ലാവരും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. A compound microscope is used to magnify object at which object should be placed with respect to objective lens in a compound microscope. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു. ഓക്കെ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നിരീക്ഷിക്കേണ്ട വസ്തു ഒബ്ജക്റ്റീവിൻ്റെ ഏത് സ്ഥാനത്താണ്
വെക്കേണ്ടത് അല്ലേ? ഏത് സ്ഥാനത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മക്കളെ നമ്മൾ ഈ പാഠത്തിന് എവിടുന്ന് ചോദിച്ചാൽ നമുക്കറിയാം രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസുകൾ എന്നുള്ള ചാപ്റ്റർ എന്നാണ് വന്നിട്ടുള്ളത്. ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആവട്ടെ ടെലസ്കോപ്പ് ആവട്ടെ ഇതൊക്കെ നമ്മൾ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് പഠിക്കണേ അല്ലേ? പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 43 ഈ ഒരു പേജിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഫിഗേഴ്സൊക്കെ തന്നുകാണ്ട് അവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട് മക്കൾ. ഈ പാരഗ്രാഫ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒബ്ജക്റ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. എഫിൻ്റെയും 2Fൻ്റെയും ഇടയിലാണ് എന്ത് വെക്കേണ്ടത്? വസ്തു വെക്കേണ്ടത് കേട്ടോ. മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടില്ല. നിങ്ങൾ ആ പേജ് നമ്പർ എടുക്കുക. പേജ് നമ്പർ 43 ഈ പാര നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിലൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. എഫിൻ്റെയും 2Fൻ്റെ ഇടയിലാണ് എന്ത് വെക്കേണ്ടത്? ഒബ്ജക്റ്റ് വെക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. റെഡി ആണല്ലോ മക്കളെ? ഇവിടെ ഏത് ഓപ്ഷൻ വരുന്നുണ്ടാവുക? നിങ്ങൾ പറയും ഇതിൽ ഏത് ഓപ്ഷൻ വരുന്നുണ്ടാവുക? അറ്റ് എഫ് അല്ല, ബിറ്റ്വീൻ എഫ് ആൻഡ് 2F എന്നുള്ളതാണ് മക്കളെ എന്ത് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. ഓക്കെ, എന്നാൽ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചൂസ് ദി ഓഡ് വൺ ഔട്ട്. കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതുക. ഏതൊക്കെയാണ് നോക്കി നോക്കുക. റേഡിയോ വേവ്സ് ഉണ്ട്, സീസ്മിക് വേവ്സ് ഉണ്ട്, റിപ്പിൾസ് ഫോംഡ് ഇൻ വാട്ടർ ബോഡീസ് അഥവാ റേഡിയോ തരംഗം, സീസ്മിക് തരംഗം, സൗണ്ട് വേവ്സ് ഉണ്ട് കേട്ടോ, ശബ്ദ തരംഗം, അതേപോലെ ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ. അതിൽ ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഒരുപാട് കുട്ടികൾ ആൻസർ ഷീറ്റ് നോക്കിയപ്പോൾ എഴുതിയിട്ടുള്ളത് ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നുന്ന ആൻസേഴ്സ് അല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് ആലോചിച്ച് നോക്കണം. ഈ ഓളങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു വെള്ളത്തിൽ കല്ലിട്ടാൽ എന്തേക്കാവും ഉണ്ടാവുക? വെള്ളത്തിൽ കല്ലിട്ടാൽ ആ ഒരു ഭാഗം ഇങ്ങനെ പൊന്തിയും താന്നും അങ്ങനെ ഉണ്ടാവുക. അഥവാ അവിടെ എന്തുണ്ടാവുക? ക്രസ്റ്റും ട്രഫും ഉണ്ടാവും. അഥവാ അത് ആരാ? ട്രാൻസ്വേഴ്സ് വേവ്സാ. ഈ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താവുണ്ട്? ഈ ജലാശയങ്ങളിൽ ഉണ്ടാവുമ്പോൾ അഥവാ ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അനുപ്രസ്ഥ തരംഗങ്ങൾ കേട്ടോ. ഇനി അതേപോലെ ശബ്ദ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. ലൈറ്റ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് സൗണ്ട്സ് ആർ ലോഞ്ചിറ്റ്യൂണൽ വേവ്. ഇപ്പോൾ പിന്നെ ആരാ? ലോഞ്ചിറ്റ്യൂണൽ വേവ്. ഇനി അതേപോലെ നോക്കാം. സീസ്മിക് തരംഗം എന്ന് പറഞ്ഞാൽ ആരാ? സീസ്മിക് തരംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കണേ. അവിടെ എന്ത് വേണം? ഒരു മീഡിയം ആവശ്യമില്ലേ? അല്ലേ? മീഡിയം ആവശ്യമില്ല. എർത്ത് ക്രസ്റ്റിലൂടെയാണ് സഞ്ചരിക്കുക സീസ്മിക് വേവ്സുകൾ. അഥവാ എർത്ത് ക്രസ്റ്റിലൂടെ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരേക്കരം നമുക്കറിയാം? അതെല്ലാം മെക്കാനിക്കൽ വേവുകളേക്കരം. ഇനി നോക്കടാ, റേഡിയോ വേവ് എന്ന് പറഞ്ഞ സാധനത്തിന് മീഡിയം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എൻ്റെ പ്രത്യേകത? മീഡിയം ആവശ്യമില്ലാത്ത വേവുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലേ? അപ്പോൾ നോക്കാം. ഈ റേഡിയോ വേവ്സ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാ. ഒന്നാമത്തെ പാഠത്തിൽ 14ാമത്തെ പേജിൽ ഈ പേജ് എടുക്കുക. ഈ പേജിൽ നോക്കി നോക്കാം. ഈ ഭാഗത്ത് നമ്മൾ പാരഗ്രാഫ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതേപോലെ മെക്കാനിക്കൽ വേവ്സ് എന്ന് കൊടുത്തേക്കണം. ആ മെക്കാനിക്കൽ വേവ്സ് ആവട്ടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആവട്ടെ ഞാൻ പറഞ്ഞിരുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് മാത്രം പഠിച്ചാൽ മതി. അതല്ലാത്തവരൊക്കെ ആരാ? മെക്കാനിക്കൽ വേവ്സ് ആണ് നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഒരു കോഡൊക്കെ പറഞ്ഞിരുന്നു. ഏതാ കോഡെന്ന് ഓർമ്മയുണ്ടോ? ഗാക്സു വിം റേഡിയോ. ഓർമ്മയുണ്ടോ? ഗാക്സു വിം റേഡിയോ. ഈ ഇതാരണ ആരാ? ജി എന്ന് പറഞ്ഞാൽ ഗാമ, എക്സ്റേ, അൾട്രാവയലറ്റ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ് അല്ലേ ഇവിടെ പറയണ്ടേ? എക്സ്റേ, ഗാമാറേ അങ്ങനെ പറഞ്ഞിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് പറഞ്ഞിട്ട്. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് എന്നൊക്കെ പറഞ്ഞു എല്ലാ വേവ്സിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കി വെച്ചോ. റേഡിയോ വേവ്സ് പറഞ്ഞത് ആരാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ബാക്കി ഇവിടെ തന്നിട്ടുള്ള എല്ലാവരും എന്താണ്? മെക്കാനിക്കൽ വേവ്സ് ആണ്. അപ്പോൾ ഇതിൽ ഏതാ ഓഡ് വൺ ആയിട്ട് മക്കളെ വരിക? മനസ്സിലാക്കി വെച്ചോ. റേഡിയോ വേവ്സ് ആണ് ഇവിടെ എന്ത് കറക്റ്റ് ആൻസർ. മനസ്സിലാക്കിയോ കേട്ടോ? റേഡിയോ വേവ്സ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നൊരവസ്ഥയിലായിരുന്നു അല്ലേ? ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. കാരണം അതിൻ്റെ ഓപ്ഷൻസിൽ എന്ത് വന്നു? കുറേ മിസ്റ്റേക്സ് വന്നു. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്സ് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മളത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ ഉദ്ദേശം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ആൻസർ ഒന്ന് പറയാൻ നോക്കാം. 4 ചിത്രങ്ങൾ തന്നിക്കണേ. ഈ ചിത്രങ്ങളിൽ കറക്റ്റായിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് എവിടെ നമ്മൾ പഠിച്ചിരിക്കണത്? അതെ, 3ാമത്തെ ചാപ്റ്ററിൽ അല്ലേ? കളേഴ്സ് ഓഫ് വേൾഡ് ആൻഡ് വിഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചിരിക്കണല്ലോ. വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്നില്ല 3ാമത്തെ ചാപ്റ്റർ അല്ലേ? അവിടെ നോക്കുക. ഈ ഒരു മഴവില്ലിൻ്റെ ഭാഗം നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ 3ാമത്തെ പാഠത്തിൽ പറഞ്ഞിരുന്നു നമ്മൾ മഴവിൽ വരക്കുമ്പോൾ 1 വെച്ചുകൊണ്ട് വരക്കാം, 2 എണ്ണം വെച്ചും വരക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കഴിഞ്ഞ വർഷം മുതൽ ഏതാണ്ടായിരുന്നത് 2
ജല കണികകളിലൂടെ പോകുന്നത് അഥവാ വാട്ടർ ഡ്രോപ്ലെറ്റിലൂടെ പോകുന്നതാണ് നമുക്ക് വരച്ച് പഠിക്കാനുണ്ടായിരുന്നത്. പക്ഷെ നമ്മളൊന്ന് പഠിച്ചുകൊണ്ട് എന്ത് ചെയ്താൽ അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലൂടെ തന്നിട്ടുണ്ടടാ. അപ്പോൾ നോക്കി നോക്കാം. സൺലൈറ്റ് വന്നുകാണ്ട് നമുക്ക് പോകുമ്പോൾ അവസാനം അറിയാം മുകളിൽ ആരെ കിട്ടുന്നത്, വയലറ്റിനെ കിട്ടുന്നുണ്ട്, അടിയിൽ ആരെ കിട്ടുന്നുണ്ട്, റെഡിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു എന്താ പറയുക മഴവിലുണ്ടാകുമ്പോൾ അല്ലെ മഴവിലുണ്ടാകുമ്പോൾ ഇങ്ങനെ പോകും, ഇതിങ്ങോട്ട് വരും, ഇതിങ്ങോട്ട് വരും, ഇതങ്ങോട്ട് പോകും. മനസ്സിലാക്കിയൊക്കെ അടിയിൽ ആരേക്കരം, മേലാരേക്കരം, അടിയിൽ റെഡ് ഏക്കരം, മേലാരേക്കരം, വയലറ്റ് ഏക്കരം. ഇത് റഫായിട്ട് വരച്ചതാണ് കേട്ടോ, പെട്ടെന്ന് വരച്ചതാണ്, കറക്റ്റായിട്ട് നിങ്ങൾ വരക്കണം. ഓക്കെ, അടിയിൽ റെഡ് ഉണ്ട്, മേലെ വയലറ്റ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. റെഡ് എന്ന് വയലറ്റിലോട്ട് പോകുകയെന്ന് പറയുമ്പോൾ ആരേക്കരം ഉണ്ടാവുക, നമുക്ക് ആ കോഡൊന്ന് എഴുതി വെക്കാം. വിബ്ജിയോർ അല്ലേ, വിബ്ജിയോർ അല്ലേക്കരം ഉണ്ടാവുക. ഈ ക്രമത്തിലാവണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒന്ന് നോക്കി വെക്കണം. ഒന്നാമത്തെ ഓപ്ഷന് അടിയിൽ വൈ എന്ന് പറഞ്ഞാൽ യെല്ലോ, മേലാരാ റെഡ്. നമുക്ക് എന്തായാലും അറിയാം മേലൊരിക്കലും എന്ത് വരില്ല, റെഡ് വരില്ല. കാരണം മേലെ ആര് വരണം, നമ്മൾ പഠിച്ചു മേലെ ആര് വരണം, വയലറ്റ് വരണം. അടിയിലാവണം എന്ത് വരേണ്ടത്, റെഡ് വരേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം എന്താണ് മക്കളെ, തെറ്റാണ്. മനസ്സിലാക്കിയേക്ക്, ഒന്നാമത്തെ ചിത്രം എന്താണ്, തെറ്റാണ്. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കി നോക്കാം. മുകളിൽ ബ്ലൂ ഉണ്ട്, അടിയിൽ യെല്ലോ ഉണ്ട്. നമുക്കത് പറ്റുമോ നോക്കി നോക്കാം. ഈ ഒരു ഓർഡറിൽ വന്നാൽ മതി. മുകളിൽ ബ്ലൂ ആണെന്ന് അടയാളപ്പെടുത്തുക, ഇത് ബ്ലൂ ആണ്, ഇത് യെല്ലോ ആണ്. മുകളിൽ ബ്ലൂ ആണ്, അടിയിൽ യെല്ലോ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണ്, പറ്റും, ഇത് ശരിയാണ്. ഞാൻ ഈ മൂന്നാമത്തിലോട്ട് പോയി നോക്കാം. മൂന്നാമത്തിലോട്ട് ഒന്ന് പോയി നോക്കാം. ഓക്കെ, മൂന്നാമത്തിൽ നോക്കുമ്പോൾ മുകളിൽ വയലറ്റ് ഉണ്ട്, അടിയിൽ റെഡ് ഉണ്ട്. അത് കറക്റ്റാണ്, നമ്മൾ പറഞ്ഞിരുന്നു മുകളിൽ വയലറ്റ് ഇട്ടണം, അടിയിൽ റെഡ് ഇട്ടണം. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണ്, ശരിയാണ്. ഞാൻ ഈ നാലാമത്തെ ഓപ്ഷൻ നോക്കി നോക്കാം. മുകളിൽ ജി എന്ന് പറഞ്ഞാൽ ഗ്രീന് കിട്ടണം, പച്ച കിട്ടണം, അടിയിൽ എന്ത് കിട്ടണം, ബ്ലൂ, നീല കിട്ടണം. അപ്പോൾ പച്ച മുകളിലും നീല അടിയിലും, അങ്ങനെ തന്നെയാണോ നോക്കി നോക്കുക. പച്ച എന്ന് പറഞ്ഞാൽ ഗ്രീൻ അല്ലേ, പച്ച മുകളിൽ ബ്ലൂ അടിയിൽ അല്ല. ഇത് ഓപ്ഷൻ എന്തല്ല, കറക്റ്റ് ആയിട്ടുള്ളതല്ല. അപ്പോൾ ഈ ഡി എന്ന് പറഞ്ഞ ഫിഗർ എന്താണ്, തെറ്റാണ്. അപ്പോൾ ഈ തന്ന ചിത്രത്തിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് നമുക്കറിയാം. രണ്ടാമത്തതും അതേപോലെ മൂന്നാമത്തതുമാണ് എന്ത് കറക്റ്റായിട്ട് ഇവിടെ ഫിഗേഴ്സ് തന്നിട്ടുള്ളത്. മനസ്സിലാക്കി വെക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കണേ. പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ബുദ്ധിമുട്ടുണ്ടോ, ഇല്ല. അപ്പോൾ നോക്കാം, 1, 2, 3, 4 എന്നല്ലേ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗേഴ്സ് പ്രൂഫ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇനി അഞ്ചാമത്തെയും കൂടി ഒന്ന് പറഞ്ഞു നോക്കി. അഞ്ചാമത്തെ നമ്മൾ പറയുമ്പോൾ ഇതിൽ കുറേ കുട്ടികൾക്ക് എന്താ പറയുക, എക്സാം എഴുതിയപ്പോൾ സംഭവം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കൺസെപ്റ്റാൾ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്താ ഉദ്ദേശിക്കണമെന്നുള്ളത് മനസ്സിലാക്കാനാണ് പലർക്കും ബുദ്ധിമുട്ടായത്. അപ്പോൾ നമ്മളിങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ബുദ്ധിമുട്ടാക്കുന്ന ടഫാക്കി നമുക്ക് എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, റെഡി ആക്കി എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ സാർ എന്ത് ചെയ്തത്, നല്ല രീതിയിൽ കുറച്ചൊക്കെ ഒരു എന്താ പറയുക കാണാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ എന്ത് ചെയ്യാതെ നിർബന്ധമായിട്ട് ഇത് ചെയ്ത് നോക്കണുണ്ടോ, എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഓണം എക്സാമിന് നമുക്ക് മാർക്ക് ലെവലിൽ കൂട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി നോക്ക്. ഈ ക്വസ്റ്റ്യൻ അത് ഉദ്ദേശിച്ചതെന്ന് കുറേ ആൾക്കാർക്ക് അറിഞ്ഞിട്ടില്ല. ഞാൻ ആൻസർ ഷീറ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ നോക്കി നോക്കാം. The information is given related to the radiation in the electromagnetic spectrum. Correct if there are any error. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വൈദ്യുതകാന്തിക സ്പെക്ട്ര വികിരണങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയ ഒരു ടേബിളാണത്. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തിരുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കി നോക്കാം. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് റേഡിയോ വേവ് തന്നിട്ടുണ്ട്, ഗാമ വേവ് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ആ ഓർഡറൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗാമ, എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിലിറ്റി, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ് എന്നൊക്കെ പറഞ്ഞ ക്രമത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ റേഡിയോ ആറിലോട്ട് പോകുന്തോറും അല്ലേ, റേഡിയോ വേവ്സിലോട്ട് പോകുന്നതോറും എന്ത് കൂടിയിരുന്നു, തരംഗദൈർഘ്യം കൂടിയിരുന്നു. ഇനി അവിടെ നിങ്ങട്ടാണെന്നുണ്ടെങ്കിലും എന്നൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിക്കണേ. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അത് നോക്കി നോക്കാം. ഈ ഗാമയിൽ നിന്ന് അങ്ങോട്ട് പോകുന്തോറും ഇവിടെ എന്ത് കൂടിയിരുന്നു, എനർജി എന്തേക്കരം, ഇവിടേക്ക് പോകുമ്പോൾ കൂടുതലേക്കരം, എനർജി അവിടെ കുറവേക്കരം. അവിടെ എന്താ കൂടിയുന്നത്, വേവ് ലെങ്ത്ത് ലാംഡയാണ് എന്ത് ചെയ്യുന്നത്, കൂടിയുന്നത് നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ. വേവ് ലെങ്ത്ത് ലാംഡയാണ് കൂടിയത് നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, ലാംഡ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെച്ചോ. ആറിലോട്ട് പോകുന്തോറും എന്ത് കൂടും, ലാംഡ കൂടും. ഇനി അതേപോലെ ഇവിടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താ കൂടുക, ഫ്രീക്വൻസി ആവൃത്തിയും കൂടിയിരുന്നു, അതേപോലെ എന്തും കൂടിയിരുന്നു, എനർജി അഥവാ ഊർജ്ജവും കൂടിയതു. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചതാണ്, റെഡിയാക്കി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ നോക്കി. ഓക്കെ, റേഡിയോ വേവ്സിന് എന്താ കൂടുതൽ എന്താ കുറവ് നിങ്ങൾക്ക് അറിയണം. റേഡിയോ വേവ്സിന് ആറല്ലേ, ആറിന് എന്താ കൂടുതൽ, വേവ് ലെങ്താ കൂടുതൽ അഥവാ തരംഗദൈർഘ്യമാണ് കൂടുതൽ. അപ്പോൾ റേഡിയോ വേവ്സിന് തരംഗദൈർഘ്യം കൂടുതൽ, തരംഗദൈർഘ്യം ലോങ്ങർ, തരംഗദൈർഘ്യം കൂടുതൽ. അത് കറക്റ്റാണ്, ഈ സാധനം ശരിയാണ്. ഓക്കെ, ഇനി അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി ഇതിൽ കള്ളിയത്തും കൂടി നോക്കി നോക്കണം. ഹൈ ഫ്രീക്വൻസി ആണോ നോക്കി നോക്കാം. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഇതെന്താ നാനോമീറ്ററാണ് അഥവാ വേവ് ലെങ്ത്താണ്. വേവ് ലെങ്ത് കൂടുമ്പോൾ എന്തായിരുന്നത്, വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഫ്രീക്വൻസി ആർക്കാ കൂടിയെന്ന് നോക്കാം. നമ്മൾ അടയാളപ്പെടുത്തിയതാ ഫ്രീക്വൻസി ആർക്കാ കൂടിയത്, ഫ്രീക്വൻസി കൂടുന്നത് ഗാമ റേസിനല്ലേടാ. അഥവാ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് എന്ത് കൂടുക, ഫ്രീക്വൻസി കൂടുക. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ എന്തേക്കണം മക്കളെ, തെറ്റാണ്. മനസ്സിലാക്കി വെക്കുക, ഈ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്.
ഇനി അതേപോലെ അടിയത്തെ ഗാമൻ്റെയും കൂടി നോക്കി നോക്കാം. ഗാമക്ക് എന്താ കൂടുതൽ? ഗാമക്ക് ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പോൾ ലോ ഫ്രീക്വൻസി എന്നുള്ള ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. നമുക്കറിയാം വേവ് ലെങ്ത് എന്താ? വേവ് ലെങ്ത് എന്താ? റേഡിയോ വേവ്സിനില്ലേ നമ്മൾ പറഞ്ഞു, റേഡിയോ വേവ്സിന് എന്താണ്? കൂടുതലാണ്. ഇപ്പോൾ ഗാമ റേസിന് എന്തേക്കരം? കുറവേക്കരം. അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞ ഓപ്ഷനില്ലേ സോറി, ബി എന്ന് പറഞ്ഞ കോളല്ലേ, ബി എന്ന് പറഞ്ഞ കോൾ എന്താണ്? കറക്റ്റാണ്. പക്ഷേ എന്ന് പറഞ്ഞ കോൾ എന്താണ്? കംപ്ലീറ്റ്ലി തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വരക്കണം. മാറ്റി വരക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവും? അവിടെ നിന്ന് ചേഞ്ച് വരുത്തുന്നേ ഉള്ളൂ. എങ്ങനെയൊക്കെ മാറ്റി വരുത്തുന്നത് പറഞ്ഞാണ്, ഹൈ ഫ്രീക്വൻസി എന്നുള്ളടത്ത് ഇവിടെ എന്ത് കൊടുക്കണം? ലോ ഫ്രീക്വൻസി എന്ന് കൊടുക്കണം. ലോ ഫ്രീക്വൻസി എന്നുള്ളടത്ത് എന്ത് കൊടുക്കണം? ഹൈ ഫ്രീക്വൻസി അല്ലേ? ഇവിടെ നോക്കാം, ഇവിടെ കൂടുതൽ എന്നുള്ളടത്ത് ഇവിടെ എന്ത് കൊടുക്കുക? കുറവ് എന്ന് കൊടുക്കുക. കുറവ് എന്നുള്ളടത്ത് എന്ത് കൊടുക്കുക? കൂടുതൽ എന്ന് കൊടുക്കുക. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ആ ഒരു ചേഞ്ച് മാത്രം വരുത്തിയാൽ എന്ത് ചെയ്യാം? നമുക്ക് ആ ക്വസ്റ്റ്യന് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോ മക്കളെ? എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയേക്കാം. എടാ ഈ ആറാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമ്മൾ കണ്ടതാണ്, ഇത് നമുക്ക് പഠിച്ചതാണ്. നമ്മൾ എങ്ങനെ അറിയാം? ഇത് നിങ്ങൾ ഒന്ന് തിരിച്ച് ചോദിച്ചു എന്ന് മാത്രം. നമ്മൾ കുറേ ചിത്രങ്ങൾ വരക്കാൻ പഠിച്ചതല്ലേ? കോൺവെക്സ് ലെൻസിൽ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ എഫിൽ 2F, എഫിന് 2Fൻ്റെ ഇടയിൽ, എഫിന് ലെൻസിൻ്റെ ഇടയിൽ, എഫിൽ വെച്ചിങ്ങാണ്ട് ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ബിയോണ്ട് 2F, എഫിൻ്റെ അപ്പുറത്ത് 2Fൻ്റെ അപ്പുറത്തൊക്കെ പറഞ്ഞ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ വരച്ചതാണ്. ആ രീതിയിൽ നമ്മൾ പഠിച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ എഴുതാത്തത്? ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റണം. ഒന്ന് നോക്കി നോക്കാം എങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരിക. എടാ നമുക്കറിയാം, പൊതുവേ നമ്മൾ ചിത്രം വരക്കുമ്പോഴേക്ക് നോക്കി നോക്കണേ, പൊതുവേ നമ്മൾ ചിത്രം വരക്കുമ്പോഴേക്കും അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പൊതുവേ നമ്മൾ ചിത്രം വരക്കുമ്പോഴേക്ക് നമുക്കറിയാം എങ്ങനെ ഉണ്ടായിരുന്നത് ഒരു വര വരക്കുന്നു, ഇവിടെ ഒരു ലെൻസ് ഉണ്ടാവും, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഇതിൽ കൂടെ ഇങ്ങനെ വരച്ചിട്ട് നമുക്കറിയാം ഇവിടെ അല്ലേ നമുക്ക് പൊതുവേ ഇമേജ് കിട്ടിയത് അല്ലേ? നമുക്ക് ഇവിടെയാണ് എന്ത് കിട്ടുക? ഇമേജ്. IM എന്നിട്ടാൽ ഇമേജ് കേട്ടോ, ഒബ്ജക്റ്റ് എന്നിട്ടാൽ OB എന്നിട്ടാൽ ഒബ്ജക്റ്റ്. നോക്കാം, പൊതുവേ തലകുത്തനായിട്ട് വലത്തേ ഭാഗത്താണ് കോൺവെക്സ് ലെൻസിലേക്ക് എന്ത് കിട്ടിയത്? ഇമേജ് കിട്ടിയത്. ശരിയല്ലേ? പക്ഷെ ഇവിടെ നോക്കി നോക്കടാ, ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നം എന്താ? കോൺവെക്സ് ലെൻസ് ആണ്, പക്ഷേ ഇമേജ് കിട്ടുന്നത് എവിടെ? വലത്തേ ഭാഗത്ത് തന്നെയാണ്. പക്ഷെ ഇവിടെ നോക്കി നമുക്ക് കിട്ടേണ്ടത് എങ്ങനെ? തല കുത്തനെയാണ്. നമ്മൾ പൊതുവെ അങ്ങനെയല്ലേ വരച്ചിരിക്കണേ. പക്ഷെ ഇവിടെ കിട്ടിയത് തല നിവർന്ന. തല നിവർന്നാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവുക? ഒന്നുമില്ല. ഇത് തല നിവർന്നിക്കണമെന്നുണ്ടെങ്കിൽ നോക്കി നോക്കാം, ഒബ്ജക്റ്റ് നേരെ വെച്ചാൽ ഇമേജ് തലകുത്തിന് കിട്ടും. അല്ലേ രണ്ടും ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ കേട്ടോ, രണ്ടും ഓപ്പോസിറ്റ് വശങ്ങളിലാണ്, രണ്ടും എതിർ വശങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് നിവർന്നതാണെന്നുണ്ടെങ്കിൽ ഇമേജ് എന്തേക്കണം? തലകീഴായിരിക്കണം. അതേപോലെ ഇവിടെ നോക്കി നോക്കാം, ഇപ്പോൾ ഇരുവശങ്ങളിലാണെന്നുണ്ടെങ്കിൽ നോക്കി നോക്കാം, ഇമേജ് നിവർന്നതാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എങ്ങനെയും തലകുത്തനേക്കരം. ഒന്ന് നോക്കി നോക്കാം. നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഒബ്ജക്റ്റിന് ആദ്യം ഒടുക്ക് വരക്കും, ലെൻസിൻ്റെ മധ്യഭാഗത്ത് വരക്കും. അവിടെ നിന്ന് കൂടെ പോവുക, F കൂടി പോകും. ശരിയല്ലേ? അപ്പോൾ നോക്കാം, ഒബ്ജക്റ്റിന് നടുഭാഗത്തേക്ക് F കൂടി, അതിനുശേഷം നേരെ എന്ത് ചെയ്യുക? O കൂടി വരച്ചാൽ എന്ത് ചെയ്യും? ഇമേജ് കിട്ടും. അപ്പോൾ ഇമേജിന് അങ്ങോട്ട് വരച്ച് പോയാൽ പോരെ? അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ഇമേജ് ഇവിടെ കിട്ടിയെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടി വരിക? ആദ്യം F കൂടി എന്ത് ചെയ്യുക? ലെൻസ് വരക്കുക, ദെൻ നേരെ നീട്ടി വരക്കുക. നോക്കി നോക്കാം, നേരെ O കൂടി വരച്ചാൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിലേക്ക് ഒരു ഒബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കുക. നേരെ തിരിച്ച് വരച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് വരച്ചു തുടങ്ങുക. നോക്കി നോക്കാം. ആദ്യം നമ്മളെന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് എന്ത് ചെയ്യുക? O കൂടി ഒരു വര വരക്കുക അല്ലേ? നോക്കാം, O കൂടി ഒരു വര വരച്ചു ഏകദേശം. ഇനി അതേപോലെ നോക്കി നോക്കടാ, അടുത്തത് കൂടെ വരക്കേണ്ടി വരിക. F കൂടി വേണം വരക്കാൻ. F എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചിട്ടില്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യും നോക്കാം. ഇവിടേക്ക് നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ലെൻസ് വരച്ചു, പിന്നെ F കൂടി പോയി. നോക്കാം, തിരിച്ച് പറയാം. ആദ്യം F വരച്ചു, പിന്നെ എന്താ വരക്കണ്ടേ? ലെൻസ് വരക്കണം. ലെൻസ് വരക്കാൻ അറിയുമ്പോൾ എന്താ ചെയ്യുക? നേരെ വരക്കുക. ഇനി എന്താ ചെയ്യുക? അത് നേരെ കറക്റ്റായിട്ട് ഇതിൽ കൂടി പോവുക. കറക്റ്റായിട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടൂടാ. എവിടെ കിട്ടുന്നുണ്ട് നോക്കി നോക്കാം. കറക്റ്റായിട്ട് വരച്ചാൽ എവിടെ കിട്ടുന്നുണ്ടാവുക? Fൻ്റെയും 2Fൻ്റെ ഇടയിലായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇമേജ് കൊടുക്കാൻ പറ്റും. നോക്കി നോക്കാം, Fൻ്റെയും 2Fൻ്റെയും ഇടയിലായിട്ട് ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ചിത്രം വരക്കേണ്ടത്. മനസ്സിലാക്കി വെക്കുക. ഇവിടെ ആരാണ്? ഒബ്ജക്റ്റാണ്. ഇവിടെ ആരാണ്? ഇമേജാണ്. ശ്രദ്ധിക്കട്ടോ, ഇവിടെ ആരാണ്? ഒബ്ജക്റ്റാണ്. ഇവിടെ ആരാണ്? ഇമേജാണ്. ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ വരക്കേണ്ടത്. കുഴപ്പമില്ലല്ലോ. ആരോ മാർക്ക് ഇടാൻ മാർക്ക് ചെയ്യരുത്. ആരോ മാർക്ക് എങ്ങനെയൊക്കെ ഉണ്ടാവുക? ഇമേജ് അല്ലേ ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഇമേജിൻ്റെ അടുക്കാൻ എന്ത് ചെയ്യുക? ആരോ മാർക്കൊക്കെ വരക്കുക കേട്ടോ. ഇമേജിൻ്റെ അടുക്കാൻ ആരോ മാർക്കൊക്കെ വരക്കുക. ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് കിട്ടും. നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഇത് വരക്കാൻ പറഞ്ഞു, വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആരോ മാർക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചിടണം. ഓക്കെ, ഞാൻ ഈ നെക്സ്റ്റ് ചോദ്യത്തിലോട്ടൊന്ന് പോയേക്കാം. നെക്സ്റ്റ് ചോദ്യം എത്രയായിരുന്നു? 6B ആയിരുന്നു നമ്മളോട് നെക്സ്റ്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു കോൺകേവ് ലെൻസ് തന്നിട്ടുണ്ട്. ഈ കോൺകേവ് ലെൻസ് എന്താ ചോദിച്ചത്? നോക്കാം മക്കളെ, കോൺകേവ് ലെൻസ് നോക്കാം. ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത് എവിടെ വന്നിട്ടുള്ളത്? Fലാണ് വന്നിട്ടുള്ളത്. പഠിച്ചു വെച്ചോ, കോൺകേവ് എന്ന് നമ്മളോട് ചിത്രം വരക്കാൻ പറഞ്ഞാൽ എപ്പോഴും നമുക്ക് എവിടെ കിട്ടുമെന്ന് അറിയോ? Fൻ്റെ ലെൻസിൻ്റെ ഇടയിലേക്ക് നമുക്ക് കിട്ടുന്ന ഇമേജ്. അതാണ് പഠിച്ചു വെച്ചോ. Fൻ്റെ ലെൻസിൻ്റെ ഇടയിലേക്ക് നമുക്ക് കിട്ടുന്ന ഇമേജ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആൻസർ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ, നമുക്ക് കിട്ടിയ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകാം. നമുക്ക് വരക്കാൻ അറിയാമല്ലോ. അപ്പോൾ ആരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. F ആദ്യം എടുക്കുക, ഇറക്കുക, ലെൻസ് വരക്കുക. നെക്സ്റ്റ് പരിപാടി എന്താ? നിങ്ങൾ പറയും നെക്സ്റ്റ് പരിപാടി എന്താ? നമുക്കറിയാം ഈ കോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകത എന്താ?
കോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകത എന്താ? ഓൻ്റെ എഫ് എന്ന് പറഞ്ഞാൽ വലത്തേ ഭാഗത്തല്ല. നോക്കിക്കോ, നമ്മൾ പൊതുവേ കോൺവെക്സ് ലെൻസ് എന്താ ചെയ്യൽ? കോൺവെക്സ് ലെൻസ് എന്താ ചെയ്യൽ? ഇവിടെ നിന്ന് അങ്ങോട്ട് എഫ് കൂടി വരക്കലല്ലേ? അത് കോൺവെക്സ് ആവുമ്പോൾ, കോൺകേവ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ എഫ് കൂടി ഇങ്ങനെ കുത്തിട്ട് അങ്ങോട്ടാണ് നീട്ടി വരക്കേണ്ടത്. അഥവാ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് വലത്തേ ഭാഗത്താണെന്നുണ്ടെങ്കിൽ, അങ്ങോട്ട് വലത്തേ ഭാഗത്താണെന്നുണ്ടെങ്കിൽ കോൺകേവ് ലെൻസിന് എങ്ങോട്ടേക്കരം ഇടത്തേ ഭാഗത്തുകാർക്ക് ഉണ്ടാവുക. അത് പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ ആൻസർ ചെയ്യാൻ. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഉണ്ടാവുക? ഇവിടെ എന്ത് ചെയ്യുക? ഡോട്ട് ഇട്ട് വരക്കുക. നെക്സ്റ്റ് പരിപാടി എന്താ? നെക്സ്റ്റ് ഈ കൂടി വരക്കേണ്ടത്. നെക്സ്റ്റ് എന്ത് കൂടിയും പോവുക? ഈ ഓ കൂടിയും കടത്തി വിടുക. നമ്മൾ സാധാ വരക്കണ പോലെ തന്നെ. ബാക്കി എന്ത് ചെയ്യുക? നേരെ കടത്തി വിടുക. ഈ കൂടെ ഓ കൂടി തന്നെ കടത്തി വിടുക. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക എഫിൻ്റെ ഇത് കറക്റ്റ് വരക്കണുണ്ടോ? ഞാൻ വരച്ചപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കറക്റ്റ് ഈ കൂടി തന്നെ പോകണം, ഈ ഓ കൂടി തന്നെ പോകണം. ഓക്കെ, നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടും. കറക്റ്റ് നിങ്ങൾ സ്കെയിൽ വെച്ച് വരച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടും. എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലായിട്ട് നമുക്കിവിടെ ആൻസർ കിട്ടും. പ്രശ്നമുണ്ടോ മക്കളെ? എഫിൻ്റെ ലെൻസിൻ്റെ ഇടയിൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് വരച്ചൂലടാ. അവിടെ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണുണ്ടോ? ഇവിടെ എന്താണ് കിട്ടിയത്? ഇമേജാണ് കിട്ടിയത് എന്നുള്ളത് അടയാളപ്പെടുത്തണം. പ്രശ്നങ്ങളുണ്ടോ? അതൊക്കെ വരക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ആരോ മാർക്ക് ഇടാൻ മറക്കരുത്. ആരോ മാർക്കും കൂടി ഇട്ട് വെക്കുക. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് ഈ ബാക്കി നമുക്ക് 7ാമത്തെ ക്വസ്റ്റിന് നോക്കി നോക്കാം. ഈ 7ാമത്തെ ക്വസ്റ്റിന് ഞാൻ നിങ്ങൾക്ക് എക്സാമിന് മുമ്പായിട്ട് ക്ലാസ് കൂടിയൊക്കെ ഒരുപാട് തവണ വന്ന് പറഞ്ഞ ക്വസ്റ്റിനാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ മാറ്റം വന്നൊരു ക്വസ്റ്റിനായിരുന്നത് അല്ലേ? ലെറ്റേഴ്സ് സക്സസിലെ നമ്മൾ ഏത് ചാപ്റ്റർ ഏതാ? 1ാമത്തെ പാഠം. 1ാമത്തെ പാഠത്തിൽ ലെറ്റേഴ്സ് സക്സസിലെ 25ാമത്തെ പേജിലുണ്ടാവും ഒരു ക്വസ്റ്റിന്. 2ാമത്തെ ക്വസ്റ്റിന് അത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലേക്ക് നോക്കുമ്പോൾ ആ ക്വസ്റ്റിൽ എന്തുണ്ട്? ചെറിയൊരു വ്യത്യാസം വരുത്തിക്കണം. നിങ്ങൾ കണ്ടിരുന്നോ? അതായത് അവിടെ എന്താ ഉണ്ടായിരുന്നത്? ഇത് പഴയ ടെക്സ്റ്റ് ബുക്ക് 120 കിലോ ഹെർട്സ് എന്നാണ്. ഈ 120 കിലോ ഹെർട്സ് നിന്ന് 2 ഫ്രീക്വൻസി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അവർ. അത് ശ്രദ്ധിക്കണം കേട്ടോ. 2 ഫ്രീക്വൻസി ഉണ്ട്. ആ 2 ഫ്രീക്വൻസി വന്നാൽ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഫസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മെത്തേഡ് ഈ മോഡൽ നോക്കാം. ഞാൻ അപ്പോൾ വെറുതെ എവിടുന്നേലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയതല്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വെച്ചുകൊണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആ മോഡൽ തന്നെ തന്നിക്കാണ്. ഇപ്പോൾ ലെറ്റേഴ്സ് സക്സസിൽ പഠിക്കാണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? ഞാൻ ഒന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തിക്കാണ്ട് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് തന്നു. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാൽ ആ ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളത് എന്ത് ചെയ്യുക? വൃത്തിക്ക് നമ്മൾ എഴുതിയെടുക്കുക അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഒരു ജീവിക്ക് 30 ഹെർട്സ് മുതൽ 18 കിലോ ഹെർട്സ് വരെയുള്ള ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും. വായുവിലെ ശബ്ദത്തിൻ്റെ വേഗത 360 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ആ ജീവിക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരമാവധി തരംഗദൈർഘ്യം കണ്ടെത്തുക. അപ്പോൾ നമുക്ക് തന്ന സാധനങ്ങൾ എഴുതിയേക്കാം. ഫ്രീക്വൻസി ആവൃത്തി തന്നിരിക്കുന്നത് എത്ര? 30 ഹെർട്സ് മുതൽ 18 കെ ഹെഡ്സ് ആട്ടോ, അഥവാ 18 കിലോ, 18,000 ഹെഡ്സ്. പിന്നെന്താ പറഞ്ഞിരിക്കണേ? വെലോസിറ്റി തന്നിരിക്കണം. വെലോസിറ്റി എത്ര? 360 മീറ്റർ/സെക്കൻഡ്. പിന്നെ തന്നിരിക്കണം എന്താടാ? തരംഗദൈർഘ്യം പരമാവധി അല്ലേ? പരമാവധി അല്ലെങ്കിൽ കൂടുതൽ എന്നൊക്കെ കാണാൻ പറഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞിരുന്നത്? വെറും ലാംഡ എന്ന് ഇടാൻ പാടില്ല. എന്ത് ഇടണം? ലാംഡ മാക്സ്. അല്ലെങ്കിൽ കുറവാണെങ്കിലോ ലാംഡ മിനിമം. അപ്പോൾ മാക്സ് ആണെന്നുണ്ടെങ്കിൽ MAX എന്നുള്ള ഈ രൂപത്തിൽ എന്ത് ചെയ്യണം? ഞാൻ എഴുതണം എന്നുള്ളത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? തന്ന സാധനങ്ങൾ എല്ലാവരും വൃത്തിക്ക് എഴുതിയെടുക്കുക. അപ്പോൾ എഫ് തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്, ലാംഡ തന്നിട്ടുണ്ട്, ലാംഡ മാക്സ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതാണ് കാണാൻ പറഞ്ഞത്. അപ്പം ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇവിടെ ചെയ്യുമ്പോൾ നമുക്കിത് 3 പാട് വെച്ചിട്ടുള്ളൊരു ഇക്വേഷനൊക്കെ നമുക്കറിയാം. ഏതാ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഏത് ചെയ്യുന്നു? V = F × ലാംഡ അല്ലേ? നമ്മൾ പഠിച്ചതാണ്. V = F × ലാംഡ എന്നുള്ള ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ? ലാംഡയാണ് കാണാൻ പറഞ്ഞത് നമുക്കറിയാം അല്ലേ? ലാംഡയാണ് കാണാൻ പറഞ്ഞത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 2 ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ? നോക്കി നോക്കാം. വെലോസിറ്റി ഇവിടെ ഒന്നുള്ളൂ. വെലോസിറ്റി എത്ര? 360. ഫ്രീക്വൻസി എത്ര തന്നിരിക്കണേ? 30 മുതൽ 18 കിലോ ഹെർട്സ്. അപ്പോൾ ഇതിൽ ഏതാ എടുക്കേണ്ടത് എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് വരും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എടാ നോക്കാം. ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞ സാധനം എന്താണ്? സ്ഥിരമാണ്. അപ്പോൾ അതിന് ഒറ്റൊരു വിലയുള്ളൂ. അതിന് വേറെ വില ഒന്നും കൊടുക്കാൻ പറ്റില്ല. ആ കാര്യം മാത്രം 360. അപ്പോൾ ഇവൻ എന്താണ്? ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അഥവാ പഠിച്ചു വെച്ചു. ഇവിടെ എന്താണ്? ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അഥവാ അവിടെ എന്താണ്? അത് മാറാനൊരു വഴിയില്ല. അത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു വിലയും കൊടുക്കാൻ പറ്റില്ല. സ്ഥിരമാണ്, സ്ഥിരാങ്കാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ലാംഡ നമ്മളോട് കാണാൻ പറഞ്ഞത് ലാംഡ മാക്സിമം അല്ലേ? അഥവാ ഏറ്റവും കൂടിയ ലാംഡയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. എടാ മനസ്സിലാക്കി വെച്ചോ. ലാംഡ മാക്സ് ആണ് കാണാൻ പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോട്ടോ, ലാംഡ മാക്സ് ആണ് കാണാൻ പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ലാംഡ കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ള വാല്യൂ എടുക്കണം. മനസ്സിലാക്കി വെച്ചിട്ടോ. ലാംഡ മാക്സിമം കാണണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ളത് എടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒന്നും നോക്കാനില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? V = F ലാംഡ അല്ലേ? അല്ലെങ്കിൽ പഠിച്ചു വെച്ചോട്ടോ. നമുക്ക് ഓണം എക്സാമിന് SSLCക്കാർക്ക് ഓണം എക്സാമിന്
എക്സാമിന് ഫിസിക്സിൽ ഈ രണ്ട് ഫ്രീക്വൻസി വെച്ച് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും ഫ്രീക്വൻസി കുറവുള്ളത് എടുത്താൽ മതി. കാരണം എപ്പോഴും നമ്മളോട് എന്ത് ചോദിക്കുള്ളൂ എന്നറിയോ, ലാംഡ പരമാവധി ലാംഡ മാക്സിമം നമ്മളോട് കാണാൻ ചോദിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കി വെച്ചോ, രണ്ട് ഫ്രീക്വൻസി കണ്ടാൽ ഒരു കൺഫ്യൂഷനും വേണ്ട, ഏറ്റവും കുറവ് ഫ്രീക്വൻസി ആരാണോ അത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് കൊടുത്താണേ വി എന്ന് പറഞ്ഞാൽ എത്രയും 360 അല്ലേ, എഫ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കുറവ് ആരാ 30 ഹെഡ്സ് അല്ലേടാ. അപ്പോൾ 30 ഇൻറ്റു ലാംഡ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ലാംഡ മാക്സിമം. അപ്പോൾ അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്, ഈ ലാംഡ മാക്സിമത്തിന് ഒറ്റക്കാക്കുക. അപ്പോൾ നമുക്ക് എഴുതാം ലാംഡ മാക്സിമം ഈക്വൽ ടു 360 അപ്പോൾ നോക്കി നോക്കണം, ഈ ലാംഡനോട് ഒറ്റയ്ക്ക് വെച്ചാൽ 360 ഗുണിക്കാലത് അടിക്കാൻ പോകേണ്ടി വരുമല്ലേ. അപ്പോൾ എത്ര കിട്ടുക ബൈ 30, 0 പോയി 36/3 എത്ര കിട്ടുന്നുണ്ടാവുക, 3 3 1 6 എത്ര 2, അപ്പോൾ 12 മീറ്ററാണ് ഇവിടെ എന്ത് കിട്ടുക മക്കളെ ആൻസർ കിട്ടുക. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇതിനെല്ലാം ആൻസർ കിട്ടിയത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കൂട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോ, നമ്മോട് വി ഒന്ന് തന്നു, ഫ്രീക്വൻസി 2 തന്നു, ലാംഡ പരമാവധി മാക്സിമം കാണാൻ പറഞ്ഞാൽ പഠിച്ചു വെച്ചോ, 2 ഫ്രീക്വൻസി ഉണ്ടോ അതിൽ ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഏതാണോ അതെടുത്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇനി ഒരു രീതിയിലും ബുദ്ധിമുട്ടരുത്. കാരണം ഈ വർഷം എക്സാമിന് വളരെയേറെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഓണം എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഈ ഓണം എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി എല്ലാവരും ശ്രദ്ധിച്ചു. അത് അവിടെ തന്നിട്ടുണ്ട് അല്ലേ, ലേറ്റസ്റ്റ് അസസ് വിലയിരുത്താൻ എന്നുള്ള ഭാഗത്തിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് നമ്മളോട് ചോദിച്ചതായിരുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ഒന്നാമത്തെ പാഠത്തിൽ തന്നെയാണ് ഈ ചോദ്യം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. നോക്കാം, സ്ക്യൂബ ഡൈവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അവിടെ നോക്കി നോക്കുക, ഇവിടെ സ്ക്യൂബ ഡൈവേഴ്സിലാണ് ദ സോണാർ സിഗ്നൽ സെൻഡ് ഫ്രം എ സ്ക്യൂബ ഡൈവർ റിട്ടേൺ ആഫ്റ്റർ റിഫ്ലക്റ്റിംഗ് ഓഫ് ആൻ ഒബ്സ്ട്രക്കിൾ 0.5. If the speed of sound water is 1500 meter per second, how far away is the obstacle? നോക്കി നോക്കാം, ഒരു സ്ക്യൂബ ഡൈവർ അയച്ച സോണാർ സിഗ്നൽ ഒരു തടസ്സത്തിൽ തട്ടി പ്രതിഫലിച്ച് 0.5 സെക്കൻഡ് കഴിഞ്ഞ് തിരികെ എത്തി. ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗം 1500 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ തടസ്സം എത്ര ദൂരെയുണ്ട്? എടാ, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഫിസിക്സിൽ നിങ്ങൾ എങ്ങനെ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്ന സാധനങ്ങൾ വൃത്തിക്ക് എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇക്വേഷൻ നമുക്ക് അവിടുത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്ന സാധനങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കുക, ഇവിടെ എന്താ തന്നിട്ടുള്ളത്, T= നമുക്ക് തന്നിട്ടുണ്ട് 0.5 സെക്കൻഡ്. ശരിയല്ലടാ, ഈ 5ഉം 0 ഉണ്ടല്ലോ, മാറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അത് കുറച്ച് വിട്ടിട്ട് എഴുതേണ്ടതാവും, നന്നാവുക. പിന്നെ അതേപോലെ എന്താ ചെയ്യേണ്ടത്, വി എന്ന് പറഞ്ഞാൽ എത്ര തന്നിരിക്കുന്നത്, വി ഒല് തന്നിരിക്കുന്നത് എത്ര 1500 അല്ലേ തന്നിട്ടുള്ളത്, 1500 മീറ്റർ പെർ സെക്കൻഡ്. നമ്മളിവിടെ എന്താ ചോദിച്ചതടാ, എല്ലാവരും നല്ല രീതിയിൽ ചോദിച്ചു നോക്കണം, വായിച്ചു നോക്കണേ. ഇവിടെ സംഭവം എന്താ അറിയോ, ഒരു സോണാർ സിഗ്നൽ ഉണ്ട്. സോണാർ സിഗ്നൽ നമുക്കറിയാം, എപ്പോഴും ഇവിടുന്ന് വിടാം. എടാ, കപ്പലിൽ നിന്നല്ലേ സോണാർ സിഗ്നൽ വിടാം, അഥവാ കപ്പലാവട്ടെ അവിടെ വിട്ടിട്ട് എന്താ കൂടെ അൾട്രാസോണിക് തരംഗം വിട്ടിട്ട് അതിൻ്റെ കടലിൻ്റെ എത്ര ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയാനാണ് നമ്മൾ സോണാർ സിഗ്നൽ ഉപയോഗിച്ചിരുന്നത് അല്ലേ. സ്ക്യൂബ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ നീന്തൽ വിദഗ്ധരാ, ഓലെ വിളിക്കുന്ന പേരാണ് സ്ക്യൂബ ഡൈവേഴ്സ്. മറ്റേ ഓലെ കൈയൊക്കെ കണ്ടില്ല, കൈയും കാലൊക്കെ എന്നിട്ട് താറാവിൻ്റെ പോലെ ആ രീതിയിലൊക്കെ ആക്കിയിട്ട് നല്ല രീതിയിൽ ആയത്തിൽ നീന്താനൊക്കെ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സ്ക്യൂബ ഡൈവേഴ്സാണ് എന്ത് വിട്ടത്, കപ്പലിൽ നിന്ന് ഈ സോണാർ തരംഗം വിട്ടിട്ട് 0.5 സെക്കൻഡിന് ശേഷം തിരിച്ചെത്തി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കപ്പൽ ഇവിടെയാണ്, നോക്കാം, കപ്പൽ ഇവിടെ മുങ്ങിക്കപ്പലേക്കൂടെ, കപ്പൽ ഇവിടെയാണ്, ഒബ്സ്റ്റക്കിൾ ഇവിടെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വരാൻ ഒരിക്കൽ എത്ര സെക്കൻഡ് സമയം എടുത്തു എന്നാണ് പറഞ്ഞത്, 0.5. അപ്പോൾ നോക്കി നോക്കടാ, കപ്പലിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം നമ്മൾ എത്ര എടുക്കുക, D ആണ് എടുക്കുക. തിരിച്ച് അവിടേക്ക് പോകാൻ എത്ര ഗ്രാം, അടിക്ക് ഡിയും മേലേക്ക് ഡിയും, അപ്പോൾ 2D. പക്ഷെ ഇവിടെ ചോദ്യം നോക്കി നോക്കുക, തടസ്സം എത്ര ദൂരെയാണെന്ന് മാത്രമല്ലേ ചോദിച്ചത്, നമുക്കറിയാം D ദൂരം മാത്രം കണ്ടെത്തിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്കറിയണം എക്കോൻ്റെ അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ ഏതൊക്കെ വരിക, V= നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇല്ലേ, V= 2 × d/t. നമ്മൾ പഠിച്ചൊരു ഇക്വേഷനാണ് അല്ലേ, അത് പഠിച്ചു വെക്കണേ. V= 2 × d/t. ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ എത്ര തവണ കണ്ടതാണ്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിച്ചതാണ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 24 ഇതാ, പേജ് നമ്പർ 24 ഇതാ, ഒരു ക്വസ്റ്റ്യൻ ഇതാ അവിടെ സോണാർ എന്നൊക്കെ പറഞ്ഞാൽ സോണാർ തന്നെ വെച്ചാൽ നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പേജ് നമ്പർ 22 ഇതാ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഒരുപാട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വെച്ച് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് കുറേ ടഫാക്കിയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യനെ ചെറിയൊരു വ്യത്യാസപ്പെടുത്തിയിട്ട് ഞാൻ ചോദിച്ചു. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ പലരും ഇത് ചെയ്തിട്ടുണ്ട്. എന്നാലും ചിലവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചെയ്തതിൻ്റെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് തന്നെ നോക്കുക കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചോ, നമ്മൾ കാണാൻ പറഞ്ഞത് D അല്ലേടാ. D കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡീനെ ഒറ്റക്കാക്കുക അല്ലേ. അപ്പോൾ ഡീനെ ഒറ്റക്കാക്കുമ്പോൾ എന്താ കിട്ടുന്നുണ്ടാവുക, ഡീനെ ഒറ്റക്കാക്കിയാൽ ഡീൻ്റെ അടുത്ത് ഗുണിക്കാനുള്ള 2 അങ്ങോട്ടും പോവും, T എന്തും ചെയ്യും, മുകളിലോട്ട് കയറുകയും ചെയ്യും. അപ്പോൾ എന്താ കിട്ടുന്നുണ്ടാവുക, T = V × T/2. എടാ, V എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് എത്ര 1500, T എന്ന് പറഞ്ഞാൽ എത്ര
0.5/2 എന്നല്ലേടാ. ഇത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം കേട്ടോ മക്കളെ. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. എടാ ഞാൻ ചെയ്യണം എന്താ അറിയോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് 0.1 പറഞ്ഞാൽ 1/10 അല്ലേ. അപ്പോൾ ആ രീതിയിൽ 0.5 എന്ന് പറഞ്ഞാൽ എത്ര ഏക്കരം നോക്കി നോക്കാം. 0.5 എന്ന് പറഞ്ഞാൽ എത്ര ഏക്കരം? 5/10. ഒന്നെങ്കിൽ വേഗം ചെയ്യട്ടോ, ഞാനിതൊരു മെത്തേഡ് പറഞ്ഞത് മാത്രം. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് 0 തന്നെ ക്യാൻസൽ ചെയ്യാം. 1500 × 5/10 × 2. അപ്പോൾ ഈ 0 പോയി. ഇത് രണ്ട് ചെയ്താൽ എത്ര കിട്ടുക? 15ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര ഏക്കരം കിട്ടുന്നുണ്ടാവും നോക്കി നോക്കടാ. ഇത് നമ്മൾ ചെയ്യുമ്പോഴേ ഒന്നെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കടാ. ഈ 0.5 എന്ന് പറഞ്ഞാൽ അരാന്നല്ലേ അർത്ഥം. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്താ അവിടെ നിന്ന് ചെയ്യാൻ പറ്റുക? 1500 × 0.5 എന്ന് പറഞ്ഞാൽ അരല്ലേ, അടിയിൽ ആൾറെഡി ഒരു 2 ഉണ്ട്. 1500/2, അടിയിൽ വേറെ 2 ഉണ്ട്. അപ്പോൾ ഇതെത്ര കിട്ടുക? 750 × 1/2 പറഞ്ഞാൽ എന്തെന്നെ ചെയ്യണ്ടേ? 750ൻ്റെ പിന്നെയും പകുതി എടുക്കുക. 750ൻ്റെ പകുതി എടുത്താൽ എത്ര കിട്ടുന്നുണ്ടാവുക? 375 കിട്ടുന്നുണ്ടാവുക. പ്രശ്നമുണ്ടോ മക്കളെ? 300 എത്ര കിട്ടുക? 375 കിട്ടും. മനസ്സിലായോ? നിങ്ങൾക്ക് പല രീതിയിൽ പല മെത്തേഡ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇവിടെ തന്നെ നോക്കാം. ഈ ഒരു സാധനം ഇങ്ങനെ ചെയ്യാം. 1500 × 0.5/2 എന്നല്ലേ. ഇവിടെ തന്നെ ഈ 0 ഈ ക്യാൻസലും ചെയ്താണ് ഇവിടെ എന്ത് ചെയ്താൽ 150 × 5/2 നെയ്താം. രണ്ട് ചെയ്താൽ എത്ര കിട്ടുന്നുണ്ടാവുക? 75 അല്ലേ. 75 × 2 പറഞ്ഞാൽ എത്ര കിട്ടുക? നമുക്കറിയാം എത്ര കിട്ടുന്നുണ്ടാവുക? 5 × 5 25. എത്ര കിട്ടും? 30 അഥവാ 375 മീറ്റർ എന്ന് അങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇക്വേഷൻ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കുണ്ട്. പലരും ഇക്വേഷൻ എഴുതണില്ല. ഇക്വേഷൻ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കുണ്ട്. ഇക്വേഷൻ എഴുതാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഫുൾ മാർക്ക് കിട്ടില്ല മക്കളെ. ശ്രദ്ധിച്ചു കേട്ടോ. വെറും ഒരു ആൻസർ എഴുതിയുണ്ടോ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഇത് നിങ്ങൾ എഴുതണം. അവിടെ നിങ്ങൾക്ക് പല രീതിയിൽ നോക്കാം. ഞാൻ ഇവിടെ തന്നെ 3 മെത്തേഡ് പറഞ്ഞു. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻസ്, നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് ചെയ്യാൻ പറ്റണത് അത് ചെയ്ത് ഒന്നുകൂടി സ്പീഡാക്കുക. അത് ചെയ്താൽ മതി. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യണമെന്നൊന്നും ആരും നിർബന്ധം പിടിക്കണില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ചെയ്ത് പഠിക്കുക. റെഡിയാണല്ലോ മക്കളെ? ഇതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കടാ. ഇവിടുത്തെ ഒരു ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നോക്കി നോക്കാം. ഇത് ഈ ക്വസ്റ്റ്യൻ തന്നെ. ജലത്തിനടിയിലുള്ള ഒരു ശബ്ദ സ്പന്ദനം ഒരു ഭിത്തിയിൽ തട്ടി പ്രതിഫലിക്കുന്നു. ജലത്തിൻ്റെ ശബ്ദവേഗം 1520 ആണെങ്കിൽ വ്യക്തമായി പ്രതിധ്വനി കേൾക്കുന്നതിന് ശബ്ദസ്രോതസ്സും പ്രതിഫലന ഭിത്തിക്കും ഇടയിൽ വേണ്ട ഏറ്റവും കുറഞ്ഞ അകലം എത്ര? അഥവാ അങ്ങനെ ചോദിച്ചാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് പറഞ്ഞാൽ ഡി ആ, ഏറ്റവും കൂടിയത് പറഞ്ഞാൽ അങ്ങോട്ട് ഡിയും ഇങ്ങോട്ട് ഡിയും 2D ആ. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ. ഏറ്റവും കുറഞ്ഞ അകലം എന്ന് പറഞ്ഞാൽ ഡി ആണ് കാണുന്നത്, ഏറ്റവും കൂടിയ അകലം എന്ന് പറഞ്ഞാൽ 2D ആണ് കാണുന്നത്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നോക്കി നോക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടുന്ന് ഈ എക്കോസിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ V = 2 × d/t തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. V = 2 × d/t ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയോടാ? നോക്കി നോക്കാം. ഇവിടെ എന്താ നോക്കി നോക്കാം. V തന്നിക്കണം, D കാണാനും പറഞ്ഞു, പക്ഷെ എന്ത് തന്നിട്ടില്ല? T തന്നിട്ടില്ല. പക്ഷെ ഇത് പറഞ്ഞിക്കണമല്ലേ എക്കോ കേൾക്കണമെങ്കിൽ എന്നല്ലേടാ പറഞ്ഞിക്കണേ. എക്കോ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ മിനിമം എത്ര സെക്കൻഡാണ് നമുക്ക് ശ്രവണ സ്ഥിരതായിട്ട് നമ്മൾ പഠിച്ചിക്കണമല്ലോ. നോക്കി നോക്കടാ. പേജ് നമ്പർ നമ്മൾ പഠിച്ചിക്കണം. എത്രാമത്തെ പേജിലായിരുന്നു ഇത്? ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പേജ് നമ്പർ എത്ര അറിയോ? 21ാമത്തെ പേജിൽ നമ്മൾ പഠിച്ചിരിക്കണേ ശ്രവണാനുഭവം, ശ്രവണ സ്ഥിരത എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? എത്രയാണ്? 1/10 സെക്കൻഡ് സമയമാണ്. 1/10 പറഞ്ഞാൽ എത്ര നമ്മൾ പറഞ്ഞിരിക്കണം? 1/10 പറഞ്ഞാൽ എത്ര? 0.1 സെക്കൻഡാണ്. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ. നമുക്ക് എക്കോൻ്റെ ക്വസ്റ്റ്യനിൽ ടി പൊതുവേ അവർ തരും. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടത് ഒരു എക്കോൻ്റെ ക്വസ്റ്റ്യനിൽ ടി പൊതുവേ എന്ത് ചെയ്യും? എല്ലാവരും തരും. തന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്തെടുക്കുക? 1/10 എന്ന് എടുക്കാം, ഓർ അല്ലെങ്കിൽ എന്തെടുക്കാം? 0.1 എന്ന് എടുക്കാം. അതിൽ ഏത് വാല്യൂ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഏത് മെത്തേഡിലാണോ ചെയ്യണത് അതനുസരിച്ച് സുഗമപ്രദമായിട്ടുള്ള ഏത് ചെയ്യുക ഒരു വാല്യൂ നിങ്ങൾ തിരഞ്ഞെടുക്കുക. റെഡി ആണല്ലോ മക്കളെ? അപ്പോൾ ഈ കാര്യം വെച്ചുകൊണ്ട് വേണം ഈ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ നോക്കാം. ഡി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഡീനെ ഒറ്റക്കാക്കുമ്പോൾ നമ്മൾ പൊതുവേ തൊട്ട് മുന്നേ ചെയ്ത് ഇക്വേഷൻ ഇല്ല. ഇക്വേഷൻ തന്നെ എടുത്താൽ അതെന്താ? ഡീനെ ഒറ്റക്കാക്കി നമുക്ക് എന്താ കിട്ടിയത്? V × t/2 അല്ലേ. ആ ഇക്വേഷൻ തന്നെ ആക്കുക. നമുക്കറിയാമല്ലോ. ഇവിടുന്ന് ഇപ്പോൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ഡീനെ ഒറ്റക്കാക്കിയാൽ എന്താ കിട്ടുക? V അങ്ങോട്ട് പോകും അല്ലേ. V ആൾറെഡി അവിടെ ഉണ്ട്. T അങ്ങോട്ട് പോകും. /2 ഉണ്ടാവും. നമുക്ക് കൊടുത്താലോ? V എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര തന്നിക്കണം? V എന്ന് പറഞ്ഞാൽ എത്ര തന്നിക്കണടാ? V തന്നിക്കണോ? എത്ര തന്നിക്കണേ? 1520 ആണെന്നല്ലേ പറഞ്ഞിരിക്കണത്. നമ്മൾ എന്ത് ചെയ്താൽ 1520 × T തന്നിട്ടില്ല, നമ്മൾ കൊടുത്തു. T എന്ന് പറഞ്ഞാൽ എത്ര? 1/10 ആൾറെഡി അവിടെ എന്തുണ്ട്? 2 ഉണ്ട്. ഈ 0 പോയി. ഈ 152ൻ്റെ നേരെ പകുതി എടുത്താൽ പോരെ, കാരണം ഒന്നൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി. 152 പകുതി പറഞ്ഞത് എത്ര? 15ൻ്റെ പകുതി എത്ര? ആ 15ൻ്റെ പകുതി എത്ര? 7.5. അതിൻ്റെ പകുതി എടുത്താൽ എത്ര കിട്ടുന്നുണ്ടാവുക? നമുക്കറിയാം ഇവിടെ 1 നല്ല കിട്ടുന്നുണ്ടാവുക. അതവിടെ കറക്റ്റ് ആൻസർ എത്ര കിട്ടുന്നുണ്ടാവുക? പറഞ്ഞു. കറക്റ്റ് ആൻസർ എത്ര കിട്ടുന്നുണ്ടാവുക? പറഞ്ഞൂടെ? 76 മീറ്റർ എന്ന് അവിടെ കിട്ടുന്നുണ്ടാവുക കേട്ടോ. മനസ്സിലാക്കി വെക്കുക. 76 മീറ്റർ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതേ 152ൻ്റെ നേരെ പകുതി എടുത്താൽ എത്ര കിട്ടുക? 76 മീറ്റർ. മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നേരെ അത് ചെയ്യണമെന്നില്ല. നേരെ 152 പകുതി എത്ര ആലോചിച്ചാൽ മതി. എത്ര കിട്ടുക? 76 മീറ്റർ. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യേണ്ടത്.
ഓക്കെ മക്കൾ, അപ്പോൾ ഈ ക്വസ്റ്റിനും കിട്ടിയില്ലേ? ഓക്കെ, ഇനി നോക്കി നോക്കടാ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വന്നിട്ട് നോക്കി നോക്കാം. ഈ ക്വസ്റ്റിനാണതേ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. അതേപോലത്തെ ഒരു ക്വസ്റ്റിനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് നോട്ടിക്ക് നമ്മൾ ചെയ്തൊരു ക്വസ്റ്റിനാണ്. ടീ തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിപ്പിച്ച ക്വസ്റ്റിനാണ്. അപ്പോൾ നോക്കി നോക്കാം, അത് സൂം ചെയ്തതിന് നമുക്ക് കിട്ടും. ഈ ക്വസ്റ്റിൽ തന്നെ 1480 ഇവിടെ വി തന്നിക്കണേ. ഇവിടെ എന്ത് തന്നിട്ടില്ല? ടൈം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര എടുക്കണം? ഒന്നെങ്കിൽ 1/10 എടുക്കുക, ഓർ 0.1 എടുക്കുക കേട്ടോ. ഏതും എടുക്കുക. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്തുമ്പോഴേ യൂണിറ്റ് ഇട്ടില്ലേ നോക്കണം കേട്ടോ. 76 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 375 മീറ്റർ എന്ന് കേട്ടോ. അപ്പോൾ ഏതാണ് യൂണിറ്റ് ഇടാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു രീതിയിൽ മറക്കരുത്, കാരണം മാർക്ക് വെറുതെ കളയരുത്. നോക്കാം, എല്ലാവരും ശ്രദ്ധിച്ചോ കേട്ടോ, എല്ലാവരും നോക്കിക്കോ. 9ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിനി പറയണത്. ഈ 9ാമത്തെ ക്വസ്റ്റിന് പ്രത്യേകത എല്ലാവർക്കും അറിയാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എടുക്കാത്ത ഭാഗത്ത്, അഥവാ സ്കാറ്ററിങ്ങിൻ്റെ ഭാഗത്ത് നിന്നാണ് തോന്നുന്നുണ്ട് ഈ ക്വസ്റ്റ്യനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ 3ാമത്തെ പാഠത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വരെയാണ് ഓണം എക്സാമിന് നമുക്ക് പൊതുവായിട്ട് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമായിരുന്നു സ്കാറ്ററിങ്. അപ്പോൾ സ്കാറ്ററിങ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ നമ്മൾ പിൻവലിച്ചങ്ങാണ്ട് വേറൊരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് തന്നത് അല്ലേ. ആ ടൈമിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരുന്നു. 9ാമത്തെ ക്വസ്റ്റ്യന് വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ആ ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മക്കളെ ഒന്ന് വായിച്ചു നോക്കാം. എ ചൈൽഡ് എ ഇൻ എ റൂം of length 10 meter and another child B in a room of length 40 meter. Both of them made a loud sound in their respective rooms. Who will hear an echo? Why? നോക്കിയോക്കാം, 10 മീറ്റർ നീളമുള്ള ഒരു മുറിയിൽ എ എന്ന കുട്ടിയും 40 മീറ്റർ നീളമുള്ള മറ്റൊരു മുറിയിൽ ബി എന്ന കുട്ടിയുമാണ് ഉള്ളത്. അവർ രണ്ടുപേരും അവരുടെ മുറിയിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. ആർക്കാണ് പ്രതിധ്വനി കേൾക്കാൻ കഴിയുക? എന്തുകൊണ്ട്? ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യുക? ഒരുപാട് പേരൊന്നും ചെയ്തിട്ടില്ല, ഒരുപാട് പേരൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ കുറച്ച് പേരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണത്, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് വെറുതെ ഒരു ക്വസ്റ്റ്യൻ തെറ്റായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തരില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പഠിച്ച ഭാഗത്ത് നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ചിരിക്കുക. ഇതൊക്കെ അവസാനം ചെയ്യേണ്ടത്, കാരണം പെട്ടെന്ന് ചിലപ്പോൾ കിട്ടണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി എടുക്കണത് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എന്തുമായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണത് എക്കോ വെച്ച് കണ്ടല്ലേ ചോദിച്ചിരിക്കണതാ. എക്കോ വെച്ചാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാ? എക്കോൻ്റെ ഇക്വേഷൻ ഏതാ? നമുക്കറിയാം, V = നമ്മൾ പഠിച്ചിട്ടുണ്ട്, V = 2 × d/t. നിങ്ങൾ ഇങ്ങോട്ട് ആലോചിച്ച് നോക്കുക. V ആണോ ചോദിച്ചിരിക്കുന്നത്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആരാണ് എക്കോ കേൾക്കുകയെന്നല്ലേ. അപ്പോൾ എക്കോ കേൾക്കണം എന്നുണ്ടെങ്കിൽ കൺസെപ്റ്റുകളൊക്കെ ഞാൻ ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, എക്കോൻ്റെ ഒപ്പം പഠിച്ച ഒരാളുണ്ടായിരുന്നല്ലോ. എക്കോൻ്റെ ഒപ്പം പഠിച്ചത് ആരാ? എക്കോയും ഉണ്ടായിരുന്നു, അതേപോലെ നോക്കുക അനുരണനം ഉണ്ടായിരുന്നു. എക്കോയും അനുരണനം അഥവാ പ്രതിധ്വനിയും അനുരണനവും, അഥവാ എക്കോയും റിവർബറേഷനും, അതേപോലെ മലയാളം മീഡിയം ആണെന്നുണ്ടെങ്കിൽ പ്രതിധ്വനിയും അനുരണനവും മെയിൻ വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ എക്കോയും അനുരണനവും മെയിൻ വ്യത്യാസം എന്താ? എക്കോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണത് എന്ത് ചെയ്യും? കറക്റ്റായിട്ട് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കേൾക്കാൻ കഴിയും അല്ലേ. പക്ഷെ അനുരണനം എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, ഒരു മുഴക്കം പോലെയൊക്കെ ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ബാത്റൂമിലാവട്ടെ നമ്മൾ പറയുമ്പോൾ അതിങ്ങനെ ഒരു മുഴക്കം പോലെ ഫീൽ ചെയ്യുന്നത് എക്കോ അല്ല, അതെന്താണ്? അനുരണനമാണ്, അഥവാ റിവർബറേഷനാണ്. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ, എക്കോ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി സൗണ്ട് കിട്ടും. അത് മാത്രമല്ല, അത് എവിടെ കിട്ടിയത്? മൗണ്ടെയിൻസിൽ, പിന്നെ വാലിയിൽ, അതേപോലെ എക്കോ പോയിൻറ്റ്സിലൊക്കെ അല്ലേ. അതെന്ന് പറഞ്ഞാൽ ഒരു മലയിൽ നിന്ന് മറ്റേ മലയിലേക്ക് നല്ല ദൂരം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കുന്നുമെന്ന് മറ്റേ കുന്നുമൊക്കെ നല്ല ദൂരം ഉണ്ടാവും. അവിടെ പോയിങ്ങാണ്ട് പ്രതിധ്വനി തിരിച്ച് കേൾക്കണം. അഥവാ മനസ്സിലാക്കി വെച്ചോ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്ത് കുറച്ച് അകലം കൂടുതൽ വേണം. എന്തിന്? എക്കോക്ക് അഥവാ പ്രതിധ്വനിക്ക്. പക്ഷെ അനുരണനത്തിന് അങ്ങനെയല്ല, റിവർബറേഷൻ അങ്ങനെയല്ല. അടുത്തടുത്താണെന്നുണ്ടെങ്കിലേക്ക് എന്ത് നടക്കുക? റിവർബറേഷൻ നടക്കുക, അഥവാ മുഴക്കം പോലെ ഫീൽ ചെയ്യല്ലേടാ വേണ്ടത്. മനസ്സിലാക്കി വെച്ചോ, റിവർബറേഷനാണോ എക്കോക്കാണോ കൂടുതൽ ദൂരം വേണ്ടത്? എക്കോക്കാണെന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ്. റെഡി അല്ലേടാ? എല്ലാവരും നോക്കിക്കോട്ടോ. നമ്മൾ ഈ പാഠത്തിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ 21ാമത്തെ പേജ് 22ാമത്തെ പേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 21ാമത്തെ പേജിൽ നമ്മൾ പഠിച്ചതാണ്. എക്കോ നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യനൊക്കെ വെച്ച് പറഞ്ഞതാണ്. സമയം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര എടുക്കണം? 1/10 എടുക്കണം, അഥവാ 0.1 സെക്കൻഡ് സമയം എടുക്കണം. അതാണ് ശ്രവണ സ്ഥിരത, ശ്രവണാനുഭവം. അതായത് ഒരു മനുഷ്യന്, ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ശബ്ദം കേട്ടാൽ ആ ശബ്ദം നമ്മൾ കാതിൽ ചെവിയിൽ എത്ര സെക്കൻഡ് സമയമാണോ നിൽക്കുക, ആ സെക്കൻഡ് സമയത്ത് വിളിച്ച പേരാണ് ശ്രവണാനുഭവം. അത് എത്ര ഉണ്ടാവുക? 0.1 അല്ലെങ്കിൽ 1/10 പറഞ്ഞ് പഠിച്ചതാണ്. അപ്പോൾ എക്കോ മിനിമം കേൾക്കണമെന്നുണ്ടെങ്കിൽ എത്ര സെക്കൻഡ് സമയം വേണം? 0.1 സെക്കൻഡ് സമയമെങ്കിലും ചെവിയിൽ നിൽക്കണം. റെഡി ആണല്ലോടാ? അല്ലെങ്കിൽ അത്ര സെക്കൻഡ് സമയമെങ്കിലും കേട്ടിട്ടാവണം അടുത്ത ശബ്ദം നമ്മൾ കേൾക്കേണ്ടത്. ഓക്കെ, അത്ര സെക്കൻഡ് സമയം കഴിഞ്ഞിട്ടാവണം അടുത്ത ശബ്ദം നമ്മൾ കേൾക്കേണ്ടത് ചെവിയിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അതൊരു മുഴക്കം പോലെ ഫീൽ ചെയ്യും. ഒന്ന് കേട്ട് ഒരു 0.1 സെക്കൻഡ് സമയമെങ്കിലും കഴിഞ്ഞിട്ടാവണം അടുത്തത് കേൾക്കേണ്ടത്. അപ്പോഴേ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഞാൻ ഹായ് പറഞ്ഞു അപ്പം തന്നെ വേറെ ഹായ് ആൾ ചെവിയിൽ വന്നാൽ ഒരു മുഴക്കം പോലെ ഫീൽ ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അതാണ് അവിടുത്തെ കൺസെപ്റ്റ്. അപ്പോൾ നോക്കാം, ഈ പേജ് നമ്പർ 22 പേജ് നമ്പർ 22 നിങ്ങൾ ശരിക്കും നോക്കിയാലോ നോക്കാം. ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ടോ?
പേജ് നമ്പർ 22 ഒരു പാരഗ്രാഫ് ഉണ്ടാവും. ആ പാരഗ്രാഫ് നിങ്ങൾ ശരിക്കും സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. പ്രതിധ്വനി കേൾക്കണമെങ്കിൽ പ്രതിപതന തലം ചുരുങ്ങിയത് 35 മീറ്ററിൻ്റെ പകുതിയായ 17.5 മീറ്റർ അകലെയായിരിക്കണം. മനസ്സിലാക്കി വെച്ചോ. പ്രതിധ്വനി കേൾക്കണമെങ്കിൽ 35 മീറ്ററിൻ്റെ പകുതിയായ 17.5, അത് മനസ്സിലാക്കി വെച്ചോ. പ്രതിധ്വനി കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? മിനിമം പഠിച്ചോ. പ്രതിധ്വനി കേൾക്കണമെങ്കിൽ മിനിമം എത്ര വേണടാ? 17.5 മീറ്ററിനേക്കാൾ കൂടുതലാണ്. നോക്കാം, പ്രതിധ്വന തലം 17.5 മീറ്ററിനേക്കാൾ കൂടുതലാണെങ്കിൽ അതേ ശബ്ദം വീണ്ടും തിരിച്ചു കേൾക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ എക്കോൻ്റെ മിനിമം ദൂരം എത്ര? 17.5. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കടാ. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ എന്താ പറയുക, ഒരു 10 സെക്കൻഡ് പോലും നിങ്ങൾക്ക് വേണ്ട, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കൺസെപ്റ്റ് വായിച്ചിട്ടില്ല, അറിയില്ല എന്നുണ്ടെങ്കിലോ ഓർത്തിട്ടില്ല എന്നുണ്ടെങ്കിലോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, എക്കോ ആയിട്ട് റിവർബറേഷൻ ആ ക്വസ്റ്റ്യനിലേ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ എടുക്കുന്നത് കുറേ ടൈം എടുത്തിട്ടാണ് എക്കോൻ്റെ റിവർബറേഷനൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഹായ് അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ അങ്ങനെ സൗണ്ടൊക്കെ ഉണ്ട്, ഹായും ഫായൊക്കെ വെച്ചാണ് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്തിട്ടില്ല എക്കോ എന്താണെന്ന് എഴുതി പോയിക്കല്ല, റിവർബറേഷൻ എന്താ എഴുതി പോയിക്കല്ല, ഹായും ഫായുമിലൊക്കെ പറഞ്ഞാൽ നമ്മൾ എക്കോൻ്റെ ആവട്ടെ റിവർബറേഷൻ ആവട്ടെ നല്ല രീതിയിൽ കൺസെപ്റ്റ് പറഞ്ഞു തന്നിട്ടാണ് നിങ്ങൾക്ക് എന്ത് തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മക്കളെ മനസ്സിലാക്കി നോക്കി, കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഫിസിക്സിന് ക്വസ്റ്റ്യൻ ടഫാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കുക, അവിടെ വേറൊരു നമ്പറും തന്നിട്ടില്ലല്ലോ, അപ്പോൾ കൺസെപ്റ്റാണ്, കൺസെപ്റ്റ് ആലോചിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ, എക്കോ ഇനി കേൾക്കണം എന്നുണ്ടെങ്കിൽ മിനിമം എത്ര വേണം? 17.5 മീറ്റർ ദൂരമെങ്കിലും വേണം. ഇനി നോക്കി നോക്കടാ, അപ്പോൾ ഒരു കുട്ടി എ എന്ന് പറഞ്ഞ കുട്ടി എത്ര മീറ്റർ ദൂരം അല്ലേ? 10 മീറ്റർ അല്ലേ? ബി എന്ന് പറഞ്ഞ കുട്ടിയോ 40 മീറ്റർ. എന്തായാലും 10 എന്ന് പറഞ്ഞാൽ 17.5 കുറവല്ലേ? അപ്പോൾ ആ കുട്ടിക്ക് എന്ത് കേൾക്കാൻ പറ്റൂല? എക്കോ കേൾക്കാൻ പറ്റൂല, മറിച്ച് എന്താ കേൾക്കാൻ പറ്റുക? റിവർബറേഷൻ അഥവാ മുഴക്കം പോലെ ഫീൽ ചെയ്യാണ് ചെയ്യുക, അഥവാ അനുരണനമാണ് ആ കുട്ടിക്ക് അനുഭവപ്പെടുന്നുണ്ടാവുക. പക്ഷേ രണ്ടാമത്തെ കുട്ടിക്കോ, ചിൽഡ്രൻ ബി എന്ന് പറഞ്ഞ കുട്ടിക്കോ അത് 40 മീറ്റർ ദൂരമില്ലേ, അഥവാ 17.5 മീറ്ററിനേക്കാൾ കൂടുതലായതുകൊണ്ട് അവിടെ ആ കുട്ടിക്ക് എന്ത് അനുഭവപ്പെടും? പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ അനുഭവപ്പെടും. മനസ്സിലായോ? അപ്പോൾ ഏത് കുട്ടിക്ക് അനുഭവപ്പെടുക? ചൈൽഡ് അല്ലേ? നമുക്കറിയാം ചൈൽഡ് ബി കേക്കിലും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ആൻസർ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. മിനിമം എത്ര വേണം? 17.5 മീറ്റർ എങ്കിലും വേണം ആണല്ലോ. ഇനി അതെങ്ങനെ കണ്ടെത്തി എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലോട്ട് കൊടുത്തുകൊണ്ടാ നോക്കി നോക്കാം. നമുക്കറിയാം ഈ വായുവിൽ നമ്മളൊക്കെ കുറേ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഈ ക്വസ്റ്റ്യനിലാവട്ടെ നോക്കാം, ഈ ക്വസ്റ്റ്യനിലാവട്ടെ ആ ക്വസ്റ്റ്യൻ എവിടെ നോക്കാം. വായുവിലെ ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ പഠിച്ചതാണത്, അത് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. 350 മീറ്റർ പെർ സെക്കൻഡാണ് എന്തെടുക്കുക? വായുവിലെ ശബ്ദവേഗം എടുക്കുക. ഈ കുട്ടികൾ നിൽക്കുന്നത് വെള്ളത്തിലുള്ള റൂമൊന്നുമല്ലല്ലോ, വായുവിലുള്ള റൂമല്ലേ. ഇപ്പോൾ മനസ്സിലാക്കി വെച്ചോ, വെള്ളത്തിലേക്ക് 350. ടി നമുക്കറിയാം, പൊതുവെ തരും, ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കുക? എത്ര എടുക്കുക? 1/10. ഞാൻ ഇക്വേഷൻ ഒന്ന് ഇട്ട് കൊടുക്കുക, V = 2 × D/T. ശരിയാണല്ലോ. അപ്പോൾ നോക്കി നോക്കുക, അത് വെച്ചാണ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കൊടുത്ത ഡി എത്ര കണ്ടെത്തിയാൽ മതി? ഡി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുണ്ടാവുക? V × T/2 അല്ലേ? വി എന്ന് പറഞ്ഞാൽ എത്ര? 350. ടി എന്ന് പറഞ്ഞാൽ എത്ര? 1/10. 2 അതേപോലെ കൊടുക്കുക, 0 0 ക്യാൻസൽ ചെയ്യാം. അഥവാ 35ൻ്റെ പകുതി എടുത്താൽ എത്ര കിട്ടും? 17.5. അപ്പോൾ മിനിമം ഡി കാണണമെന്നുണ്ടെങ്കിൽ അഥവാ എക്കോ കേൾക്കണമെന്നുണ്ടെങ്കിൽ എത്ര വേണം? 17.5 മീറ്റർ വേണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇനി മനസ്സിലാക്കിയില്ലേ? ഇതേപോലെ ക്വസ്റ്റ്യൻ വന്നാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യരുത്, ഒരു രീതിയിലും ആൻസർ തെറ്റിക്കരുത് മക്കളെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല കേട്ടോ. കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി നോക്കാം, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കടാ. ടു വ്യൂ ആൻ ഒബ്ജക്റ്റ് മാഗ്നിഫൈഡ് എ ലെൻസ് ഈസ് ടു ബി യൂസ്ഡ്. നോക്കി നോക്കാം, ഒരു ലെൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്ത് കാണണമെന്ന് പറഞ്ഞിട്ടോ. ഈ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. നല്ലോണം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. കാരണം നോക്കാം, ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് വ്യൂ കാണണമെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് ആ ഒബ്ജക്റ്റിനെ കാണണം എന്നാണ് പറഞ്ഞത്. നമുക്ക് എപ്പോഴും കാണേണ്ടത് നിവർന്ന സാധനമായിട്ടാണ്, അല്ല തലകീയായിട്ടൊന്നും കാണണമെന്നില്ല. നമ്മളൊരു ഒബ്ജക്റ്റിനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തല നിവർത്തായിട്ടാണ് കാണേണ്ടത്. അല്ല, നമുക്ക് എന്താ ചെയ്യേണ്ടത്? വ്യക്തമായിട്ട് ഇവിടെ വലുതായിട്ട് മാഗ്നിഫൈഡ് എന്ന് കൂടി പറഞ്ഞില്ല, മാഗ്നിഫൈ ചെയ്ത് കണ്ട് എന്ത് ചെയ്യണം? നമുക്ക് നേരെ ആയിട്ട് തന്നെ കാണണം. അപ്പോൾ നോക്കി നോക്കാം, അങ്ങോട്ട് ചോദിച്ചേക്കണേ, വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്? അത് നമ്മൾ ഏത് ലെൻസ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചേക്കണത്. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കും, നേരെ കാണണം എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഇറക്റ്റായിട്ട് അതല്ലേ നമ്മൾ ഇൻവേർട്ടഡ് പറഞ്ഞാൽ തിളകിയായത് അല്ലേ? അപ്പോൾ ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിവർന്നത്. അപ്പോൾ നിവർന്നതായിട്ട് ഇറക്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുറേ ആൾക്കാർ എന്ത് ചെയ്തിരിക്കും അറിയോ? കോൺകേവ് എഴുതിയേക്കും. മനസ്സിലാക്കി വെക്കുക, കോൺകേവ് ലെൻസ് മാത്രമല്ല ഇറക്റ്റ് ഉണ്ടാക്കുന്നത്. ഏത് ഉണ്ടാക്കിയെന്നോ? കോൺവെക്സ് ഉണ്ടാക്കിയെന്നോ അല്ലേ? കോൺവെക്സ് ഉണ്ടാക്കിയെന്നോ? അതെവിടെ വെക്കേണ്ടി വരിക? കോൺവെക്സ് ലെൻസ് മാഗ്നിഫൈഡ് ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെ വെക്കണം? എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കിയെന്നോ? മാഗ്നിഫൈഡ് ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? നോക്കി നോക്കാം, ഈ ചിത്രം ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. കോൺവെക്സ് ലെൻസ് എന്താ ചെയ്യുക? വലുതാക്കി കാണിക്കൂലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ അത് വരിക. നോക്കാം, ഏത് തരം ലെൻസാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്? എന്തിനാണ് കാട്ടേണ്ടത്? വസ്തുവിനെ വലുതായി കാണാനല്ലേ നമ്മൾ ഏത് ഉപയോഗിക്കണം? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണം. മനസ്സിലാക്കി വെച്ചോ, ഏത് ഉപയോഗിക്കണം?
കോൺവെക്സ് ഉപയോഗിക്കണം. ബി ഓപ്ഷൻ നോക്കുക, ബീൻ്റെ ആൻസർ എന്താ വരിക? ബി ആൻസർ ഇതാണ് ഈ ചിത്രം വരിക. ബീൻ്റെ ആൻസർ ഇതാണ് വരിക. നോക്കി നോക്കുക, പേജ് നമ്പർ 35 നമ്മൾ പഠിപ്പിച്ചിരിക്കണത്. പേജ് നമ്പർ 35 വ്യക്തമാക്കി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കി നോക്കുക, ഈ ലെൻസിൻ്റെ ഇടയിൽ എഫിൻ്റെയും ലെൻസിൻ്റെ ഇടയിൽ വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മാഗ്നിഫൈഡ് ആയിട്ടുള്ള എഫിൻ്റെയും 2Fൻ്റെ ഇടയിൽ നമുക്ക് എന്ത് കിട്ടും? ചിത്രം കിട്ടും. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ, നമുക്കൊരു വസ്തുവിനെ കാണുന്നുണ്ടെങ്കിൽ തല കീയായിട്ടല്ല കാണേണ്ടത്, വസ്തുവിനെ നിരീക്ഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് മനസ്സിലാക്കണം കേട്ടോ, മനസ്സിലാക്കണം. വസ്തുവിനെ നിരീക്ഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ വന്നാൽ എപ്പോഴും മനസ്സിലാക്കി വെച്ചോ, അത് മാഗ്നിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി വെച്ചോ അത് എവിടെ കിട്ടേണ്ടി വരിക? മിഥ്യയായിട്ടുള്ള നിവർന്നതായിട്ടുള്ള ചിത്രമാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ എവിടെ വെക്കണം? അവിടെ മനസ്സിലാക്കി വെച്ചോ, എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ വെക്കണം. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ട് ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ വെച്ചുകൊണ്ട് ആൻസർ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഡീറ്റെയിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരിലേക്ക് ഉണ്ടാവും ചിലപ്പോൾ, സാർ എഫിലൊക്കെ വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, എഫിലൊക്കെ വെച്ചാൽ നോക്കി നോക്കുകയും അതിങ്ങനെ വലിയൊരു ഇമേജ് ഇങ്ങനെ ഉണ്ടാവില്ല, അത് അനന്തതയ്ക്കൊക്കെ പോകില്ലേ, അതല്ലേക്കിற ഇപ്പോൾ വലിയ ഇമേജ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയേക്കണം, അവിടെ ഉണ്ടാണ് ഇമേജ് എങ്ങനെയൊക്കെ ഉണ്ടാവുക? തല കീയായതേക്കരടാ. തല കീയായതാണോ നമ്മൾ ഒബ്ജക്റ്റ് നോക്കുക? അല്ലെ, നമുക്ക് നിവർന്നതായി കണ്ടാണ് ഒരു വസ്തുവിനെ നിരീക്ഷിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്തായിട്ടാകുന്നത്? നമുക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചും കണ്ട് എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ വെക്കുന്ന രീതിയിൽ ആൻസർ കൊടുക്കേണ്ടത് കേട്ടോ. മനസ്സിലാക്കി വെച്ചോ, എഫിനും ലെൻസിനും ഇടയിൽ മനസ്സിലാക്കിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് ശരിക്കും കാണട്ടോ, വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, ഹലോ മക്കളെ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഇവിടെ നോക്കുക, കോൺവെക്സ് ലെൻസ് ആണ് പറഞ്ഞിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവേർഷൻ മെത്തേഡ് അല്ലേ, ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി പ്രകാരം നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നോക്കാം, ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ ഓരോന്ന് ഒപ്പം ഇങ്ങനെ എഴുതി പോകണം. ഫോക്കൽ ലെങ്ത് തന്നിക്കണം, അത് എത്രയാണ് നിൽക്കുന്നത്? 10 സെൻറ്റിമീറ്റർ. അതേപോലെ ഇപ്പോൾ പ്ലസ് മൈനസ് ആറുണ്ട. ഇനി നോക്കാൻ അതേപോലെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് അഥവാ വസ്തു HO എന്നല്ലേ കൊടുക്കുക, അത് എത്ര? 2 സെൻറ്റിമീറ്റർ. നമുക്ക് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് വസ്തുവിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചോ, HO അഥവാ 2 സെൻറ്റിമീറ്റർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സെൻറ്റിമീറ്റർ ആണ്, മീറ്റർ അല്ല, സോറി ഞാൻ അവിടെ ഇതിപ്പോൾ മാറി, സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ തന്നിക്കണേ? 2 സെൻറ്റിമീറ്റർ ഉയരമുള്ള വസ്തുവാണ് പറഞ്ഞിരിക്കണേ. പിന്നെ അതേപോലെ എന്താ തന്നിക്കണേ? ഓക്കെ, കേന്ദ്രത്തിൽ നിന്ന് അല്ലേ, പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ അകലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അഥവാ അവിടെ പറഞ്ഞു 15 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ലെൻസ്, അഥവാ വസ്തുവിൻ്റെ അകലെ നമ്മൾ എന്താ കൊടുക്കല്? ആദ്യം നമ്മൾ വെക്കുക വസ്തു അല്ലേടാ, പഠിച്ചു വെച്ചോ. എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റ് അല്ലേ വെക്കുക, വസ്തു അല്ലേ വെക്കുക, എന്നിട്ടല്ലേ ഇമേജ് കിട്ടുക. അപ്പോൾ ആദ്യം വസ്തു പിന്നെ ഇമേജ്, ആദ്യം വെക്കണത് U പിന്നെ വെക്കണത് V, ആൽഫബറ്റിക് പ്രകാരം UVW എന്നല്ലേ പറയാം. അപ്പോൾ ആദ്യം U പിന്നെ V, മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ U എന്ന് പറഞ്ഞാൽ അത് ആരേക്കരാം? 15 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞത്. ഇനി വേണം നിങ്ങൾ ആലോചിക്കാൻ. കോൺവെക്സ് ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി വെച്ചു, കോൺവെക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു, ഫോക്കസ് നമ്മൾ എവിടെ എടുക്കുക? പോസിറ്റീവ് ആക്കി എടുക്കുക. വലത്തെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഒക്കെ പോസിറ്റീവ്, ഇടത്തെ ഭാഗത്താണ് നെഗറ്റീവ്. ഒബ്ജക്റ്റിന് പിന്നെ കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും U എന്തേക്കരം എടുക്കുക? നെഗറ്റീവ് ഏക്കരം എടുക്കുക. പിന്നെ മുകളിലോട്ടല്ലേ ഒബ്ജക്റ്റ് ഉണ്ടാവുക, അഥവാ HO എന്തേക്കരം? പോസിറ്റീവ്. താഴോട്ടല്ലേ നമുക്ക് ഇനി കിട്ടുന്ന ഇമേജ്, അത് എന്തേക്കരം? നെഗറ്റീവ്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങോട്ട് വേണം ആൻസർ ചെയ്യാൻ. നോക്കി നോക്കാം. അപ്പോൾ ഫോക്കസ് നമ്മൾ എന്തെടുക്കണം? ഇവിടെ പോസിറ്റീവ് എടുക്കണം. മനസ്സിലാക്കുക കേട്ടോ. ഫോക്കസ് നമ്മളിവിടെ പോസിറ്റീവ് എടുക്കണം, HOയും പോസിറ്റീവ് എടുക്കണം. പക്ഷേ U എന്തേക്കരം? ഇവിടെ നെഗറ്റീവ് ഏക്കരം. അപ്പോൾ ഈ സൈൻ ഇടാണ്ട് കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. സൈൻ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഒന്നും കിട്ടില്ല കേട്ടോ. നമുക്ക് ഒരു മാർക്ക് ഇവിടെ കിട്ടില്ല. മനസ്സിലാക്കി വെക്കുക, സൈൻ ഇട്ടിട്ടേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വേണം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ. നമ്മളോട് എന്താ ചോദിച്ചു നോക്കി നോക്കുക, പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര? പ്രതിബിംബത്തിൻ്റെ ഉയരം കാണാനാണ് പറഞ്ഞേക്കണേ. അതിന് നമുക്ക് എത്ര മാർക്കാണ്? രണ്ടിനും പാടെ 2 മാർക്കാണ് അല്ലേ. അപ്പോൾ പ്രതിബിംബത്തിന് ഉയരം കാണാമെന്നുണ്ടെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചത്? HI എത്രയെന്നാണ് ചോദിച്ചത്. HIൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോടാ? HIൻ്റെ ഇക്വേഷൻ മാഗ്നിഫിക്കേഷൻ ആവർത്തനം ME HI/HO. അതേപോലെ വേറൊരു ഇക്വേഷനും കൊണ്ടിട്ടുണ്ട്, ME V/U HI/HO. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ, മനസ്സിലാക്കി വെച്ചോ. ME V/U HI/HO. ഇവിടെ മാഗ്നിഫിക്കേഷനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. നീ നോക്കിക്കോട്ടോ, എല്ലാവരും നോക്കിക്കോ. V എത്ര ഇവിടെ തന്നിക്കണോ? V നമ്മളോട് കാണണം. V തന്നിട്ടില്ല. നോക്കി നോക്കുക, B ക്വസ്റ്റ്യൻ അതേക്കരം. പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്തെല്ലാം എന്ന് പറയുമ്പോൾ പ്രതിബിംബത്തിന് കാണുന്നുണ്ടെങ്കിൽ V കാണണം. U നമുക്ക് തന്നിക്കണേ, HI കാണാൻ പറഞ്ഞിരിക്കണേ, HO തന്നിക്കണേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം മക്കളെ, മനസ്സിലാക്കി വെച്ചോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ എന്ത് ചെയ്യണം? F വെച്ചുകൊണ്ട് Fഉം അതേപോലെ Uവും വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം Vനെ കണ്ടെത്തണം. V നമ്മൾ ആദ്യം കണ്ടെത്തണം. ഇങ്ങോട്ട് അദ്ദേഹത്തിയിട്ട് വേണം ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ? HOനെ കണ്ടെത്താൻ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വെച്ചോ, V വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആദ്യം കാണാൻ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? V ആദ്യം കാണാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ V കാണാൻ ഇക്വേഷൻ ഏതാ? V കാണുന്നുണ്ടെങ്കിൽ Uവും Fഉം വെച്ചാണ്ട് ഇക്വേഷൻ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ചോദിച്ചോ, V കാണുന്നുണ്ടെങ്കിൽ UF/U+F. UF എന്ന് പറഞ്ഞാൽ U × F/U+F. U എത്രയെന്നാണ് പറഞ്ഞ ഇവിടെ?
-15 പറഞ്ഞേ. എഫ് എന്ന് പറഞ്ഞാൽ എത്ര? +10 ബൈ യു എന്ന് പറഞ്ഞാൽ എത്ര? -15 പ്ലസ് പിന്നെ ഇവിടെ എന്തുണ്ട്? +10. എന്ത് ചെയ്ത് നോക്കുക? എടാ മൈനസും പ്ലസും പാടെ ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? മൈനസും പ്ലസും ഗുണിച്ചാൽ എന്ത് കിട്ടുക? നമുക്കറിയാം ഫൈനൽ ആൻസർ -. 15 × 10 പറഞ്ഞാൽ എത്ര? 150 ബൈ. എടാ ഇവിടെ നോക്കി നോക്കാം. -15 + 10. -15 + 10 വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നത്തിലിട്ട് കൊടുക്കുക. അപ്പോൾ 15 ന്ന് 10 കുറച്ച് എത്രയാണ് കിട്ടുക? 5. സൈൻ എന്താ കൊടുക്കുക? വലുതായിട്ടുള്ള 15ൻ്റെ സൈനാണ് കൊടുക്കുക, അഥവാ -5. ഈ മൈനസും ഈ മൈനസും കിട്ടുക. അപ്പോൾ എത്ര കിട്ടുക? 15/5 150/5 എന്നല്ലേ? 15 എത്ര? 5 3. അപ്പോൾ എത്ര കിട്ടുന്നുണ്ടാവുക? +30. ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ പ്ലസ് ഇടണം കേട്ടോ, ഒന്നുമില്ലെങ്കിൽ ഒന്നും ഇടാതിരിക്കരുത്. അപ്പോൾ എന്തിടാ? +30 സെൻറ്റിമീറ്റർ എന്ത്? വി സി ഈക്വൽ ടു അപ്പോൾ എന്ത് കിട്ടി? +30 സെൻറ്റിമീറ്റർ. വി വെച്ച് കണ്ട് വേണം നമ്മൾ എന്ത് കണ്ടെത്താൻ? HI കണ്ടെത്താൻ. മനസ്സിലാക്കി വെച്ചോ? ഇത് വെച്ച് നമ്മൾ ഇക്വേഷൻ പറഞ്ഞിരുന്നല്ലോ, V/U = HI/HO. മനസ്സിലാക്കിക്കണേ? V/U = HI/HO. അവിടെ നിന്ന് HI എന്താ കിട്ടുന്നുണ്ടാവുക? അവിടെ ഒന്ന് പറഞ്ഞാൽ എച്ചിനെ അവിടെ ഒറ്റക്കാക്കുക. അപ്പോൾ എന്താ കിട്ടുന്നുണ്ടാവുക? V/U × HO. ശരിയല്ലേടാ? വി എത്ര എന്തെങ്കിലും? വി നമ്മളിപ്പോൾ കണ്ടെത്തി +30. യു എന്ന് പറഞ്ഞാൽ എത്ര നമുക്കറിയാം? -15. HO എന്ന് പറഞ്ഞാൽ എത്ര? HO എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര തന്നിരുന്നടാ? നോക്കി നോക്കാം. HO എത്ര തന്നിരുന്നേ? ഓക്കെ, HO നമുക്ക് തന്നിരുന്നു +2 അല്ലേ? അപ്പോൾ അത് കൊടുക്കുക. HO എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ നമ്മൾ ചെയ്താൽ എത്ര കിട്ടുന്നുണ്ടാവുക? 30ഉം 15ഉം വിട്ടിൽ 2 അല്ലേ കിട്ടുക? നോക്കാം, മേലെ 2 ഉണ്ട്, അടിയിലൊരു -1 ഉണ്ട്, മേലെ 2 ഉണ്ട്. ഇത് ചെയ്താൽ എത്ര കിട്ടുന്നുണ്ടാവുക? നമുക്കറിയാം 2 2 4, അടിയിൽ മൈനസ്. എത്ര കിട്ടുക? -4 സെൻറ്റിമീറ്ററാണ് എന്ത് കിട്ടുക മക്കളെ? HI കിട്ടുക. പഠിച്ചു വെച്ചോ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇതേ ക്വസ്റ്റ്യനല്ലേ വരിക, ഇതേപോലത്തെ ക്വസ്റ്റ്യന് വരിക. കാരണം എന്താ പറയുക? ഈ ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ലെറ്റേഴ്സ് അസസ് പേജ് നമ്പർ 46 ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. എന്താ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആവട്ടെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആവട്ടെ, ആ ക്വസ്റ്റ്യനിലൊക്കെ ചെറിയൊരു വ്യത്യാസം മാത്രം വരുത്തിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ എക്സാമിന് ഓണം എക്സാമിന് പഠിച്ചു വെച്ചോ. ഓണം എക്സാമിന് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇനിയും കാണും. വിയും എഫും തന്നുകാണ്ട് അല്ലെങ്കിൽ യുവും എഫും തന്നുകാണ്ട് വി കാണാനുള്ള ക്വസ്റ്റ്യന് സ്ഥിരമാണ്, ഇനിയും ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടിയ എത്ര കിട്ടുക? -4. അപ്പോൾ ഹൈറ്റ് ഓഫ് ഉയരം അല്ലേ? ഉയരം എത്ര കിട്ടിയത്? ഹൈറ്റ് ഓഫ് ഇമേജ് എത്ര കിട്ടിയത്? -4 സെൻറ്റിമീറ്റർ. ഇനി അതേപോലെ നോക്കി നോക്കുക, കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എത്രയെന്നാണ് ചോദിച്ചത്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എത്രയെന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ് കിട്ടിയത്? ഇനി അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ? ഓക്കെ പോട്ടെ. കോൺവെക്സ് ഈ പ്രത്യേകത എന്താ വെച്ചത്? പ്രത്യേകത നോക്കാം. പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ, അഥവാ വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് എന്നല്ലേ പറഞ്ഞതാടാ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് പറയുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ചിത്രം വരക്കുമ്പോഴേ ഇവിടെയാണ് ഒബ്ജക്റ്റ് വെച്ച് ചെയ്യുന്നത്, ഇവിടെയാണ് ഫോക്കസ് ഉണ്ടായിരുന്നത്. ഇവിടെ 4 സെൻറ്റിമീറ്റർ കിട്ടിയെന്ന് പറഞ്ഞത്. മേലേക്ക് 2 ആയിരുന്നു, അടിയിലേക്ക് എത്രയപ്പോൾ 4. അപ്പോൾ നോക്കാം എവിടെ വെച്ച് ചെയ്യുന്നത്? എഫ് എന്ന് പറഞ്ഞാൽ എത്ര? 10 ചെയ്യുന്നു. യു എന്ന് പറഞ്ഞാൽ 15 ചെയ്യുന്നു. അപ്പോൾ നോക്കാം, ഇത് എഫ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ 2F എവിടെ ഉണ്ടാവുക? 2F എവിടെ ഉണ്ടാവുക? ഇരുവിയിലേക്ക് ഉണ്ടാവുക. അപ്പോൾ നോക്കിയാൽ അഥവാ 10 എഫ് എന്നുണ്ടെങ്കിൽ 2F എവിടേക്ക് വരാം? ഇരുവിയിലേക്ക് ഉണ്ടാവും. അപ്പോൾ മനസ്സിലാക്കി വെച്ച് നോക്കാം. എഫിൻ്റെയും 2Fൻ്റെ ഇടയിലാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ യു എത്ര കിട്ടിയത്? 30 അല്ലേ? നോക്കിയേക്കാം, യു നമുക്ക് എവിടെ കിട്ടിയത്? 30 അല്ലേ? 30 ആണെന്നുണ്ടെങ്കിൽ 20ഉം കഴിഞ്ഞിട്ട് എവിടേക്ക് എന്നിട്ടുണ്ടാവുക? 30 കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. നമുക്ക് കിട്ടുന്ന ഇമേജ് എവിടേക്ക്? വലത്തെ ഭാഗത്തല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ റിയൽ അഥവാ യഥാർത്ഥം. പിന്നെ അതേപോലെ നമുക്ക് കിട്ടിയത് വലുതല്ലേ? ഓക്കെ, 2 നമ്മൾ വെച്ച് ചെയ്യുന്നത് ഇപ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. അപ്പോൾ എന്ത് ചെയ്താൽ ലാർജ് അഥവാ വലുത്. പിന്നെ കിട്ടുക എന്താ? നിവർന്നതാണോ ഇറക്റ്റാണോ? നമുക്ക് മൈനസല്ലേ കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഇൻവേർട്ടഡ് അല്ലേ? ഇൻവേർട്ട് അഥവാ എന്താ പറയുക? തലകീയായത്. ഇത്രയും കാര്യങ്ങൾ എഴുതാൻ കഴിയൂലടാ. പ്രശ്നമുണ്ടോ? ഇല്ല. മനസ്സിലാക്കി വെക്കുക. നമുക്ക് കിട്ടിയ വാല്യൂ വെച്ച് കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. നമുക്ക് കിട്ടിയത് -4 എന്നാണ്. മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എവിടെ കിട്ടി? മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? അടിയിക്കാണ്. നമുക്ക് എവിടെ ഇമേജ് കിട്ടുക? വലത്താണ്. അപ്പോൾ വലത്താകുമ്പോൾ റിയൽ അഥവാ യഥാർത്ഥം. അടിയിക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക? അത് വലുതാണോ ചെറുതാണോ നമ്മൾ എങ്ങനെ നോക്കുക? നമുക്കറിയാം ലാർജാണ്. ആദ്യം 2 കിട്ടിയത്, പിന്നെ എത്രയായി? 4 പ്രശ്നമില്ലല്ലോ. പിന്നെ മൈനസ് ആയതുകൊണ്ട് നമുക്ക് എന്തറിയാം? ഇൻവേർട്ടഡ് ആണ്, തലകീയായത് എന്നൊക്കെ ഇവിടുന്ന് പറയാൻ പറ്റും. ഇനി അതേപോലെ നോക്കാം, അതേ ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് ലെറ്റേഴ്സ് അസിൽ അഥവാ വിലയിരുത്തുന്ന ഭാഗത്തിൽ പേജ് നമ്പർ 46 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ്റെ അതേ മോഡലിന് ആ എക്സാമിൽ ചോദിച്ചത് മാത്രം. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ല അല്ലേ? ഒന്നാമത്തെ പാഠത്തിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. തരംഗവുമായിട്ട് ബന്ധപ്പെട്ട് വേവ്സ് ഒക്കെ വെച്ച് കണ്ടുള്ള ചോദ്യം. ഗ്രാഫിക്കൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യനെ പലർക്കും ഇത് അത് ക്ലിക്ക് ആവണില്ല, എങ്ങനെ ഇത് ആലോചിക്കേണ്ടതെന്നില്ല. അതായത് അപ്പോൾ മനസ്സിലാക്കി വെച്ച് നോക്കുക. നിങ്ങൾക്ക് വേണ്ടത് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ അവിടെ തന്നിട്ടുണ്ടാവും. ആ ഗ്രാഫിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് വേണ്ടത് അവിടെ തന്നിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് വേണം ഇവിടെ ആൻസർ ചെയ്യാൻ. ഓക്കെ നോക്കണേ. ഇവിടെ ആൻസർ ചെയ്യുമ്പോൾ നോക്കി നോക്കാം. ഇൻ എ ഗിവൺ ഗ്രാഫ് O മുതൽ A വരെ നോക്കാം. O മുതൽ A വരെ എത്രയെന്നാണ് പറഞ്ഞത്?
60 മീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയാൽ ഇവിടെ മുതൽ ഇവിടെ വരെ 60 മീറ്റർ ആണെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണത്. എന്നിട്ട് പറഞ്ഞു അവിടെ മുതൽ അവിടെ വരെ പോകാൻ എത്ര സമയം എടുത്തു? 0.2 സെക്കൻഡ് സമയം എടുത്തു. അപ്പോൾ ടോട്ടൽ ടൈം എത്രയെന്നാണ് പറഞ്ഞത്? 0.2. ഓക്കെ, അവിടേക്കുള്ള ടോട്ടൽ ദൂരം എത്രയെന്നാണ് പറഞ്ഞത്? ഡി എന്ന് എത്ര പറഞ്ഞത്? 60. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ക്വസ്റ്റ്യൻ എന്താ? ഫ്രീക്വൻസി ഓഫ് ഈച്ച് വേവ് എത്രയെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ നമുക്കറിയണം. ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ എന്തോന്ന് പറഞ്ഞാണ്? എഫ് ഈസ് ഈക്വൽ ടു n/t. അപ്പോൾ എത്ര ഉണ്ട് നോക്കി നോക്കാം. ഒന്നാമത്തെ വേവിൻ്റെ നമ്മളിപ്പോൾ കാണുക കേട്ടോ. ഒന്നാമത്തെ വേവിൻ്റെ എത്ര ഉണ്ട് നോക്കി നോക്കട്ടെ. നമുക്കറിയാം ഇവിടെ 1, 2, 2.5 അല്ലേ? 3 ആയിട്ടില്ല, 2.5 വേവേ ഇവിടെ ഉള്ളൂ. മനസ്സിലാക്കി വെക്കുക. 1, 2, 2.5 നോക്കി നോക്കാം. ഇവിടെ മുതൽ ഇവിടെ വരെ 1, 2, 2 അവിടെ 3 ഉണ്ടല്ലേ? സോറി ഇവിടെ 3 ഉണ്ട് കേട്ടോ. 3 വേവേക്കർ ഇവിടെ ഉണ്ടാവും. മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 1, 2, 3 വേവിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 3 ടൈം എന്ന് പറഞ്ഞാൽ 0.2 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഇവിടെ ഒരു 10 കൊണ്ട് ഗുണിക്കാം, ഇവിടെ ഒരു 10 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ എത്ര കിട്ടുന്നുണ്ടാവുക? 30/2 പറഞ്ഞാൽ എത്ര കിട്ടും? 15 യൂണിറ്റ് എന്താ കൊടുക്കുക? ഹെഡ്സ് അല്ലേ? നമുക്ക് എന്ത് ചെയ്താം? 15 ഹെഡ്സ് എന്നാണ് ഇവിടെ ആൻസർ വരേണ്ടത്. റെഡി അല്ലേ മക്കളെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ക്വസ്റ്റിനും കൂടി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒന്നാമത്തെ വേവിൻ്റെ ഇത് കേട്ടോ. രണ്ടാമത്തെ വേവിൻ്റെ എങ്കിലെന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ വേവിൻ്റെ എന്താ കിട്ടുന്നുണ്ടാവുക? എഫ് ഈസ് ഈക്വൽ ടു n/t എന്നൊക്കെ ഇക്വേഷന്. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുന്നുണ്ടാവുക? ഇവിടെ എത്ര വേവാണ് ഉണ്ടായിരിക്കുന്നത്? എന്താ? 1, 2. ഇവിടെ 2 വേവാണ്. 2/0.2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 10 കൊണ്ട് ഗുണിക്കാം. 0 വന്നുകൊണ്ട് പോയിന്റ് വന്നുകൊണ്ട് മേലെ അടിയിൽ 2 10 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ഇവിടെ എത്ര കിട്ടുന്നുണ്ടാവുക? 2 × 10 പറഞ്ഞാൽ 20/2 ആയിട്ട് മാറി. അപ്പോൾ 20/2 പറഞ്ഞാൽ എത്ര? 20/2 എന്ന് പറഞ്ഞാൽ എത്ര? 10 ഹെഡ്സ് ഏക്കരത്തിൻ്റെ ഉണ്ടാവുക. മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ 15 ഹെഡ്സ് ഒന്നാമത്തെ വേവിനെ കിട്ടി, രണ്ടാമത്തെ വേവിനൊന്നും കിട്ടി, 10 കിട്ടി. ഹലോ മക്കളെ, അപ്പോൾ ഷർട്ടും കാര്യങ്ങളൊക്കെ മാറിയില്ലേ? എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് തരാമെന്ന് കരുതി. പക്ഷെ അത് റെക്കോർഡ് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലായതിൽ എന്തുണ്ട്, ഒരു ഭാഗം മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ആദ്യമൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് കെമിസ്ട്രിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ വന്നുകൊണ്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത്. നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ബാക്കി നോക്കാം. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു? അത് വീഡിയോയിൽ അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നില്ല, റെക്കോർഡിങ് കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യമൊന്നും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ബി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അവിടെ നോക്കി നോക്കുക. ബി ക്വസ്റ്റ്യനാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പയർ ദി വെലോസിറ്റീസ് ഓഫ് വേവ്സ്. നമുക്കറിയാം വെലോസിറ്റി ഇൻഡിക്കേഷൻ എന്താ? നമുക്കറിയാമല്ലോ. വെലോസിറ്റി ഇൻഡിക്കേഷൻ എന്താ? v is equal to f × ലാംഡ. എഫ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എഫ് എത്ര? 15. ലാംഡ എന്ന് പറഞ്ഞാൽ എത്ര? ലാംഡ നമുക്ക് ഇവിടെ കെട്ടിക്കുന്നത് എത്ര? നമുക്ക് മനസ്സിലാക്കി വെച്ചോ. ലാംഡ എത്ര നമുക്കറിയാം. ഇവിടെ ഓരോ ലാംഡയും 60 ദൂരം കൊണ്ട് നമ്മൾ എത്ര തരംഗം സഞ്ചരിച്ചിരിക്കണത്? 3 തരംഗമല്ലേ? ഒരു ലാംഡ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തിൻ്റെ എത്രയൊക്കെ ഉണ്ടാവുക? 20 മീറ്റർ. അപ്പോൾ 15 × 20 നമുക്ക് എത്രയൊക്കെ ഉണ്ടാവുക? 300 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അതേപോലെ ബി ക്വസ്റ്റിനും കൂടി നോക്കി നോക്കാം. ബി ക്വസ്റ്റിൻ നമുക്ക് ഇതേപോലെ ഇക്വേഷൻ എന്തെങ്കിലും v is equal to f ലാംഡ. ഇവിടുത്തെ എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അതേപോലെ ഇവിടുത്തെ ലാംഡ എന്ന് പറഞ്ഞാൽ എത്ര? ലാംഡ നമുക്കറിയാം 60 മീറ്റർ കൊണ്ട് എത്ര തരംഗം സഞ്ചരിച്ചിരിക്കുന്നത്? 2 തരംഗമല്ലേ? അപ്പോൾ 60/2 എത്രയൊക്കെ? 30. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 100 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യാമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെച്ചോ. ഇവിടെ എന്തില്ല? 2 വേവുകൾക്കും ഒരു ചേഞ്ചും ഇല്ല, വെലോസിറ്റി ഇല്ല കേട്ടോ. മനസ്സിലാക്കി വെക്കുക. കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ മക്കളെ? ഓക്കെ. ഹലോ മക്കളെ, അതേപോലെ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ആംപ്ലിറ്റ്യൂഡ് കാണാനാണ്. ആംപ്ലിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ 0-ൽ നിന്നും മുകളിലോട്ടുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? ഒരു വേവിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അത് എത്ര തന്നിട്ടുണ്ട്? 0.2 ആണ്. അതിന് യൂണിറ്റ് എന്താ കൊടുക്കേണ്ടത്? ആ വൈ ആക്സിൽ ആരെ തന്നിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ സ്ഥാനാന്തരം അല്ലേ? അതിന് യൂണിറ്റ് എന്താ തന്നിട്ടുണ്ട്? എന്താണ്? മീറ്റർ. അതിന് ആൻസർ എത്ര കൊടുക്കേണ്ടി വരിക? 0.2 മീറ്റർ എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ? ശരിയാണ്. ആയത് നമ്മളോട് ചോദിച്ചാൽ എന്ത് ചെയ്യേണ്ടത്? ഒരു സ്ഥലത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എടുക്കുക. എന്നാൽ ബി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ഇഫ് ടേക്ക് 3 സെക്കൻഡ് ടു ട്രാവൽ O to A. എടാ നോക്കി നോക്കുക. O മുതൽ A വരെ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവും? നോക്കി നോക്കുക. O മുതൽ A വരെ ഇവിടം വരെയുള്ള ദൂരം ഉണ്ടല്ലോ. O മുതൽ A വരെ ഇവിടം വരെ പോകാൻ സഞ്ചരിക്കാനുള്ള ദൂരം എത്രയെന്നാണ് പറഞ്ഞത്? 3 സെക്കൻഡ് എടുത്തു എന്നാണ് പറഞ്ഞത്. നോക്കി നോക്കുക. ഇവിടെ മുതൽ ഇവിടം വരെ സഞ്ചരിക്കാൻ അവർക്ക് 3 സെക്കൻഡ് സമയം എടുത്തു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു പറയാണ് ദ ഫ്രീക്വൻസി ഓഫ് ദി വേവ് എത്രയൊക്കെ ഉണ്ടാവുക എന്ന് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്താ എല്ലാവരും പറ? ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു n/t. എഫ് ഈസ് ഈക്വൽ ടു n/t. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എത്ര വേവ് ഉണ്ട് എന്നുള്ള എണ്ണി നോക്കടാ. ഇതാ 1, 2, 3. ശരിയല്ലേ? എത്ര വേവ് ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ നമ്പർ ഓഫ് വേവ്സ് എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ഉണ്ടാവുക? 3. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? 3. അതിന് വേണ്ട സമയം എത്ര എടുത്തു എന്നാണ് പറഞ്ഞത്? അതിന് വേണ്ട സമയം അവിടെ മുതൽ ഇവിടെ വരെ എത്ര സമയം എടുത്തു? 3 അല്ലേ? അപ്പോൾ 3/3 എത്ര കിട്ടും? 1 ഹെഡ്സ് എന്ന് ഇവിടെ ആൻസർ കിട്ടും.
അപ്പോൾ ഫ്രീക്വൻസി അഥവാ ആവൃത്തി ചോദിച്ചാൽ പ്രശ്നങ്ങളില്ലല്ലോ, ഇല്ല. സി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. തരംഗത്തിൻ്റെ പീരീഡ് കണക്കാക്കുക. ഫൈൻഡ് ദി പീരീഡ് ഓഫ് ദി വേവ്. നമുക്കറിയാടാ ടി ചോദിച്ചു, നമ്മൾ എഫ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഫ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് എടുത്താൽ മതി, ടി സി ഈക്വൽ ടു 1/f എടുത്താൽ പോരെ. അപ്പോൾ 1/1 എത്ര തന്നെ 1 സെക്കൻഡ് എന്ന് ഇവിടെ ആൻസർ കിട്ടും. ഫ്രീക്വൻസി ആവട്ടെ, അതേപോലെ ടൈം പീരീഡ് ആവട്ടെ, ആംപ്ലിറ്റ്യൂഡ് ആവട്ടെ, കാണാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ ഈ എക്സാം പേപ്പർ ടഫാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് 12A ക്വസ്റ്റ്യൻ ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടാക്കിയെങ്കിലും 12B ക്വസ്റ്റ്യൻ ഒന്നും കൂടി കമ്പാരിറ്റീവ്ലി സിമ്പിളാക്കി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സെലക്ഷനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊന്ന് നോക്കി വെക്കുക. രണ്ടും എന്താ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കുക. A ക്വസ്റ്റ്യനോ B ക്വസ്റ്റ്യനോ അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ പോട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ ചോദിച്ചിരിക്കണം കേട്ടോ. നമ്മളെ ലെറ്റേഴ്സ് അസസിൽ പേജ് നമ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ 1ാമത്തെ പാഠത്തിലെ 26ാമത്തെ പേജിൽ ലെറ്റേഴ്സ് അസസിൽ ഇതാ നമ്മളോട് ഒരുപാട് തവണ ചോദിച്ചതാണ് ഈ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ, 2026 ഓണം എക്സാമിന് ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ അവിടെ നിന്നുണ്ടാവും, ഷുവറായിട്ടും ചോദിക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അതേപോലെ മക്കളെ നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ റെക്കോർഡഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പോട്ടെ, നമുക്ക് ചെയ്ത് നോക്കാം. എല്ലാവരും നോക്കിക്കോ. ഇൻ ദി ഇമേജ് എ ബി ഈസ് ആൻ ഒബ്ജക്റ്റ്. എ ബി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതെന്താണ്, ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, എ ബി എന്ന് പറഞ്ഞ സാധനം ഒബ്ജക്റ്റ് ആണ്. പ്ലേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ലെൻസ്. പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ലെൻസിലാണ് എന്ത് ചെയ്തത്, നമ്മളോട് പറഞ്ഞു പ്രിൻസിപ്പൽ ആക്സിസിലാണ് എന്തുള്ളത്, ഈ വസ്തു ഉള്ളത് അല്ലേ. പ്രിൻസിപ്പൽ ആക്സിസ് പറഞ്ഞാൽ ഈ വരാം, നമുക്കറിയാം. ഈ പറയാണ് ഇമേജ് ഫോംഡ് ബൈ ദി ലെൻസ് ഈ ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. അവിടെ ഉണ്ട് ആ ഇമേജ് എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞത്, ഇറക്റ്റ് ആണ്, അതേപോലെ എന്തുമാണ്, മാഗ്നിഫൈഡ് ആണ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തല കുത്തനെ. ഇവിടെ നമുക്ക് എപ്പോഴും തല കീയായിട്ടാണ് കിട്ടിയത്. തല കീയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെ കിട്ടണം, വലത്തെ ഭാഗത്ത് കിട്ടണം. ഇറക്റ്റായിട്ട് കിട്ടുക പറഞ്ഞാൽ എവിടേക്കരം, ഈ സൈഡിൽ ചിലപ്പോൾ ഇവിടെ ആവാം, ഇവിടെ ആവാം. അതായത് ഇടത്തെ ഭാഗത്തേക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, ഇമേജ് കിട്ടുന്നുണ്ടാവുക. അങ്ങോട്ട് പറയുകയാണ്. അത് മാത്രമല്ല എന്താണ്, മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞേക്കണം. മക്കളെ മനസ്സിലാക്കി വെച്ചോട്ടോ. മാഗ്നിഫൈഡും ഇറക്റ്റും ആണെന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ. ഇറക്റ്റും മാഗ്നിഫൈഡും ആണെന്നുണ്ടെങ്കിൽ, ഇറക്റ്റും അതേപോലെ പറയാണ് മാഗ്നിഫൈഡും ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ തിരിച്ചു വരാം. ഇറക്റ്റും അതേപോലെ ആരും ആണെന്നുണ്ടെങ്കിൽ ഡിമിനിഷ്ഡും ആവുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലെൻസുകളാണെന്നുള്ളത് കാണാപ്പാടം പഠിച്ചു വെച്ചോ. ഇറക്റ്റും മാഗ്നിഫൈഡും ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണം മക്കളെ, അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഇറക്റ്റും ഡിമിനിഷ്ഡും ആണെന്നുണ്ടെങ്കിൽ ഇത് ആരേക്കരം, കോൺകേവ് ലെൻസ് ആയിരിക്കും. പഠിച്ചു വെച്ചോ. ഇറക്റ്റും മാഗ്നിഫൈഡും ആണെന്നുണ്ടെങ്കിൽ കോൺവെക്സ് ആയിരിക്കും, ഇറക്റ്റും ഡിമിനിഷ്ഡും ആണെന്നുണ്ടെങ്കിൽ കോൺകേവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം, ഇവിടെ ഏത് ലെൻസാണ് ഉപയോഗിച്ചത് എന്നല്ലേ മക്കളെ, ഏത് ലെൻസ് ആയിരിക്കും നമുക്കറിയാം. പഠിച്ചു വെച്ചോ, കോൺവെക്സ് ലെൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. മനസ്സിലാക്കി വെച്ചോട്ടോ. ഇറക്റ്റും മാഗ്നിഫൈഡും ആണെന്നുണ്ടെങ്കിൽ കോൺവെക്സ് ആണ്, ഇറക്റ്റും ഡിമിനിഷ്ഡും ആണെന്നുണ്ടെങ്കിൽ കോൺകേവ് ആണ്. കാരണം എന്താടാ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കറിയാം ഒരു വസ്തുവിനെ നമ്മൾ വലുതാക്കി കാണണമെന്നുണ്ടെങ്കിൽ ഏത് ഉപയോഗിക്കണം, ഓക്കെ. ഒരു വസ്തുവിനെ വലുതാക്കി കാണണമെന്നുണ്ടെങ്കിൽ എപ്പോൾ ഏത് ഉപയോഗിക്കണം, കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണം. ഒരു വസ്തുവിനെ ചെറുതാക്കി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കണം, കോൺകേവ് ലെൻസ് ഉപയോഗിക്കണം. നമ്മൾ തുടക്കത്തിൽ ലെൻസസ് എന്ന് പറഞ്ഞ പാഠത്തിൽ തുടക്കത്തിൽ പഠിച്ചതാണ്. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് നീഡ് ടു ബി മാഗ്നിഫൈഡ് വി മസ്റ്റ് ബി യൂസ്ഡ് കോൺവെക്സ് ലെൻസ്. വെൻ ആൻ ഇമേജ് നീഡ് ടു ബി ഇൻ ഡിമിനിഷ്ഡ് സൈസ് വി മസ്റ്റ് ബി യൂസ്ഡ് എന്ത് ചെയ്യണം, കോൺകേവ് ലെൻസ് ഉപയോഗിക്കണം അല്ലേ. മനസ്സിലാക്കി വെച്ചോ. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ വേർഡ്സിൽ എഴുതി വെക്കും. ഒരു മാർക്കിൻ്റെ ചോദ്യമല്ലേ ഈ കോൺവെക്സ് ലെൻസ് എഴുതി, അതിന് ഏകദേശം ഒരു മാർക്കായി. അതിന് തക്കതായ രീതിയിലൊരു സെൻറ്റൻസ് കൂടി കൊടുത്താൽ എന്തായി, കംപ്ലീറ്റ് ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബി ക്വസ്റ്റ്യൻ കൂടെ നോക്കി നോക്കുക. ഡ്രോ ദി റേ ഡയഗ്രാം ഓഫ് ദി ഇമേജ് ഫോർമേഷൻ. ഇമേജ് ഫോർമേഷൻ എന്ത് വരക്കാനാണ് പറഞ്ഞത്, റേ ഡയഗ്രാം വരക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺവെക്സ് ലെൻസിലാവട്ടെ കോൺകേവ് ലെൻസിലാവട്ടെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ വരച്ചതാണ്. അതിൽ മനസ്സിലാക്കേണ്ടത് കോൺകേവ് ലെൻസിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇടത്തെ ഭാഗത്ത് ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇറക്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ കിട്ടിയത്. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ. ഏത് പോയിന്റിലാണ്, ഏത് ഒറ്റൊരു പോയിന്റിൽ മാത്രമാണ് കോൺവെക്സ് ലെൻസിന് ഇറക്റ്റും മാഗ്നിഫൈഡും ഇറക്റ്റ് കിട്ടുന്ന ആ ഒരു പോയിന്റിലാണ്. ആ പോയിന്റ് ഏതാണെന്നുള്ളത് കാണാപ്പാടം പഠിക്കണം. പഠിച്ചു വെച്ചോ, മനസ്സിലാക്കി വെച്ചോ. ഇറക്റ്റും മാഗ്നിഫൈഡും കോൺവെക്സിൽ കിട്ടും എന്ന് പറഞ്ഞില്ലേ, അത് എവിടെ ആവണം, എഫിൻ്റെയും ബിറ്റ്വീൻ കേട്ടോ. മനസ്സിലാക്കി വെച്ചോ. ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസിൻ്റെ ഇടയിൽ വെച്ചാലാണ് എന്ത് കിട്ടുക, ഇറക്റ്റ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസിൽ വെച്ചാലാണ് വലിയ സൈസ് കിട്ടുന്നുണ്ടാവുക. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മളതിൻ്റെ ചിത്രം വരക്കണം. എന്താ വരക്കണ്ടേ, ഒരു വര വരക്കുക, ഒരു കോൺവെക്സ് ലെൻസ് വരക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയാണ് എഫ് എന്നുണ്ടെങ്കിൽ എവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കണമെന്ന് പറഞ്ഞു. ഒബ്ജക്റ്റ് ഇവിടെ ആയിക്കോട്ടെ, ഒബ്ജക്റ്റ് ഇവിടെ വെച്ചു. നമ്മളിത് വരച്ചാൽ എന്താ ഉണ്ടാവുക, നമുക്കറിയാം ഇത് ഇവിടെയാണ് എഫ് ഉള്ളത്, എഫ് കൂടി കടത്തി വിടും. അതുപോലെ ഇവിടെയാണ് എന്തുള്ളത്, ഉള്ളത് കൂടി കടത്തി വിടും. പക്ഷെ എന്ത് ഉണ്ടാവില്ല, കൂട്ടിമുട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ബാക്കിൽ നമ്മളിങ്ങനെ ഡോട്ടർ ലൈൻ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഇവിടെ കിട്ടുന്നുണ്ടാവും. നിങ്ങൾ വൃത്തിയിൽ വരച്ചാൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടാവും. അങ്ങോട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എഫ് അടയാളപ്പെടുത്തണം അല്ലേ, എഫ് അടയാളപ്പെടുത്തണം, 2F അടയാളപ്പെടുത്തണം, O അടയാളപ്പെടുത്തണം, ഇവിടേക്ക് എഫ് അടയാളപ്പെടുത്തണം. എവിടെ എഫ് ഉണ്ടാവുക, ഇവിടെ എഫ് അടയാളപ്പെടുത്തണം. അതേപോലെ ഇവിടെ 2F അടയാളപ്പെടുത്തണം. ഇത് ഇമേജ് ആണെന്ന് അറിയാൻ വേണ്ടി IM അടയാളപ്പെടുത്തണം. ഒബ്ജക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി OB അടയാളപ്പെടുത്തണം. ആരോ മാർക്ക് ഇടണം. ഇത്രയും കാര്യങ്ങൾ ഇടണം. ഇത്രയും കാര്യങ്ങൾ ഇട്ടാലേ നിങ്ങൾക്ക് എന്തിട്ടുള്ളൂ, ഫുൾ മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പ്രശ്നമില്ലല്ലോ മക്കളെ, ഇല്ല.
ഓക്കെ, ഇവിടെ നോക്കാം ചിത്രം തന്നിക്കണേ നോക്കാം. അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ എഴുതിയ സാധനങ്ങളാണ്. റെക്കോർഡിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷേ റെക്കോർഡ് ചെയ്തപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പോട്ടെ, നോക്കാം. നിവർന്നതും ഇറക്റ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ ചിത്രം വരച്ചാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവുക. 2 മാർക്കിനാണ് ചിത്രം വരയ്ക്കാൻ ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിക്ക് പഠിക്കുക. 1 മാർക്ക് നിങ്ങൾ ഇങ്ങോട്ട് ഇടണോ? കാരണം അങ്ങോട്ടാണ് പോവുക. പക്ഷെ നമ്മൾ കരുതണം എന്താ? മാഗ്നിഫൈഡ് ആൻഡ് ഇറക്റ്റ് ആൻഡ് വെർച്വൽ അല്ലേടാ, അഥവാ മിഥ്യയായിട്ടുള്ള ചിത്രമല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യില്ല? 1 മാർക്ക് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഇട്ട് കൊടുക്കുക. കുഴപ്പമില്ലല്ലോ, ഇല്ല. നമുക്ക് അതൊക്കെ നമ്മൾ അവിടെ ചോദിച്ചിട്ടുണ്ടാവില്ല. ലെറ്റേഴ്സ് അസിൽ ചോദിച്ചിരുന്നു. ലെറ്റേഴ്സ് അസിൽ ഇങ്ങനെ തിരിച്ചങ്ങാടാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ഇമേജിനെ ഇങ്ങോട്ട് വെച്ചു, അതിന് ഒബ്ജക്റ്റ് അങ്ങോട്ട് കൊടുത്തു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് മനസ്സിലാക്കുക. ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ടഫാക്കി ക്വസ്റ്റ്യൻസ് ചോദിച്ചൊന്നുമല്ല. ഇതേപോലെ ടഫാക്കി ക്വസ്റ്റ്യൻസ് ഇനിയും വരാം. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന് പോവുക. എന്നാൽ ഈ ക്വസ്റ്റ്യനും കൂടി എനിക്ക് തോന്നുന്നുണ്ട് റെക്കോർഡിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് എന്ത് ചെയ്യാൻ? കട്ട് ചെയ്തുകൊണ്ട് കേട്ടോ. റെക്കോർഡിലുണ്ടോ ഇല്ല എനിക്കറിയില്ല. നമുക്കിതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. പോട്ടെ, ഇനി എല്ലാവരും നോക്കി നോക്കാം. എ ഡയഗ്രാം ഷോവിങ് ദി ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺവെക്സ് എലിമെൻറ്റ്. ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് 2F. ഓക്കെ, ബിയോണ്ട് 2Fൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഇത് F ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡയഗ്രാം 2F. ബിയോണ്ട് 2Fൻ്റെ അപ്പുറത്ത് എന്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. യൂസിങ് ദി ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ മെത്തേഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ചെയ്യാം. എ ക്വസ്റ്റ്യൻ എന്താ? അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദി ലെൻസ് ഈസ് ഇമേജ് ഫോംഡ്. അല്ലേ, ഏത് ഡിസ്റ്റൻസിലാണ് ഇമേജ് ഫോം ചെയ്ത് പറഞ്ഞത്? അഥവാ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? വി ആ ചോദിച്ചത്. വി നമ്മളോട് ചോദിച്ചു. വി ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെ തരണം? ഇക്വേഷൻ അറിയണമെന്നല്ലോ. വിൻ്റെ ഇക്വേഷൻ എന്താ? വി ഈസ് ഈക്വൽ ടു UF/U+F. ഇപ്പോൾ യുവും എഫ് ഒക്കെ തന്നിക്കൂടെ നോക്കി നോക്കാം. തന്നിട്ടുണ്ടടാ. യു എന്ന് പറഞ്ഞാൽ എത്ര? നോക്കാം. ഇവിടെ നിന്നിട്ടില്ല ദൂരം എത്ര? 18 തന്നിട്ടില്ല. അപ്പോൾ ഇതാണ് യു എത്രയേക്കരം? -ഏക്കരം അല്ലേ. അതേപോലെ എഫ് തന്നിട്ട് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, നമ്മൾ പഠിക്കേണ്ടത് കോൺവെക്സോ കോൺകേവ് ആണോ നല്ലോ നോക്കുക. കോൺവെക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോക്കസ് നമ്മൾ എവിടെ എടുക്കേണ്ടത്? വലത്തു കൂടെ അല്ലേ കടത്തി വിടുക. അഥവാ ഫോക്കസ് എത്ര ഏക്കരം? +ഏക്കരം. കോൺകേവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് എടുക്കേണ്ടത്? നെഗറ്റീവ് എടുക്കേണ്ടത്. പക്ഷെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കളിച്ചൊരു കളിയാണത്. നമ്മൾ ഫോക്കസ് പ്ലസ് എടുക്കണം എന്നുണ്ടെങ്കിൽ വലത്തെ ഭാഗത്തല്ലേ അടയാളപ്പെടുത്തേണ്ടത്? അവിടെ അടയാളപ്പെടുത്തി തന്നു, ഇടത്തെ ഭാഗത്ത് തന്നു. അപ്പോൾ നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉദ്ദേശം. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ, നമ്മൾ എന്തെടുക്കണം? എഫ് എന്ന് പറയണത് എത്ര എടുക്കണം? +6 സെൻറ്റിമീറ്റർ എടുക്കണം. യു എന്ന് പറഞ്ഞാൽ എത്ര എടുക്കണം? -18 സെൻറ്റിമീറ്റർ എടുക്കണം. ഓക്കെ, അത് വെച്ചാണ് വേണം നമുക്ക് ആൻസർ ചെയ്യാൻ. നമുക്കൊന്ന് വേഗം ചെയ്തു നോക്കാം. ഒന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ടാവാം? വി ഈസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ -18 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ 6 ബൈ -18 + 6. നമുക്ക് എത്ര കിട്ടുന്നുണ്ടാവുക? -18 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്നുണ്ടാവുക? നോക്കി നോക്കാം. നമുക്ക് കിട്ടുന്നുണ്ടാവും ഏകദേശം അല്ല, കറക്റ്റ് 108 എന്നല്ലേ കിട്ടുന്നുണ്ടാവും. 8 ഇൻറ്റു 6 48, 6 മട്ട് 108 ബൈ ഇവിടെ എത്ര കിട്ടുന്നുണ്ടാവുക? നമുക്കറിയാം -12 എന്നല്ലേ കിട്ടുന്നുണ്ടാവുക. ഇത് രണ്ടും അരിച്ച് കഴിഞ്ഞാൽ മൈനസ് പോകും. നമുക്ക് എത്ര കിട്ടുക? +9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. മനസ്സിലാക്കി വെക്കുക. എത്ര കിട്ടുക? +9 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബിയോണ്ട് 2Fൻ്റെ അപ്പുറത്ത് വെച്ചാൽ നമുക്കറിയാം എവിടെ കിട്ടുക? എഫിൻ്റെയും 2Fൻ്റെ ഇടയിലേക്ക് കണ്ടല്ലേ കിട്ടുന്നുണ്ടാവുക. നമുക്ക് എന്ത് കിട്ടും? +9 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അതേപോലെ നോക്കി നോക്കുക. നമ്മൾ രണ്ടാമത്തെ ചോദ്യം. ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യന് വസ്തുവിൻ്റെ ഉയരം കാണാനല്ലേ, അഥവാ നോക്കുക ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് കാണാനല്ലേ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? HO ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇക്വേഷൻ അറിയാം. M ഈസ് ഈക്വൽ ടു V/U ഈസ് ഈക്വൽ ടു HI/HO. മാഗ്നിഫിക്കേഷൻ എമ്മിനെ പറ്റി ആവർത്തനത്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ട് തന്നെയല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ പറയുക? മക്കൾ മനസ്സിലാക്കി വെച്ചോ. നമുക്ക് കണ്ട ആളെ HO അടിയിലല്ലേ. നമ്മൾ എന്ത് ചെയ്യുക? തന്ന സാധനങ്ങളൊക്കെ നോക്കുക. അഥവാ U അടിയിലാണ്, HO അടിയിലാണ്. മേലാരൊക്കെ? V അടിയിലാണ്, V മേലെയാണ്, HI മേലെയാണ്. അപ്പോൾ മേലെയുള്ളവരൊക്കെ അടിയിലേക്ക് ഇടുക, അടിയിലുള്ളവർക്ക് മേലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നുണ്ടാവുക? മനസ്സിലാക്കി വെച്ചോ. നമുക്ക് എന്ത് കിട്ടും? U/V ഈസ് ഈക്വൽ ടു HO/HI. ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇക്വേഷൻ കിട്ടുമല്ലോ. എന്താ കിട്ടുന്നുണ്ടാവുക? HO ഒറ്റക്കാക്കുക. HO ഈസ് ഈക്വൽ ടു U/V ഇൻറ്റു HI. അപ്പോൾ U എന്ന് പറഞ്ഞാൽ എത്ര? നമുക്കറിയാം -18. V എന്ന് പറഞ്ഞാൽ എത്ര? +9 ഇൻറ്റു HI എന്ന് പറഞ്ഞാൽ എത്രയാടാ? HI ഉള്ള ചിത്രത്തിൽ തന്നിട്ടുണ്ടാവും. HI എന്ന് പറഞ്ഞാൽ എത്ര? 2 ആണ്. അത് അടിയിക്കല്ലേടാ. അടിയിക്കാകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? മൈനസ് കൊടുക്കും. ഇപ്പോൾ -2. പ്രശ്നമുണ്ടോ? നമ്മളെന്താ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടി വരിക? തല തിരിച്ചാകുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ടോ? നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ശരിക്കാം. അപ്പോൾ ബാക്കി എന്താ കിട്ടുന്നുണ്ടാവുമെന്ന് പറഞ്ഞാൽ ബാക്കി എന്താ കിട്ടുന്നുണ്ടാവുക? നമുക്കറിയാം. ഇത് ചെയ്താൽ എത്ര കിട്ടുക? 9ഉം 18ഉം വെട്ടിക്കളഞ്ഞാൽ ഇവിടെ 2 കിട്ടൂലേ? ഇപ്പോൾ നോക്കാം. -2 ഇൻറ്റു 2 എത്ര കിട്ടുന്നുണ്ടാവുക? +4 സെൻറ്റിമീറ്ററാണ് കിട്ടുക. മനസ്സിലാക്കി വെച്ചോ. HO എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? +4 സെൻറ്റിമീറ്റർ. A ക്വസ്റ്റ്യനും കിട്ടി, B ക്വസ്റ്റ്യനും കിട്ടി. പ്രശ്നമില്ലല്ലോ? ഇല്ല. അപ്പോൾ നോക്കാം. നമ്മൾ ഈ 14A ചെയ്തിരിക്കണം. 14B എനിക്ക് ചെയ്തെന്നില്ല ഓർമ്മയിലാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ബാക്കി എന്ത് ചെയ്യുക? സാധാ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഹലോ മക്കളെ ശ്രദ്ധിച്ചോ. അതേപോലെ 14B ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. 14Aൻ്റെ അതേപോലെ തന്നെയാണ് 14Bയും.
ഇത് എന്താ വെച്ചാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ലെറ്റസ് അസസിലുള്ള അതേ എക്സാക്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമില്ലാണ്ട് അതൊരു മാറ്റം വരുത്താതെ അതേ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് എക്സാമിന് കിട്ടിയത്. അപ്പോൾ കുറേ പേര് ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാലും അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും നോക്കിക്കോ, ഇവിടെ തന്നിട്ടുള്ളതൊക്കെ മില്ലിമീറ്ററാണ്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും മില്ലിമീറ്ററൊക്കെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റേണ്ടതുണ്ടോ എന്ന്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്ക് എല്ലാതും മില്ലിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ചിലത് മീറ്റർ, ചിലത് സെൻറ്റിമീറ്റർ, ചിലത് മില്ലിമീറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത് SI യൂണിറ്റ് ആയിട്ടുള്ള മീറ്ററിലോട്ട് മാറ്റേണ്ടത്. അപ്പോൾ എല്ലാവരും നോക്കിക്കോ, മില്ലിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാതും എന്ത് ചെയ്യുക, മില്ലിമീറ്ററിൽ കൊടുക്കുക. അപ്പോൾ നോക്കി നോക്കാം, ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ഫോക്കസ് ദൂരം തന്നിക്കണം അല്ലേ. പക്ഷേ ഇത് എന്തിൻ്റെ നോക്കണം, കോൺവെക്സ് ആണോ കോൺകേവ് ആണോ നോക്കണം. ഇവിടെ നോക്കി നോക്കാം, കോൺവെക്സ് ലെൻസ് ആണ് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത്, കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ഫോക്കസ് പോസിറ്റീവാണ്. അപ്പോൾ പ്ലസ് എത്ര കൊടുക്കുക, 100 മില്ലിമീറ്റർ. ഇനി അതേപോലെ നോക്കി നോക്കുക, വേറെ എന്തെങ്കിലും അതിൻ്റെ പ്രകാശിക അക്ഷത്തിൽ നിന്ന് 15 മില്ലിമീറ്റർ ഉയരമുള്ള വസ്തു എന്നല്ലേ പറഞ്ഞതാ. അപ്പോൾ വസ്തുവിൻ്റെ ഉയരം നമ്മളെപ്പോഴും വസ്തുവിന് എത്ര എടുക്കുക, പ്ലസ് എടുക്കുക. അപ്പോൾ പ്ലസ് 15 മില്ലിമീറ്റർ. പിന്നെ അത് എന്തൊക്കെ, പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും 60 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു എന്ത്, വസ്തു തന്നെ. പിന്നെ നമ്മൾ എന്താ കൊടുക്കുക, യൂസ് ഈക്വൽ ടു -60 മില്ലിമീറ്റർ. എന്താ കാണാൻ പറഞ്ഞതാടാ, ഇതിൻ്റെ രേഖാചിത്രം പേപ്പറിൽ വരച്ച് പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും ഉയരവും കണ്ടെത്തുക. അപ്പോൾ നോക്കി നോക്കാം, സ്ഥാനം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, V അല്ലേ. അതേപോലെ ഉയരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താ, HI ആണോ HO ആണോ, HO നമുക്ക് തന്നിക്കണം. അപ്പോൾ HI ഏക്കരെ കാണേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നോക്കി നോക്കാം, V കാണാൻ ഇക്വേഷൻ എന്താ നമുക്കറിയാം, V = UF/U+. പിന്നെ ഏത് ഇക്വേഷൻ വെച്ച് പ്രകാരം ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ കറക്റ്റ് എക്സാക്റ്റ് ആക്കി മില്ലിമീറ്റർ അല്ലേ സ്കെയിൽ വെച്ചങ്ങാണ്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ചിത്രം കിട്ടുമല്ലോ. ആ ചിത്രത്തിൽ നിങ്ങൾ ഇമേജും അതേപോലെ ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും വിയും യു ഒക്കെ എക്സാക്റ്റ് സ്കെയിൽ വന്ന് കിട്ടും. അത് നേരെ എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ പ്രകാരം ഒന്ന് ചെയ്ത് നോക്കണം. ഇക്വേഷൻ രീതിയിൽ എഴുതാൻ നിങ്ങൾക്ക് അറിയണം, ആ രീതിയിലേക്ക് ഒരു മാർക്ക് ഇട്ടുണ്ടാവുക. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ യൂസ് ഈക്വൾ ടു -60 ഇൻറ്റു F എത്ര കിട്ടേണ്ടി വരിക, +100 ബൈ -60 പ്ലസ് എത്ര, +100. നമുക്ക് എത്ര ചെയ്താൽ കിട്ടുന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ 60 തന്നെയല്ലേ വന്നിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്താൽ കിട്ടുന്നുണ്ടാവുക, നമുക്കറിയാം ഇത് രണ്ടും ചെയ്താൽ ഈ 60 × 100 എന്ന് പറഞ്ഞാൽ എത്ര, -6000 ബൈ ഈ 100 ന്ന് 60 കുറച്ചാൽ എത്ര കിട്ടും, 40. അപ്പോൾ ഏതിൻ്റെ ചിഹ്നം കൊടുക്കേണ്ടി വരിക, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമല്ലേ. ഇവിടെ വലുത് പറഞ്ഞത് ആരാ, 100 ആണ്. അപ്പോൾ എത്ര കൊടുക്കേണ്ടി വരിക, +40. അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം, 0 ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്തുണ്ടാവുക, -600/4 കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ടാവുക, 60ൽ 4 എന്ന് പറഞ്ഞാൽ എത്ര, 15 ഇല്ലേ, 15. ഒരു എക്സ്ട്രാ 0 ഉണ്ടാവും. അപ്പോൾ -150 മില്ലിമീറ്റർ എന്നേക്കാണ് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ മൈനസിൻ്റെ അർത്ഥം എന്താ, നമുക്ക് കിട്ടുന്ന ഈ ഇമേജ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന പ്രതിബിംബം ഉണ്ടല്ലോ, അത് ഏത് ഭാഗത്തിനേക്കരം, ഇടത്തേ ഭാഗത്തിനേക്കരം, അഥവാ വസ്തു നിൽക്കുന്ന ഈ സൈഡിൽ തന്നെയേക്കരം എന്തുണ്ടാവുക, പ്രതിബിംബം ഉണ്ടാവുക എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കി നോക്കാം, നമുക്ക് HI കൂടി ഒന്ന് കണ്ടെത്തി നോക്കല്ലടാ. HI അല്ലേ ചോദിച്ചാണത്, നമുക്കറിയാം നമുക്കറിയാം ME = നമ്മൾ ഏതാ പഠിച്ചിരിക്കുന്നത്, V/U = HI/HO. പക്ഷെ നമുക്കറിയാം ഇവിടെ മാഗ്നിഫിക്കേഷനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഇക്വേഷൻ പ്രകാരം വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ എല്ലാവരും നോക്കി നോക്കാം, നമുക്കറിയാം V = നമ്മളിപ്പോൾ കണ്ടെത്തി എത്ര, 150. U എന്ന് പറഞ്ഞാൽ എത്ര, -60 HI HO എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് തന്നിട്ടുണ്ട്, HO എന്ന് പറഞ്ഞാൽ +15 അല്ലേടാ. അപ്പോൾ നോക്കി നോക്കാം, HI എന്താ കിട്ടുന്നുണ്ടാവുക, HI = -150 -60 × 15. നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ, എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം, മൈനസും പോയി. ഇപ്പോൾ ആരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഈ 15ഉം 6ഉം വെട്ടിക്കളഞ്ഞാൽ എത്ര കിട്ടുന്നുണ്ടാവുക, നമുക്ക് 4 എന്നൊക്കെ കിട്ടും. ഓർമ്മ ഉണ്ടോ, 15/60 ചെയ്താൽ എത്ര കിട്ടുന്നുണ്ടാവുക, 4 എക്സാക്റ്റ് 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ നോക്കി നോക്കുക, ബാക്കി എന്താ ഉണ്ടാവുക, 150/4 അല്ലേ. എടാ 15ൽ എത്ര, 4. 16ലാണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടാവുക, 16 ഇൻറ്റു അല്ലേ, നമുക്കറിയാം എത്ര 4 × 4 16. അപ്പോൾ 4 ഉണ്ടാവില്ല, 3 സംതിങ്. പിന്നെ അതേപോലെ ബാക്കി ഉണ്ടാവുക 10ൽ എത്ര 4 നോക്കുമ്പോൾ എത്ര കിട്ടുന്നുണ്ടാവുക, 37.5 നേക്കർ എന്ത് കിട്ടുന്നുണ്ടാവുക, നമുക്ക് മില്ലിമീറ്ററിൽ അളവ് കിട്ടുന്നുണ്ടാവും. മനസ്സിലാക്കി വെക്കുക, +37.5 മീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടെത്താൻ നോക്കി വെക്കാം. അപ്പോൾ എൻ്റെ ഓപ്ഷൻ കണ്ടെത്തി, നമുക്കിത് വെച്ച് കണ്ട് ചിത്രം വരച്ചൂടെ, രേഖാചിത്രം വരച്ചൂടെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. റേ ഡയഗ്രാം ഒന്ന് കംപ്ലീറ്റ് ആക്കാം. B ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, വസ്തുവിലേക്കുള്ള അകലം 20 മില്ലിമീറ്റർ ആണെങ്കിൽ ആവർത്തനം കണക്കാക്കുക. 20 മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ആവർത്തനം കണക്കാക്കാനാണ് പറയുന്നത്. 20 മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അല്ലേ. ഇപ്പോൾ നോക്കി നോക്കാം, നമുക്കറിയാം B ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കി നോക്കാം. കാൽക്കുലേറ്റ് ദി മാഗ്നിഫിക്കേഷൻ ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് 20 മില്ലിമീറ്റർ എന്നല്ലേ പറയുന്നത്. ഇപ്പോൾ നോക്കി നോക്കാം, U അവർ പറയുന്നത് -20 മില്ലിമീറ്റർ ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം F ഒരു മാറ്റൂല. F എത്രയേക്കരം ഉണ്ടാവുക, കോൺവെക്സ് ലെൻസ് അല്ലേ. അപ്പോൾ 100 മില്ലിമീറ്റർ. അപ്പോൾ അവിടുന്ന് V ആദ്യം കണ്ടെത്തണം. V എന്ന് പറഞ്ഞാൽ എത്രയേക്കരം കിട്ടുന്നുണ്ടാവുക, UF/U+F അല്ലേ. U എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര, -20.
എഫ് എന്ന് പറഞ്ഞാൽ എത്ര 100 ബൈ -20 + 100 നമുക്ക് എത്രയൊക്കെ കിട്ടുന്നുണ്ടാവുക 20 ഇടുക 2 0 ഇടുക ബൈ ഇവിടെ എത്രയൊക്കെ കിട്ടുന്നുണ്ടാവുക +80 കിട്ടും. ഇത് വെട്ടിക്കളഞ്ഞാൽ എന്താ കിട്ടുന്നുണ്ടാവുക 200/8 എന്നല്ലേ കിട്ടുക. 200/8 എന്ന് പറഞ്ഞാൽ എത്രയേക്കരം കിട്ടുന്നുണ്ടാവും ഒന്ന് നോക്കി ഓക്കെ. 200/8 എന്ന് പറഞ്ഞാൽ എത്രയേക്കരം 200/8 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും മക്കൾ മനസ്സിലാക്കി വെച്ചോ. നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടാവുക നമുക്ക് -25 മില്ലിമീറ്റർ എന്ന് കിട്ടും അല്ലേ. നമുക്കറിയാം -25 മില്ലിമീറ്റർ. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ വി എന്ന് പറഞ്ഞാൽ എത്രയാണ് -25 മില്ലിമീറ്റർ ആണ്. അവിടുത്തെ മാഗ്നിഫിക്കേഷനല്ലേ കാണാൻ പറഞ്ഞത്, കാൽക്കുലേറ്റ് മാഗ്നിഫിക്കേഷനല്ലേ കാണാൻ പറഞ്ഞത്. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ വിയും യുവും വെച്ച് കണ്ട് അതന്നെ M = V/U. വി എന്ന് പറഞ്ഞാൽ എത്ര -25 മില്ലിമീറ്റർ, യു എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് തന്നിട്ടുണ്ട് -20 മില്ലിമീറ്റർ. അപ്പോൾ നമുക്ക് എന്തായി മൈനസ് വെട്ടി പോവാം. 25/20 അല്ലേ. അപ്പോൾ എത്ര കിട്ടുന്നുണ്ടാവുക 5/4 അഥവാ 1.25. പ്രശ്നമുണ്ടോ ഇല്ല. ഇതാണ് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ കിട്ടുന്നുണ്ടാവുക കേട്ടോ. 1.25 എന്ന് കിട്ടും. ഓക്കെ, ഇതിന് യൂണിറ്റ് ഒന്നുമില്ല കാരണം മാഗ്നിഫിക്കേഷനാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തിലോട്ട് പോയി നോക്കാം. പക്ഷെ നോക്കാം മാഗ്നിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലും നമ്മൾ നോട്ട് ബുക്കിലൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷനൊക്കെ അല്ലേ. മാഗ്നിഫിക്കേഷൻ HI/HO V/U. നമ്മൾ ഈ പ്രകാരം തന്നെയാണ് തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തത് കേട്ടോ. ഇനി എല്ലാവരും നോക്കേണ്ടത് 15ാമത്തെ ഒരു ക്വസ്റ്റ്യൻ. ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കിയേടാ. ഒരുപാട് പേര് ടഫായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ വിലയിരുത്താൻ കാരണം തന്നെ നമ്മുടെ റെസണൻസ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള 2 ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനാണ്. ഒന്ന് ഈ 15ാമത്തെ ക്വസ്റ്റ്യനും ഒന്ന് നമ്മുടെ അവസാനത്തെ 18A ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യന് കാരണമാണ് പലരും ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അത് നോക്കാൻ മനസ്സിലാക്കി വെച്ചോ, വളരെ എളുപ്പത്തിൽ നിങ്ങൾ ക്വസ്റ്റ്യന് വായിക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. എയും ബിയും സിയും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കി നോക്കടാ. ഇവിടെ തന്നിട്ടുള്ളത് എന്താ, ഡ്യൂറിംഗ് എ ഫിസിക്സ് ക്ലാസ് an experiment is performed using apparatus shown in the figure. ഇവിടെ പറയാണ്ട് ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു സാധനം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്പെരിമെന്റ് നടത്താണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാടാ. ഇതില് കുറേ നൂല് പോലത്തെ സാധനങ്ങൾ നല്ല ഒരേ വലുപ്പത്തിലേക്കാണ്, നല്ല നീളം ഉണ്ടാവും. ചിലതാണെന്നുണ്ടെങ്കിലോ കറക്റ്റ് ഒരേപോലെ ഒരേ വലുപ്പേക്കാണ് ഉണ്ടാവും. ഷോർട്ടും ഉണ്ടാവും ലോങ്ങും ഉണ്ടാവും. മനസ്സിലാക്കി വെക്കുക, ഷോർട്ടും ഉണ്ടാവും ലോങ്ങും ഉണ്ടാവും. ആ ഷോർട്ട് ആയിട്ടുള്ള എല്ലാത്തിന്റെ നീളം എന്തേക്കരം ഒരേ നീളേക്കരം. ലോങ് ആയിട്ടാണെന്നുണ്ടെങ്കിലോ എല്ലാത്തിന്റെ നീളം ഒരേ ലോങ് ഏക്കരം. അല്ലാണ്ട് ചിലത് വലുത് ചിലത് ചെറുത് അങ്ങനെ ഉണ്ടാവില്ല. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരേപോലെ ചെറുതായിട്ടുള്ളതും ഉണ്ടാവും, ലോങ് ആണെന്നുണ്ടെങ്കിലോ ലോങ് ആയിട്ട് ഒരേപോലെ ഉണ്ടാവും. എല്ലാവരും മനസ്സിലാക്കി വെച്ചോ. ഒന്നാമത് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. When a long tuning fork of wire made it vibrate, some students say that all other wires also vibrate. What is your opinion? Justify your answer. അതായത് ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നീളല്ലൊരു വയർ പിടിച്ച് ഇളക്കി കഴിഞ്ഞാൽ അഥവാ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചാൽ കമ്പനി ചെയ്യിപ്പിച്ചാൽ കുട്ടികൾ പറയാണ് ബാക്കിയുള്ള എല്ലാ വയർസും കമ്പനി ചെയ്യും. നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചത്. നമുക്കറിയടാ, ഒരു ആക്സോ ബ്ലേഡിന്റെ കേസ് നമ്മൾ തൊട്ട് മുന്നത്തെ പറഞ്ഞതാണ് അല്ലെ. ഇത് ഈ ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത് കേട്ടോ. എക്സാമിന് അപ്ലിക്കേഷൻ ലെവലായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് റെസൊണൻസ്. ഇതേപോലെ ഈ ആക്സോ ബ്ലേഡിൽ നോക്കി നോക്കാം, ഈ അവസാനത്തെ കമ്പിയാണ് ഞാൻ കമ്പനി ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതേ നീളമുള്ള ഈ കമ്പിയും എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ പറയാണ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കിലോൽ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ഇതേപോലെ തന്നെ ഇതിൽ ഇവരൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതേപോലെ വൈബ്രേറ്റ് ചെയ്യാറാ ഇതേ നീളമുള്ളോലാണ്. അതേപോലെ ഇവിടെ പറയാണ്, ഈ ഇതില് ഈ ചെറുത് കമ്പനം ചെയ്താലും വലുത് കമ്പനം ചെയ്താലും ഏത് കമ്പനം ചെയ്താലും ചെറിയൊരു അളക്കൽ അഥവാ ചെറിയൊരു വൈബ്രേഷൻ എല്ലാവർക്കും എന്ത് ചെയ്യും, കിട്ടും. അതാ പറയണത്. ഇവിടെ പറയുന്നുണ്ട് നോക്കി നോക്കാം. Some students say that all other wires also vibrate. കാരണം എന്താ നമുക്കറിയാം, ഒരാൾ കാരണം മറ്റൊരാൾക്ക് അനങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂ ടു എന്താണ് നമുക്ക് പറയാം, ഡ്യൂ ടു എന്താ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് നമുക്കറിയാം. കുറെ പേര് ഒരു 1/2 പേജ് ഒക്കെ എഴുതി വെച്ചിരിക്കണം. ഒരു മാർക്കിനാണ് ചോദ്യം. ഒരു 1/2 പേജ് ഒക്കെ എഴുതി വെച്ചിരിക്കണം. അതിൽ ഞാൻ ഒന്നും നോക്കൂല, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഒരു വേർഡ് ഉണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വാക്കുണ്ടെങ്കിൽ ഒരു മാർക്ക് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾ ഒരു പേജോ 2 പേജ് എഴുതിയിട്ടും കാര്യമില്ല. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് കാരണം എന്നുള്ളതുകൊണ്ട് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നുള്ള വേർഡ് ഇതിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആൻസർ പേപ്പറിൽ വേണം കേട്ടോ. ഇനി അതേപോലെ നോക്കാം, ബി ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. വെൻ ഷോർട്ട് വയർ മേഡ് ഇറ്റ് വൈബ്രേറ്റ്. അതിൽ ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള വയറാണ് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഒബ്സർവ് ദാറ്റ് ആൾ അതർ ഷോർട്ട് വയേഴ്സ് വൈബ്രേറ്റ് വിത്ത് ഗ്രേറ്റർ ആംപ്ലിറ്റ്യൂഡ്. എല്ലാവരും വൈബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഷോർട്ടർ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചത് അഥവാ ചെറുതിന് വൈബ്രേറ്റ് ചെയ്യിച്ചപ്പോൾ നോക്കാം, നീളം കൂടിയ കമ്പി കഴിഞ്ഞിട്ട് നമ്മൾ പറയാം നീളം കുറഞ്ഞ കമ്പിയെ കമ്പനം ചെയ്യിപ്പിച്ചപ്പോൾ നീളം കുറഞ്ഞവ മാത്രം കൂടുതലായതിൽ കമ്പനം ചെയ്യുന്നതായി കണ്ടു. കാരണം വിശദമാക്കുക. കാരണം എന്തേക്കടാ, നമുക്കറിയാം ഒരേ സ്വഭാവം എല്ലാവർക്കല്ലേ ഒരേ അനുനാദത്തിലാവാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ പറഞ്ഞേ ഒരേ സ്വഭാവൈക്കരം ആർക്കുണ്ടാവുക, ഒരേ സ്വഭാവൈക്കരം ഒരേ നീളലുകൾക്ക് ഉണ്ടാവുക. നോക്കാം, നല്ല നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല നീളലുകൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യും. ഇനി ചെറിയൊരു കമ്പി അനക്കിക്കിടുന്നുണ്ടെങ്കിൽ ചെറിയ കമ്പികൾ ഉണ്ടാവും അല്ലെ, ഓലേക്കരം നല്ല രീതിയിൽ എന്തുണ്ടാവുക, അനങ്ങുന്നുണ്ടാവുക. ഡ്യൂ ടു കാരണം എന്താ ഒരു മാർക്കിന് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ റീസൺ പറഞ്ഞാൽ എന്ത് ചെയ്യുക, കാരണം എന്താ നമുക്കറിയാം റെസണൻസ്. ഇവിടെ എന്താന്നുള്ളത് റെസണൻസ് എഴുതിയാൽ മതി. റെസണൻസ് എന്താ,
റെസൊണൻസ് എന്താ? ദി ഫോഴ്സ്ഡ് വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് ആൻഡ് ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആർ സെഡ് ടു ബി ഇൻ റെസൊണൻസ്. എപ്പോഴാണ് റെസൊണൻസ് എന്ന് പറയാം? ഈക്വൽ നാച്ചുറൽ ഫ്രീക്വൻസി ആകുമ്പോഴാണ് എന്താവുക? റെസൊണൻസിലാവുക. അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആയിക്കണം എവിടെ? ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിച്ചത് ഇവിടെ? റെസൊണൻസ് എന്നുള്ള കണ്ടീഷൻ അഥവാ അനുനാദം എന്നുള്ള കണ്ടീഷൻ പറഞ്ഞത്. എടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി ക്വസ്റ്റിന് ഇവിടെ ആൻസർ പറഞ്ഞേ. ഇഫ് എ ഷോർട്ട് വയർ മേക്ക് 100 വൈബ്രേഷൻ ഇൻ 0.5 സെക്കൻഡ്. എടാ 0.5 സെക്കൻഡിൽ 100 വൈബ്രേഷൻ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി അല്ലേ ചോദിച്ചത്? എടാ ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ എന്താ? നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എൻ ബൈ ടി അല്ലേ. എൻ എത്ര? 100, ടി എത്ര? 0.5. നമുക്കറിയാം പോയിന്റ് വന്നാൽ എന്താ ചെയ്യുക? ഇവിടെ ഒരു 10 കൊണ്ട് ഗുണിക്കുക, ഇവിടെ ഒരു 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടുക? 1000/5 അല്ലേ. 10ൽ എത്ര? 5, 2. പിന്നെ 2 പൂജ്യങ്ങൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തേ പോരാടാ. അപ്പൊ എത്ര കിട്ടുണ്ടാവുക? 200 ഹെഡ്സ് നമ്മുടെ ആൻസർ കിട്ടും. ഇക്വേഷൻ മാത്രം മതി, ബാക്കി നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് പല മെത്തേഡിൽ ചെയ്യാം. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അത് പല രീതിയിലാണ് ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഒരു മാർക്ക്, അരമാർക്ക് കിട്ടും. അത് കംപ്ലീറ്റ് ആക്കിയാൽ ഒരു അരമാർക്കും കൂടി കിട്ടും. അപ്പൊ ടോട്ടൽ ഒരു മാർക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയോ? വൈബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അഥവാ ദോലനം പോലെ തന്നെ, അഥവാ വേവ് പോലെ തന്നെ. ഇപ്പൊ നമ്പർ ഓഫ് വൈബ്രേഷൻ ആണ് ഇവിടെ എന്തെടുക്കേണ്ടത്? എൻ എടുക്കേണ്ടത്. 0.5 ആണ് ഇവിടെ എന്തെടുക്കേണ്ടത്? ടി എടുക്കേണ്ടത്. എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ആൻസർ എന്താ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. രണ്ടാമത്തെ ആൻസർ എന്താ? റെസൊണൻസ്. മൂന്നാമത്തെ ആൻസർ എന്താ? 200 ഹെഡ്സ്. എടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 16ന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. എടാ 16ന്റെ ആൻസർ ടെക്സ്റ്റ് ബുക്ക് നമ്മളൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ പാഠത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ പാഠത്തിൽ ഒരു പാരഗ്രാഫ് പോലെ തന്നത് ഞാൻ ഒരു 5-6 പോയിന്റ് ആയിക്കാണ്ട് പോയിന്റ് ആക്കി നോട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നോക്കി നോക്കാം. സൺലൈറ്റ് കണ്ടെയ്ൻ മെനി ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ബിസൈഡ് ദി വിസിബിൾ ലൈറ്റ്. നോക്കി നോക്കാം. അവിടെ പറയുന്നുണ്ട് ദൃശ്യപ്രകാശത്തിന് പുറമെ സൂര്യപ്രകാശത്തിൽ വിവിധ തരത്തിലുള്ള വൈദ്യുതകാന്തിക വികിരണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇവിടെ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സൂര്യപ്രകാശത്തിലെ താപത്തിന് പ്രധാനമായും കാരണമായ വികിരണം ഏത്? ഹീറ്റ് വേവ്സ് എന്നൊക്കെ വിളിച്ചിരുന്നത് നമ്മളെ സോളാർ റേഡിയേഷനില് ഹീറ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാരണം ആരാണ് എന്നാ ചോദിച്ചിരുന്നത്. ആരാണ്? നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ ആരാണ്. നമുക്ക് നോക്കാം. ഈ ടെക്സ്റ്റ് ബുക്ക് മൂന്നാമത്തെ പാഠത്തിൽ ടെക്സ്റ്റ് ബുക്ക് 54 ഇതാ ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്. ഈ പാരഗ്രാഫിൽ നോക്കി നോക്കാം. ഈ പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ ശരിക്കും കിട്ടും. ഇവിടെ പറയുന്നുണ്ട് സൂര്യരശ്മികളിലെ ധവളപ്രകാശം കൂടാതെ ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ് വികിരണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട് സൂര്യരശ്മികളിലെ താപത്തിന് കാരണം പ്രധാനമായും ഇൻഫ്രാറെഡ് വികിരണങ്ങളാണ്. അഥവാ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ് എന്തിന് കാരണം? സൂര്യപ്രകാശത്തിലെ ഹീറ്റിന് കാരണം. അപ്പൊ ഏത് ആൻസർ വരുന്നുണ്ടാവുക? മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഏതേക്കരാം? ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്. ഇനി അതേപോലെ ബി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് വൈറ്റമിൻ ഡി ഇൻ അവർ ബോഡി? മനുഷ്യ ശരീരത്തിലെ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വികിരണം ഏതാണ്? എടാ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് ഇവിടെ പറഞ്ഞാണോ? ഒന്ന് നോക്കി. നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വികിരണങ്ങളാണ് അൾട്രാ വയലറ്റ് വികിരണങ്ങൾ. അപ്പൊ ഏതൊക്കെ ഓപ്ഷൻ? രണ്ടാമത്തെ ആൻസർ എന്താ വരുന്നുണ്ടാവുക? അൾട്രാ വയലറ്റ്. കിട്ടിയില്ലേ? ഞാൻ സി ക്വസ്റ്റ്യനുകൾ ഒന്ന് വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ വാക്വം? ശൂന്യതയിലെ വൈദ്യുതകാന്തിക വികിരണങ്ങളുടെ വേഗത എത്രയാണ്? അതും ആ പാരഗ്രാഫിലുണ്ട്, നമ്മൾ തന്നിട്ടുണ്ട്. എത്രയൊക്കെ ഒന്ന് വായിച്ചു നോക്കിയടാ. ഇവ ശൂന്യതയിലൂടെ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ, ബ്രാക്കറ്റ് കൊടുക്കണം, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്നു. പലരും എന്ത് ചെയ്തിരിക്കണം അറിയോ? 3 ഇട്ടിട്ട് ഇങ്ങനെ എഴുതിക്കണം. ഇങ്ങനെ എന്ത് എഴുതിക്കണം അറിയോ? മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിക്കണം. ഇതെന്താണ് മക്കളെ? തെറ്റാണ്. മനസ്സിലാക്കിയേക്കും. ഇതെന്താണ്? തെറ്റാണ്. എടാ ഒന്നെങ്കിൽ എങ്ങനെ എഴുതണം അറിയോ? ഇവിടെ നോക്കാം. അങ്ങനെ എഴുതിക്കണം അറിയോ? 3 ലക്ഷം എന്നല്ലേ എഴുതിക്കണേ? 3 ലക്ഷം എന്ന് പറഞ്ഞാൽ ശരിയാണ്, 3 ലക്ഷം ഇങ്ങനെ തന്നെ എഴുതേണ്ടത്. പക്ഷെ നോക്കിയാ 3 ലക്ഷം കിലോമീറ്റർ ആണെന്ന് പറഞ്ഞത്. 3 ലക്ഷത്തിൽ എഴുതാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? ഒരു കെയും കൂടി കൊടുക്കണം. കെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ എന്താണ്? തെറ്റാണ്. അപ്പൊ കിലോമീറ്റർ എഴുതിക്കുന്നത് എന്താണ്? കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നിങ്ങള് പലരും ആൻസർ ഷീറ്റിൽ എന്ത് എഴുതിക്കണം അറിയോ? 3 ലക്ഷം മീറ്റർ പെർ സെക്കൻഡ് എഴുതിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എഴുതിയത് എന്താണ്? തെറ്റാണ്. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതുക, ഏത്? കിലോമീറ്റർ പെർ സെക്കൻഡ്. അല്ലെങ്കിൽ എന്ത് എഴുതുക? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. പലരും എന്ത് ചെയ്തിട്ടുണ്ട്? 3 ലക്ഷം മീറ്റർ പെർ സെക്കൻഡ് എഴുതിക്കണം. 3 ലക്ഷം മീറ്റർ പെർ സെക്കൻഡ് അല്ല, 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. അല്ലെങ്കിലോ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. ഞാൻ നോക്കാം 17ാമത്തെ ക്വസ്റ്റ്യൻ. പലരുടെയും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവാണ്ട് ഒരുപാട് തവണ വായിച്ചിട്ട് എന്നിട്ട് മനസ്സിലാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. പക്ഷെ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫിസിക്സിന്റെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാം, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇവിടെ. നോക്കി നോക്കാം. വിബ്ജിയോർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് കാണാൻ പറ്റും. വിബ്ജിയോറിന്റെ അപ്പുറത്ത് ഇടത്തെ ഭാഗത്ത് പി ഉണ്ട്, വലത്തെ ഭാഗത്ത് ക്യൂ ഉണ്ട്. ഇതെന്താ ഉദ്ദേശം നോക്കാം. ഇടത്തെ ഭാഗത്ത് പി ഉണ്ട്, വലത്തെ ഭാഗത്ത് ക്യൂ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടി വരടാ? ഇവിടെ ചോദിക്കുന്നത് എന്താ? ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഓൺ ദി
ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് പി ആൻഡ് ക്യൂ. റേഡിയേഷൻസ് അല്ലേ? റേഡിയേഷൻസ് നമ്മൾ എവിടെ പഠിച്ചിരുന്നത്? മൂന്നാമത്തെ പാഠത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നുള്ള ഭാഗത്ത് പഠിച്ചിട്ടില്ലേ? നോക്കാം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആണ് ഇവിടെ തന്നിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. റേഡിയേഷൻസ് ഏതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. ഗാക്സോവിയം റേഡിയോ, ഗാമ, എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. അല്ലേ? നോക്കി നോക്കാം. ഗാക്സോവിയം റേഡിയോ എന്നില്ലേ വിസിബിൾ ലൈറ്റിന്റെ ഇടത്തെ ഭാഗത്ത് ആരാ? അൾട്രാ വയലറ്റ് യു ഉണ്ട്. വലത്തെ ഭാഗത്ത് ആരുണ്ട്? ഇൻഫ്രാറെഡ് ഐ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കി നോക്കാം, ഇവിടെ തന്ന പിയും ക്യൂ ആരേക്കരം? വിബ്ജിയോർ അല്ലേ? നോക്കി വിബ്ജിയോർ അല്ലേ ഈ വിസിബിൾ ലൈറ്റ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ ഈ വിബ്ജിയോർ ആണ് ആര്? വിസിബിൾ ലൈറ്റ് എന്നുണ്ടെങ്കിൽ ഇടത്തെ ഭാഗത്ത് അൾട്രാ വയലറ്റ് ഉണ്ട്, വലത്തെ ഭാഗത്ത് ഇൻഫ്രാറെഡ് ഉണ്ട് അല്ലേ? അപ്പൊ മനസ്സിലാക്കി വെച്ചോ ആരൊക്കെ ഉണ്ടാവുക? പി എന്ന് പറഞ്ഞാൽ അത് ആരേക്കരം? പറ. പി എന്ന് പറഞ്ഞാൽ അത് ആരാ? പി എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഫ്രാറെഡ് ആണ്. മനസ്സിലാക്കിയ കേട്ടോ. പി എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ആണ്. എന്നിട്ട് ബി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് റേഡിയേഷൻസ് ഹാസ് ഹയർ ഫ്രീക്വൻസി? ഹയർ ഫ്രീക്വൻസി ആരാണ്? ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. 10ാമത്തെ 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? നമുക്ക് നോക്കി നോക്കാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്? എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് എക്സാക്ട് ഒന്ന് നോക്കട്ടെ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിന് മുന്നേ വന്നിരുന്നത്. ആ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നണേ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണെന്ന് അറിയാം. ഇതേ ക്വസ്റ്റ്യൻ നമ്പർ വന്നിട്ടുള്ളത് നമുക്കറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 5. 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്പറിൽ എന്ത് തന്നിട്ടുണ്ട്? ഇതേ ടൈപ്പ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, 6 പോകും തോറും എന്ത് കൂടും? ലാംഡ കൂടും. ഇനി അതേപോലെ ജിയോർ അല്ലേ? വിയിലോട്ട് കൂടുന്തോറും എന്ത് കൂടും? ഫ്രീക്വൻസിയും എനർജിയും കൂടും. അതേപോലത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ആ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലേ? ആ കൺസെപ്റ്റ് ഉണ്ടല്ലോ അവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ മനസ്സിലാക്കി വെച്ചോ. ഇവിടെ ചോദ്യം ചോദിച്ചാൽ മക്കളെ മനസ്സിലാക്കി വെച്ചോ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിലേത് തരംഗത്തിനാണ് അല്ലെങ്കിൽ ഇതിലേത് റേഡിയേഷൻ ആണ് എന്തുണ്ടാവുക? നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏത് തരംഗത്തിനാണ് റേഡിയേഷന് ഹൈ ഫ്രീക്വൻസി ഉണ്ടാവുക എന്ന് ചോദിച്ചത്. ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടാവുക നമുക്കറിയാം. 6 വലത്തോട്ട് പോകുന്നതോറും ലാംഡ കൂടുമ്പോൾ ഇടത്തോട്ട് പോകുമ്പോൾ ഫ്രീക്വൻസി കൂടൂലേ? ഇപ്പൊ ഇതിൽ ആർക്കേക്കരം ഉണ്ടാവുക? പി കേക്കരം ഫ്രീക്വൻസി കൂടുതലുണ്ടാവുക. പി ഹാസ് ഹൈ ഫ്രീക്വൻസി. മനസ്സിലാക്കി കേട്ടോ. പി ഹാസ് ഹൈ ഫ്രീക്വൻസി. അപ്പൊ ആരേക്കരം? പി ഏക്കരം. ഇനി അതേപോലെ നോക്കാം, സി ആരേക്കരം ഉണ്ടാവുക? സി എന്ന് പറയുന്നത് സ്റ്റേറ്റ് പെക്യുലാരിറ്റി ഓഫ് റേഡിയേഷൻ. ക്യൂ എന്നല്ലേ പറഞ്ഞത്? ക്യൂവിന്റെ പെക്യുലാരിറ്റി ചോദിച്ചിട്ടാണ്. ക്യൂ എന്ന് പറയുന്നത് ആരാ? ഇൻഫ്രാറെഡ് അല്ലേ? ഇൻഫ്രാറെഡിന്റെ പെക്യുലാരിറ്റി എന്താ? ഓൽക്ക് എന്ത് കൂടുതലാണ്? ഹീറ്റ് റേഡിയേഷൻ എന്നാ വിളിച്ചത് അല്ലേ? നമ്മളിതിൽ പറഞ്ഞേ ഹീറ്റ് റേഡിയേഷൻസ് എന്നാ വിളിച്ചത്. ഇവിടെ പറഞ്ഞു ഹീറ്റ് റേഡിയേഷൻ. ഇതാ സൂര്യരശ്മികളിൽ താപകത്തിന് കാരണമാണ് ഇൻഫ്രാറെഡ് അല്ലേ? ഇപ്പൊ ഇൻഫ്രാറെഡിന്റെ പോയിന്റ് ആക്കി എന്ത് പറയാ? ദേ ആർ ദ മെയിൻ റേഡിയേഷൻ റീസൺ ഫോർ ഹീറ്റ് ഇൻ സൺലൈറ്റ് അല്ലേ? താപത്തിന് കാരണം ആരായത്? ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ്. സോ മനസ്സിലാക്കി വെക്കുക, ഇൻഫ്രാറെഡ് ആണ് എന്തിന് കാരണം? സൺലൈറ്റിലെ ഹീറ്റിന് മെയിൻ റീസൺ. അപ്പൊ നോക്കാൻ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പറയാനുള്ളത്. 18A അല്ലെ? 18Bയും കൂടി ഉണ്ട് അല്ലെ? 18A ഒന്ന് നമുക്ക് പറയാം. അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് ഈ എക്സാമിന് ഇതെന്ന് പലരും പറഞ്ഞു. നമുക്ക് നോക്കി നോക്കട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് തന്നെ വായിക്കണം. വെറുതെ നമ്മള് നോക്കാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ നേരം വായിക്കുന്നു വേണ്ട. അതൊക്കെ ഒന്ന് മനസ്സിലായി നമുക്ക് പിയും ക്യൂയും വെച്ചുകൊണ്ട് ബിയും സി ഒക്കെ ചെയ്യാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം എന്താ അറിയോ? ഒന്ന് കണക്ട് ചെയ്ത് കണ്ടേക്കൊരു മറ്റേത്. അപ്പൊ നോക്കി നോക്കാം. ഇവിടെ പറയണ്ടേ, എ ബ്യൂററ്റ് ഫിൽഡ് വിത്ത് വാട്ടർ ഫിക്സ്ഡ് വെർട്ടിക്കലി ഓൺ എ സ്റ്റാൻഡ്. Tap on burette is opened and tuning fork frequency 512 and is struck and held near its mouth. മൗത്ത് വെച്ച് അഥവാ അതിന്റെ അടുത്ത് വെച്ചു എന്നല്ലേ പറഞ്ഞത്? ഇതിന്റെ അടുത്ത് വെച്ചുകൊണ്ട് നോക്കാം. അതിന്റെ അടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് പറയാണ്? ഒരു ട്യൂണിംഗ് ഫോർക്ക് വെച്ചുകൊണ്ട് കമ്പനി ചെയ്യിപ്പിക്കാണ്. ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ എത്രയാണ് ഫ്രീക്വൻസി? 512 ഫ്രീക്വൻസി ആണെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നോക്കി നോക്കാം. ഇവിടെ പറയാണ് ഈ ക്വസ്റ്റ്യൻ, സൗണ്ട് ഹിയർഡ് ബിക്കം ലൗഡർ, വാട്ട് വുഡ് ബി ദ റീസൺ? എടാ നല്ല സൗണ്ടിൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്തേക്കറ അതിന്റെ റീസൺ? നമുക്കറിയാം. എടാ റെസനൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരേ സ്വാഭാവിക ആവൃത്തി ഉണ്ടാവുമ്പോഴല്ലേ റെസനൻസ് ഉണ്ടാവുക. റെസനൻസിന് കാരണമായാലും എന്തുണ്ടാവുക? അവിടെ ഹൈ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. ഹൈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ സൗണ്ട്. ഹൈ സൗണ്ട് ഉണ്ടായിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിട്ടുണ്ട്? റെസനൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒന്നാമത്തെ ആൻസർ എന്തേക്കരാം? ആ റീസൺ എന്ന് പറഞ്ഞാൽ എന്തേക്കരം മക്കളെ? റെസനൻസ്. മനസ്സിലാക്കി വെക്കുക. റെസനൻസ് അഥവാ അനുനാദം. അനുനാദം. ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയത്തിന് ശേഷം സൗണ്ട് ബിക്കം വെരി ലൗഡ് ദെൻ ഗ്രാജുവലി ഡിക്രീസ്. എടാ അതിനുശേഷം സൗണ്ട് എന്ത് ചെയ്തു? ഒന്ന് കുറഞ്ഞു. ദെൻ സൗണ്ട് ഹിയർഡ് അറ്റ് മാക്സിമം ലൗഡ്നെസ്, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എന്താണ്? എയർ കോളം ഇൻസൈഡ് ദി ബ്യൂററ്റ്. ആ ചോദിക്കണം എന്താണെന്ന് അറിയോ? ആ സൗണ്ട് എന്ത് ചെയ്തു? ഒന്ന് കുറഞ്ഞു, പിന്നെ എന്ത് ചെയ്തു? ഒന്ന് കൂട്ടി. നോക്കിയേക്കാം. ആഫ്റ്റർ സം ടൈം സൗണ്ട് ബിക്കം വെരി ലൗഡ് ദെൻ ഗ്രാജുവലി ഡിക്രീസസ്,
when the sound is heard maximum loudness, what is the frequency of vibration air column burette? എടാ നല്ല റെസൊണൻസ് ഉണ്ട് പറഞ്ഞാല് നല്ല സൗണ്ടിൽ കേൾക്കൂലേ? അപ്പൊ നല്ല സൗണ്ടിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ കൊടുന്ന ട്യൂണിംഗ് ഫോർക്കിന്റെ എത്ര 512 ഹെർട്സ് അല്ലേ? അപ്പൊ ആ കിട്ടുന്ന എയർ കോളത്തിന് എത്ര തന്നെ ആയിരിക്കണം റെസൊണൻസിലാവുമ്പോൾ 512 ഹെർട്സ് തന്നെയായിരിക്കണം ഫ്രീക്വൻസി ഉണ്ടാവുക. അപ്പൊ ഫ്രീക്വൻസി ഓഫ് വൈബ്രേറ്റിംഗ് എയർ കോളം എത്രയായിരിക്കും ഉണ്ടാവുക? 512. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് എയർ കോളം എന്നുള്ള സംശയം ഉണ്ടാവും. മനസ്സിലാക്കി വെച്ചോ കേട്ടോ, അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ചിലപ്പോൾ മനസ്സിലാവില്ല, ഈ ചിത്രത്തിലുണ്ട്, മനസ്സിലാക്കി വെച്ചോ. അപ്പൊ ഇത്രയാണ് ഇവിടെ വാട്ടർ ഉള്ളത് എന്നുണ്ടെങ്കിൽ നോക്കാം, ഇത്രയാണ് ഇതിൽ വാട്ടർ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗമല്ലേ അതാണ് എയർ കോളം. മനസ്സിലാക്കി വെക്കുക. ഇവിടെ നോക്കുക, തൊട്ടപ്പുറത്ത് ചിത്രത്തിൽ കാണാൻ പറ്റും, ഇത് ഇത്രയും ഭാഗം വാട്ടർ ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള ഭാഗമാണ് എന്ത് എയർ കോളം. മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നോക്കി നോക്കുക, അവിടെ പറയണ്ടേ എയർ കോളത്തിന് അതേ ഫ്രീക്വൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ അതേ റെസൊണൻസ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എത്ര ആവണം? 512 ഹെർട്സ് ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സീൻ ആൻസർ കൂടെ ഒന്ന് പറഞ്ഞേടാ. ദ ഹിയർ sound loud again. Some students suggest tuning fork of lower frequency than first one, while others suggest using tuning fork of higher frequency. What is your opinion? Justify your answer. ഇനി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും, നമ്മൾ ക്വസ്റ്റ്യൻ വേറെ ഒക്കെ നോക്കാൻ തോന്നും. മനസ്സിലാക്കി വെക്കുക, നമുക്ക് A+ കിട്ടണമെന്നുണ്ടെങ്കിൽ 36 മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ നോക്കാം 4 മാർക്ക് അവിടുന്ന് പോവുക. 4 പോയപ്പോൾ 35 A+ എന്തായാലും കിട്ടൂല. മനസ്സിലാക്കി വെക്കുക, ഈ ക്വസ്റ്റ്യൻസ് ക്ഷമയോടെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇവിടെ ചോദിച്ചത് എന്താണെന്നറിയോ? ഇവിടെ ചോദിച്ചത് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, നമ്മുടെ ഒപ്പീനിയനെ ചോദിച്ചത്. പണ്ടത്തെ അതേ രീതിയിൽ നമുക്ക് സൗണ്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുട്ടികൾ പറഞ്ഞു എന്ത് ചെയ്തു, ലോവർ ഫ്രീക്വൻസിയിലെ എയർ കോൾ ഉപയോഗിക്കാൻ. പക്ഷെ കുറച്ച് കുട്ടികൾ പറഞ്ഞു ഹയർ ഫ്രീക്വൻസിയിൽ എയർ കോൾ ഉപയോഗിക്കാൻ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആലോചിച്ച് നോക്കി. എടാ ഫ്രീക്വൻസി അതേപോലെ ആണെന്ന് പറഞ്ഞാൽ കൂടല്ലേ വേണ്ടത്? ഫ്രീക്വൻസി നല്ലോണം കൂടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ അവസ്ഥ നമ്മൾ പഠിച്ചിരിക്കണടാ. ഊനാലാടുമ്പോൾ നമുക്കറിയാം നല്ല നീളൽ ഊനാൽ എന്തിനാട്ടുന്നത്? ടൈം പീരീഡ് കൂട്ടാനല്ലേ. ടൈം പീരീഡ് കൂടുതൽ എന്ത് കുറയും? ഫ്രീക്വൻസി കുറയും. ഇപ്പോൾ മനസ്സിലാക്കി വെച്ചോ, ലെങ്ത് എന്ന് പറഞ്ഞാൽ ആർക്ക് പ്രൊപ്പോർഷനല്ല? ടൈമിന് പ്രൊപ്പോർഷനാണ്. പക്ഷെ ഫ്രീക്വൻസിക്ക് എന്താണ്? ഇൻവേഴ്സിലി പ്രൊപ്പോർഷനലാണ്. മനസ്സിലാക്കി വെച്ചോ. ഇവിടെ വാട്ടർ ഉണ്ടല്ലോ, വാട്ടർ, ഈ വാട്ടർ തീറ്റത് കുറഞ്ഞു കഴിഞ്ഞാൽ എയർ കോൾ എന്ത് ചെയ്യും? ഒക്കെ ഈ വാട്ടർ എന്ന് പറഞ്ഞ സാധനം ഇത് വാട്ടർ ഇങ്ങനെ അടിക്കടിക്ക് പോകും തോറും അവിടെ എയർ കോളത്തിന്റെ സ്പേസ് കൂടി വരികയല്ലേ ചെയ്യാം. മനസ്സിലാക്കി വെച്ചോ, വാട്ടർ കുറഞ്ഞാൽ എന്ത് കൂടും? എയർ കോൾ എന്ത് ചെയ്യും? കൂടും. പക്ഷെ അപ്പൊ ഫ്രീക്വൻസി എന്താവുക? കുറയാ ചെയ്യാം. മനസ്സിലാക്കി വെച്ചോ, എയർ കോളം കൂടണം എന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എന്ത് ആവണം? കുറയണം. മനസ്സിലാക്കി വെച്ചോ. കുറച്ച് കുട്ടികളെ സജസ്റ്റ് ചെയ്ത് ലോവർ ഫ്രീക്വൻസി ഇല്ലേ, ലോവർ ഫ്രീക്വൻസിയൊക്കെ നമ്മൾ എടുക്കേണ്ടി വരിക. നമ്മൾ ഒപ്പീനിയൻ എന്താ എടുക്കേണ്ടത്? ദ ഫ്രീക്വൻസി യൂസിങ് ലോവർ ഫ്രീക്വൻസി. ട്യൂണിംഗ് ഫോർക്കിൽ ഫ്രീക്വൻസി എത്ര ആവണം? ലോവർ ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. സജസ്റ്റ് ടു ടേക്ക് ലോവർ ഫ്രീക്വൻസി. ഓക്കെ, സജസ്റ്റ് ടു ടേക്ക് ലോവർ ഫ്രീക്വൻസി. കാരണം എന്താ? മനസ്സിലാക്കി വെച്ചോ. എടാ എയർ കോൾ നമ്മൾ പറഞ്ഞു, എയർ കോൾ അങ്ങനെ പറഞ്ഞത് ലോവർ ഫ്രീക്വൻസി എടുക്കാൻ കാരണം എന്താ? നമ്മൾ പറഞ്ഞു ലെങ്ത് കൂടുമ്പോൾ ടൈം കൂടും, പക്ഷെ ഫ്രീക്വൻസി എന്താവുക? കുറയാ ചെയ്യുക. അപ്പൊ ലെങ്ത് കൂടി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ത് എടുക്കണം? കുറവുള്ളത് എടുക്കണം എന്ന്. ഓക്കെ, എന്നാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞാൽ when the sound of burette heard maximum loudness, another nearby sound is observed vibrate strongly. What is the natural frequency of the object? എടാ ഇവൻ കാരണം പുറത്ത് വേറെ എന്തെങ്കിലും ഒരു പേപ്പർ എന്തെങ്കിലും ഉണ്ടായിരിക്കും, ആ പേപ്പർ വൈബ്രേറ്റ് ചെയ്തു എന്നാ പറഞ്ഞത്. അത് വൈബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഇവന്റെ നാച്ചുറൽ ഫ്രീക്വൻസി നോക്കാം. എക്സ്റ്റേണൽ ഇല്ല ആളതും ഇവന്റെ എന്ത് ചെയ്യണം? ഫ്രീക്വൻസി സെയിം ആവണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ, ഇവന് ഉത്തേജിപ്പിച്ചത് എത്രയില്ല? 512 ആ 112 ഇവന് കിട്ടിയത്. ഈ 512 ആരും അനങ്ങിയെന്ന് പറഞ്ഞത്? എക്സ്റ്റേണലി നിൽക്കുന്ന ഒരാളും കൂടി അനങ്ങിയെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ ഫ്രീക്വൻസി എത്രയേക്കരാം? പുറത്ത് നിൽക്കുന്ന ആളെ ഫ്രീക്വൻസി എത്രയേക്കരം? വൈബ്രേറ്റ് ചെയ്ത ഫ്രീക്വൻസി എത്രയേക്കരം? 512 ഹെർട്സ് ഉണ്ടാവും. മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തിന്റെ ആൻസർ എന്താ വരിക? റെസൊണൻസ് അഥവാ അനുനാദം. രണ്ടാമത്തിന്റെ ആൻസർ എന്താ? 512 ഹെർട്സ്. മൂന്നാമത്തിന്റെ ആൻസർ എന്താ? നമ്മൾ പറഞ്ഞു ലെങ്ത് കൂടുമ്പോൾ എന്ത് കുറയണം? ഫ്രീക്വൻസി കുറവുള്ളത് എടുക്കണം, അഥവാ ബൈ ടേക്കിംഗ് ലോവർ ഫ്രീക്വൻസി. നാലാമത്തെ ആൻസർ എന്തെന്നെ? 512 ഹെർട്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആൻസർ ചെയ്യുക. ലാസ്റ്റ് ആൻസർ ഇതൊന്ന് പറഞ്ഞാണ് നമുക്കറിയാം. ചോദിച്ചിരിക്കുന്നത് റെയിൻബോ അല്ലേ? റെയിൻബോ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പാടാണ്? 3ാമത്തെ പാടാണ്. ആ 3ാമത്തെ പാടത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഹൗ മെനി ടൈംസ് ദ ലൈറ്റ് റേ അണ്ടർഗോ റിഫ്രാക്ഷൻ വെൻ എൻറ്ററിങ് ഇൻ ആൻ വാട്ടർ ഡ്രോപ്ലെറ്റ്. എത്ര തവണയാണ് റിഫ്രാക്ഷൻ നടക്കാന്ന് ചോദിച്ചിരിക്കുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മീഡിയത്തിൽ നിന്ന് മറ്റേ മീഡിയത്തേക്ക് പോവല്ലേ? അതൊരു മീഡിയത്തിന്റെ ഉള്ളിലേക്ക് കയറാവാം, ഒരു മീഡിയത്തിൽ നിന്ന് ഇറങ്ങാവാം. ഇവിടെ നോക്കി എത്ര തവണ നടന്നിരിക്കുന്നത്? ഇവിടെ ഒരു തവണ മീഡിയത്തിന്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ എത്രാം തവണ? 2ാം തവണ. മനസ്സിലാക്കി വെച്ചോ. 2 ടൈംസ് ഇവിടെ എന്ത് നടന്നു? റിഫ്രാക്ഷൻ നടന്നു. പലരും എഴുതിയിട്ടുണ്ട് 2 ടൈംസ് ആണ് ഇവിടെ റിഫ്രാക്ഷൻ നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഹൗ മെനി ടൈംസ് അണ്ടർഗോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അഥവാ റിഫ്ലക്ട് ചെയ്ത് വന്നത് എത്ര തവണയാണ്? മനസ്സിലാക്കി വെക്കുക. ഇതിൽ 7 ആൾക്കാരുണ്ടെങ്കിലും 7 തവണ നടക്കണില്ല. ഓരോരുത്തരും എത്ര തവണ വെച്ച് നടക്കുന്നത്? ഓരോ തവണ അല്ലേ നടക്കുന്നത്. മനസ്സിലാക്കി വെച്ചോ. ഇവിടെ ഒരു വട്ടാണ് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തട്ടിങ്ങാണ്ട് ഒരു വട്ടാണ് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ എത്രയേക്കരാം? 1 ടൈമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ നമ്പർ. സിയും കൂടി പറഞ്ഞു നോക്കാം. വാട്ട് കളർ സി
ഔട്ടർ ലെയർ ഓഫ് ദി റെയിൻബോ. എടാ റെയിൻബോന്റെ ഔട്ടർ ലെയർ ആരുണ്ടാവുക? അതേപോലെ ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇന്നർ ലെയർ ഓഫ് ദി റെയിൻബോ. ഉള്ളിൽ ആരുണ്ടാവുക, പുറത്ത് ആരുണ്ടാവുക? നമുക്കറിയാം റെയിൻബോ എന്ന് പറഞ്ഞ സാധനത്തിന് ഉള്ളിൽ ആരാ പുറത്തുണ്ടാവുക? നമുക്ക് മേലെ ആരേക്കരം കാണാം, റെഡിനെ കാണും, അടിയിൽ ആരേക്കരം വയലറ്റ്. അപ്പോൾ ഔട്ടർ എന്ന് പറഞ്ഞാൽ ആരേക്കരം, റെഡ് ഏക്കരം, ഇന്നർ എന്ന് പറഞ്ഞാൽ ആരേക്കരം, വയലറ്റ് ഏക്കരം. അഥവാ പുറം ഭാഗത്ത് നമുക്ക് ചുവപ്പിനെ കാണാൻ പറ്റും, അകം ഭാഗത്ത് നമുക്ക് വയലറ്റിനെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതാ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ നോട്ടിൽ വരച്ചിട്ടുണ്ട്, നിങ്ങൾ കൊണ്ട് ബോർഡുമേ വരപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട് കരുതണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ആനി എക്സാമിനെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ.